الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هذه سبيلي أدعو إلى الله على بصيرة أنا ومن اتبعني وسبحان الله وما أنا من المشركين صدق الله العظيم. محترم दोस्त और बुजुर्गों, अल्लाह ताला ने हज़रत मोहम्मद सल्लल्लाहु अलैहि वसल्लम को ഖാതിമുൻ നബിയ്യീൻ बनाकर भेजा. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹദ്റത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖാതിമുൻ നബിയ്യീൻ അന്തിമ പ്രവാചകനായിട്ടാണ് ഈ ദുനിയാവിലേക്ക് അയച്ചിരിക്കുന്നത്. अब आपके बाद कोई नबी नहीं है, അദ്ദേഹത്തിന് പിറകെ ഇനിയൊരു നബി വരാനില്ല. और आपका दीन जो है वो क़यामत तक बाकी रहेगा. അദ്ദേഹത്തിന് അയച്ച ദീൻ അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കേണ്ട ദീനാണ്. क़यामत तक आने वाले इंसानों के लिए ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി नजात और कामयाबी का जरिया जो है वो इस्लाम है. അവരുടെ വിജയത്തിന്, അവരുടെ എല്ലാവിധ ഗുണത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ദീൻ നൽകിയിരിക്കുകയാണ്. दुनिया में भी आखिरत में भी. ദുനിയാവിലെ വിജയം, ആഖിറത്തിലെ വിജയം. और दुनिया का निजाम भी जो है उसी दीन पर सही चलेगा. ഈ ദുനിയാവിന്റെ മുഴുവൻ കാര്യങ്ങളും നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നത് തന്നെ ഈ ദീൻ പരിപൂർണമായ അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴാണ്. इस दुनिया के बनाने वाले का फैसला है, ഇത് ദുനിയാവ് സൃഷ്ടിച്ചവന്റെ തീരുമാനമാണ്. ये अल्लाह का फैसला है. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. और जब जब भी आप वाला मुबारक दीन दुनिया में जिंदा हुआ, എപ്പോഴെല്ലാം ദീന് നല്ല അവസ്ഥയിൽ ദുനിയാവിൽ നിലനിന്നിരുന്നോ तो दुनिया में अमन कायम रहा, അന്നെല്ലാം ദുനിയാവിൽ സമാധാനം നിലനിന്നിരുന്നു. इंसान इंसान बना रहा മനുഷ്യൻ മനുഷ്യനായി നിലകൊണ്ടു. और दुनिया का निजाम बरकरार रहा. ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളും അത് നല്ല രീതിയിൽ നടന്നുപോയി. എല്ലാ സംവിധാനങ്ങളും നല്ല രീതിയിൽ നടന്നുപോയി. और जिस दौर में भी, जिस इलाके में भी दीन जिंदगियों से निकला, ഏതെല്ലാം കാലഘട്ടങ്ങളിൽ, ഏതെല്ലാം പ്രദേശങ്ങളിൽ, വ്യക്തികളിൽ, സമൂഹങ്ങളിൽ ദീൻ ഇല്ലാണ്ടായോ फिर जुल्म और ज्यादती हुई അവിടെയെല്ലാം ബുദ്ധിമുട്ടുകളും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടായി. और दुनिया का निजाम जो है वो दरहम बरहम हो गया. ദുനിയാവിലെ സംവിധാനങ്ങളെല്ലാം താറുമാറായിപ്പോയി. लड़ाइयाँ हुई, जंगें हुई, അവിടെയെല്ലാം വഴക്കുകളും വക്കാണങ്ങളും യുദ്ധങ്ങളും ഉണ്ടായി. इंसान इंसान का दुश्मन बन गया. മനുഷ്യൻ മനുഷ്യന്റെ ശത്രുവായി മാറി. यहाँ तक के किसी का भी चैन से रहना मुश्किल हो गया. ആർക്കെങ്കിലും സ്വസ്ഥമായി ജീവിക്കുക എന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായി തീർന്നു. वो दीन छूटने की वजह से हुआ. അത് ദീന് ജീവിതത്തിൽ നിന്നും ഒഴിവായതിന്റെ കാരണമായിരുന്നു. അത് इसलिए हजरत अंबिया अलैहिस्सलाम की यही कोशिश रहती थी कि लोगों की जिंदगी में दीन बाकी रहे. അതുകൊണ്ട് മുഴുവൻ നബിമാരും പരിശ്രമിച്ചിരുന്നത് ദീൻ എങ്ങനെയെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാവുക, അത് ബാക്കിയായി തീരുക, അതിനുവേണ്ടിയായിരുന്നു നബിമാരുടെ പരിശ്രമം മുഴുവനും. वो इसी कोशिश में अपनी जिंदगी लगा देते थे. ഈ ഒരു പരിശ്രമത്തിലായിക്കൊണ്ടാണ് മുഴുവൻ നബിമാരും അവരുടെ ജീവിതം പൂർണ്ണമായി അർപ്പിച്ചത്. हजरत नूह अलैहिस्सलाम ने 950 साल तक काम किया. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനം 950 വർഷം ആയിരുന്നു. 950 साल तक. നിങ്ങൾ ആലോചിച്ച് നോക്കി, 950 വർഷം എത്ര നീണ്ട കാലം. हुजूर अलैहिस्सलाम की भी पूरी जिंदगी इसी में लगी. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ ജീവിതം ഇതിനായി ചെലവഴിച്ചു. कि आपने इस बात की कोशिश की कि लोगों की जिंदगी में दीन आ जाए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിപൂർണമായി പരിശ്രമിച്ചു മുഴുവൻ മനുഷ്യരുടെ ജീവിതത്തിൽ ദീൻ ഉണ്ടായി തീരാൻ. ईमान की, इस्लाम की हकीकत आ जाए. അവരുടെ ജീവിതത്തിൽ ഈമാനിന്റെ, ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ഉണ്ടായി തീരാൻ വേണ്ടി. और बंदों के जो आपस के हुकूक हैं वो हुकूक भी बहाल हो जाए. അടിമകളുടെ പരസ്പരമുള്ള ബന്ധങ്ങൾ പൂർത്തിയാക്കുന്നതിലേക്ക്, അവരുടെ ഗുണങ്ങൾ നിലനിൽക്കുന്നതിലേക്ക്. ताकि दुनिया में इंसान सुकून से जिंदगी गुजारे. മനുഷ്യർ ദുനിയാവിൽ സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിതം വസിക്കുന്നത് കാണാൻ വേണ്ടി. अल्लाह की इबादत इताअत के साथ, അള്ളാഹുവിന്റെ ഇബാദത്ത് പൂർണ്ണമായ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ, और आपस में एक दूसरों के हक अदा करने के साथ, പരസ്പരം ബന്ധം നിലനിർത്തി പോരുന്ന നല്ല അവസ്ഥയിലായിക്കൊണ്ട്, एक दूसरों की खिदमत के साथ, എല്ലാവരും പരസ്പരം സേവനം ചെയ്തുകൊണ്ട് സ്നേഹിച്ചുകൊണ്ട്, इंसाफ के साथ जिंदगी गुजारे. നീതിബോധത്തോടുകൂടി നിലനിൽക്കാൻ വേണ്ടി. इसके लिए आप अलैहिस्सलाम ने खुद मेहनत की, सहाबा ने मेहनत की. ഇതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശ്രമിച്ചു, സഹാബാക്കൾ പരിശ്രമിച്ചു. और हर जमाने में अल्लाह के ऐसे नेक बंदे रहे എല്ലാ കാലഘട്ടങ്ങളിലും ഇതുപോലെ അള്ളാഹുവിന്റെ നല്ല നല്ല അടിമകളുണ്ടായി.
जिन्होंने इसकी कोशिश की, അവരും ലോകത്ത് ദീനുണ്ടായി തീരാൻ വേണ്ടി പരിശ്രമിച്ചു. उसके पीछे उनकी जिंदगियां लग गई. അവരുടെ കാലത്തിന് ശേഷം ചിലപ്പോഴെല്ലാം ദീനിന്റെ സംവിധാനങ്ങൾ ചെറുതായിട്ട് ഇല്ലാണ്ടായി. किसी ने 50 साल काम किया, किसी ने 60 साल काम किया. ചിലർ 50 വർഷം, ചിലർ 60 വർഷം എല്ലാം ദീനിന്റെ പരിശ്രമം നല്ല രീതിയിൽ ചെയ്തു. उन्होंने इसको अपनी जिंदगी का मशगला बनाया. അവരെല്ലാവരും അവരുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം, ജീവിതത്തിന്റെ ഒരു ജോലിയായിക്കൊണ്ട് ദീനിന്റെ പരിശ്രമം ചെയ്തു. कि लोगों की जिंदगी में दीन जिंदा हो जाए. ജനങ്ങളുടെ ജീവിതത്തിൽ ദീൻ നിലനിന്ന് കാണാൻ വേണ്ടി പലരും പരിശ്രമിച്ചു. तबलीग का जो एक काम है, തബ്ലീഗിന്റെ ഈ പരിശ്രമം वो भी इसी मकसद के तहत चला है തബ്ലീഗിന്റെ പരിശ്രമവും ഇതേ ഒരു ഉദ്ദേശത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. कि हर मुसलमान खुद अपना दीन सीखते हुए दूसरों को दीन समझावे. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഴുവൻ മുസ്ലിമീങ്ങളും അവനാവശ്യമായ ദീൻ പഠിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും ദീൻ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി പരിശ്രമിക്കുക. खुद अपनी जात से दीन पर चलते हुए दूसरों को भी दीन पर लाने की मेहनत करे. സ്വയം ദീനനുസരിച്ചുള്ള ജീവിതം പരിശീലിക്കുകയും അതിലേക്ക് മറ്റുള്ളവരെ തയ്യാറാക്കാൻ വേണ്ടി മെനക്കെടുകയും ചെയ്യുക. और उस पर अपनी जान, माल, सलाहियत को लगावे. അതിനുവേണ്ടി അവന്റെ സമ്പത്ത്, സമയം, അവന്റെ കഴിവുകൾ പൂർണ്ണമായി അർപ്പിക്കൽ. अपनी जो सलाहियतें हैं वो भी इस पर लगावे. അവന്റെ എന്തെല്ലാം ഗുണങ്ങളുണ്ടോ, കഴിവുകളുണ്ടോ, അതും ഇതിനുവേണ്ടി ചെലവഴിക്കൽ. अपनी ताकत, कुव्वत इस पर लगावे. അവന്റെ ശക്തി, അവന്റെ കഴിവുകളെ പരിപൂർണമായി ദീനിനു വേണ്ടി വിനിയോഗിക്കൽ. अपनी वजाहत और अपना असर भी इस पर लगावे. അവന്റെ സ്വന്തം നിലനിൽപ്പും അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യവും ഇതാക്കി മാറ്റൽ. कि दुनिया में अल्लाह का दीन जिंदा हो जावे. ദീന് ലോകത്ത് നിലനിന്ന് കാണണം. दीन जिंदा होगा तो सबसे पहले लोगों की दुनिया बनेगी. ദീന് ജീവിതങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യരുടെ ജീവിതം നന്നായി തീരും. जिस दुनिया को बनाने के खातिर लोग दीन छोड़ते हैं, ഈ ദീന് ദുനിയാവ് നന്നാവുന്നതിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ പലരും ദീന് ഒഴിവാക്കി കളയുന്നത്. हालांकि दुनिया बनाने के लिए भी दीन है ദുനിയാവും നമ്മുടെ ഭൗതിക ജീവിതം നന്നായി തീരൽ ദീന് കാരണമായിട്ടാണ്. और आखिरत बनाने के लिए भी दीन है. ആഖിറം നന്നായി തീരാനും ഈ ദീൻ ആവശ്യമാണ്. तो इसलिए इस मेहनत में लोगों को निकाला जाता है 4-4 महीने के लिए, 40 दिन के लिए, 3 दिन के लिए. സഹോദരന്മാരെ, ഇതിനു വേണ്ടിയിട്ടാണ് മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസത്തേക്ക്, 40 ദിവസത്തേക്ക്, 3 ദിവസത്തേക്കെല്ലാം പുറപ്പെടുവിക്കുന്നത്. वहाँ एक माहौल में जाके आदमी इसकी मश्क करता है. അവിടെയുള്ള സന്ദർഭങ്ങളിൽ, സാഹചര്യങ്ങളിൽ മനുഷ്യർ പുറപ്പെട്ടു പോയെടുത്തു നിന്നും തന്റെ ജീവിതത്തിനെ നന്നാക്കി തീർക്കാനുള്ള പരിശ്രമം തന്റെ മേൽ ചെയ്യാൻ വേണ്ടി, दीन पर चलना सीखता है. ദീനനുസരിച്ചുള്ള ജീവിതം പരിശീലിക്കാൻ വേണ്ടി नमाज पढ़ना सीखता है. അവിടെ പോയി അവൻ അവന്റെ നമസ്കാരത്തെ നന്നാക്കി തീർക്കും, പരിശീലിക്കും. इबादत करना सीखता है. അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്നത്, അനുഷ്ഠാന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കും. ईमान बनाता है. അവൻ അവന്റെ ഈമാനിനെ ശക്തിപ്പെടുത്തും. अखलाक बनाता है. അവന്റെ സ്വഭാവത്തെ അവൻ നന്നാക്കി തീർക്കും. दूसरों को बात समझाने का तरीका सीखता है. മറ്റുള്ളവരെ പോയി ചെന്ന് കണ്ട് ദീനിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത് എന്നവൻ പരിശീലിക്കും. फिर जो है आदमी चूंकि ज्यादा वक्त अपने मकाम पर गुजारता है, പകരം എന്നിട്ട് തിരിച്ചു വന്ന് നാട്ടിൽ അവൻ അധികവും അവന്റെ സമയം വിനിയോഗിക്കുന്നത് അവന്റെ നാട്ടിൽ തന്നെയാണ്. कोई भी आदमी है ज्यादा वक्त अपने मकाम पर गुजारता है. എല്ലാ മനുഷ്യരും തന്റെ ജീവിതത്തിൽ അധികം സമയം ചെലവഴിക്കുന്നത് അവന്റെ നാട്ടിൽ തന്നെയാണ്. अपने कारोबार में होता है, അവന്റെ കച്ചവടത്തിലായിക്കൊണ്ട്, बीवी बच्चों में होता है, അവന്റെ മക്കളിൽ, അവന്റെ കുടുംബത്തോടൊപ്പം, अपने रिश्तेदारों में होता है, അവന്റെ കുടുംബക്കാരോടൊപ്പം, अपने कुंबे कबीले में होता है. അവരുടെ നാട്ടില്, അവരുടെ കൂട്ടത്തിലായി, അവരുടെ കുടുംബത്തിലായിക്കൊണ്ട് तो अपने मकाम पर आदमी अपनी जात से दीन पर जमता हुआ दूसरों पर भी मेहनत करे, उसके लिए बुजुर्गों ने ये निजाम बनाया. അതുപോലെ തന്നെ നമ്മൾ നാട്ടിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പുറത്തുപോയി പരിശ്രമിക്കുന്നത് പോലെ നാട്ടിലായിരിക്കുന്ന സമയത്തും നമ്മുടെ കുടുംബത്തിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ഒരു രീതി ഈ പരിശ്രമത്തിലുണ്ട്. कि रोजाना के अपने सारे काम करते हुए आदमी अपने मकाम पर भी दीन का दाई हो. ദിവസേന നമ്മളുടെ എല്ലാ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ജോലികൾ ചെയ്യുന്നതിന് പുറമെ ദീനിന്റെ പരിശ്രമം ഒരാള് ദായി എന്ന നിലയിൽ നാട്ടിൽ ചെയ്യേണ്ടതുണ്ട്. अपना दीन सीखते हुए दूसरों को सिखाने वाला हो. ദിവസേന നാട്ടിൽ ദീനനുസരിച്ചുള്ള ജീവിതം പരിശീലിക്കുകയും പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. खुद दीन समझता हुआ दूसरों को समझाने वाला हो. ദീൻ സ്വയം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കുന്നവനായി ദിവസേന അവൻ പരിശ്രമിക്കണം. अपनी 24 घंटे की जिंदगी में इसी फिक्र के साथ आदमी रहने वाला हो. 24 മണിക്കൂർ നമ്മുടെ ജീവിതത്തിൽ ഈ ചിന്തയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. हाँ, ताकि हर वक्त हर हाल में आदमी दीन का मददगार हो. എല്ലാ സമയത്തും നമ്മൾ ദീനിന്റെ ഒരു സഹായിയായി, ദീനിന്റെ ഒരു സേവകനായി മാറുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാക്കി തീർക്കണം. अल्लाह ताला की तरफ से ईमान वालों को इसका हुक्म दिया गया, या अय्युहल्लज़ीना आमनू कूनू अंसारल्लाह
ओ ईमान वालो, तुम अल्लाह के दीन के मददगार बन जाओ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു കൂനു അൻസാർ അല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ ദീനിനെ സഹായിക്കുവിൻ. ये अल्लाह ताला हमसे कह रहा है. ഇത് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുകയാണ്. कि तुम अल्लाह के यानी अल्लाह के दीन के मददगार बन जाओ. നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ സഹായികളാകുവിൻ. तो हम अल्लाह के दीन के मददगार हैं. നമ്മൾ അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുന്നവരായി മാറണം. ये हमारे लिए बहुत बड़ा शरफ है. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പദവിയാണ്. कि इतना बड़ा अल्लाह हमसे कह रहा है कि तुम दीन के मददगार बनो. ഇത്ര വലിയ അള്ളാഹു നമ്മളോട് ദീനിനെ സഹായിക്കാൻ വേണ്ടി പറയുകയാണ്. दुनिया का कोई बड़ा आदमी अपना कोई छोटा सा काम भी हमको बता दे, हमारे लिए शरफ की बात हो. ദുനിയാവിൽ ഏതെങ്കിലും ഒരു ഉന്നതനായ ഒരു വ്യക്തി അയാളുടെ ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അത് നമ്മൾക്ക് എത്ര വലിയ അന്തസ്സായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. कोई बहुत बड़े बुजुर्ग है, वो हमसे सिर्फ पानी मांग ले कि जरा पानी पिला दो, तो आदमी के लिए बड़ा शरफ है. ഒരു വലിയൊരു മഹാനായ ഒരാള് നമ്മളോട് പറയാണ്, എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിപ്പിക്കും. അപ്പൊ ആ വെള്ളം കൊണ്ട് കൊടുത്താൽ നമുക്ക് വലിയ സന്തോഷമാവും. നമ്മളോട് ആവശ്യപ്പെട്ടല്ലോ, എനിക്ക് അതൊരു ബഹുമാനമായല്ലോ. आदमी जिंदगी भर उसको याद रखता है. മനുഷ്യൻ ജീവിതകാലം മുഴുവനും അത് ഓർമ്മ വെക്കും. फला हजरत ने मुझे पानी मांगा था. ഒരു വലിയൊരു മഹാൻ ഉണ്ടായിരുന്നു, ഒരിക്കൽ അദ്ദേഹം ഞാൻ പാല് കൊടുത്തു, വെള്ളം കൊടുത്തു കുടിപ്പിച്ചു. मैंने उनको पानी पिलाया. ഞാൻ അദ്ദേഹത്തിന് വെള്ളം കുടിപ്പിച്ചു. आदमी अपने बच्चों को कहता है. അത് നമ്മുടെ മക്കളോട് പോലും നമ്മൾ ഊറ്റം കൊണ്ട് പറയും. उसको आदमी शरफ समझता है. അത് നമ്മളുടെ വലിയൊരു അന്തസ്സായിട്ട് നമ്മൾ മനസ്സിലാക്കും. इसलिए कि वो बड़े आदमी हैं. അദ്ദേഹം വലിയൊരു മഹാനാണ്. उनको तो पानी पिलाने वाले 50 आदमी मिल जाएंगे. അദ്ദേഹത്തിന് സേവകരായി വെള്ളം കുടിപ്പിക്കാനൊക്കെ കൂടെ എത്രയോ പേരുണ്ടായിരുന്നു. लेकिन हमको मौका मिल गया कि हमने उनको पानी पिलाया. നമുക്കൊരു അവസരം കിട്ടി അദ്ദേഹത്തിന് ഖിദ്മത്ത് ചെയ്യാൻ, വെള്ളം കുടിപ്പിക്കാൻ. हमको मौका मिल गया कि हमने उनकी खिदमत की. നമ്മൾക്കൊരു അവസരം കിട്ടി, നമ്മൾക്ക് അദ്ദേഹത്തിന് ഒന്ന് ഖിദ്മത്ത് ചെയ്യാൻ, വെള്ളം കുടിപ്പിക്കാൻ. उनको तो बहुत से आदमी मिल जाएंगे. എത്ര ആൾക്കാർ അദ്ദേഹത്തെ ചുറ്റും ഉണ്ടായിരുന്നെന്നറിയോ? ऐसे अल्लाह को तो बहुत से आदमी मिल जाएंगे. അള്ളാഹുവിന് എത്രയോ ആളെ കിട്ടാനുണ്ട്. उसके वहाँ कहाँ कमी है? അവന്റെ അടുക്കൽ എന്തിന്റെ കുറവാണ്? उसके पास तो हर चीज के खजाने हैं. അവന്റെ കയ്യിൽ എല്ലാത്തിന്റെയും ഖജനാവുകൾ അള്ളാഹുവിന്റെ കയ്യിൽ. हमारा शरफ है कि हम उसकी इबादत कर लें. പക്ഷെ അത് നമ്മൾക്ക് കിട്ടിയ ഒരു വലിയ നേട്ടമാണ്. അവന്റെ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി അവൻ നമ്മളോട് ചോദിച്ചു വന്നത്. ये हमारा शरफ है कि हम उसके दीन का काम करें. ഇത് നമുക്ക് കിട്ടിയ ഒരു മഹത്വമാണ്. ദീനിന്റെ പരിശ്രമം ചെയ്യാൻ നമുക്കൊരു വേള അവസരം കിട്ടി എന്നുള്ളത്. वो अल्लाह कह रहा है, ओ ईमान वालो, तुम मेरे दीन के मददगार बनो. ഇത് അള്ളാഹു നമ്മളോട് പറയുകയാണ്, സഹോദരന്മാരെ, മനുഷ്യരെ, സത്യവിശ്വാസികളെ, നിങ്ങൾ എന്റെ ദീനിനെ നിങ്ങൾ സഹായിക്കും. तो जो आदमी इस पुकार पर लब्बैक कहकर दीन का मददगार बनेगा, उसके लिए बहुत बड़ा शरफ है. ആര് ഈ അള്ളാഹുവിന്റെ ഒരു ആഹ്വാനം കേട്ട് അതിന് ലബ്ബൈക്ക് എന്ന് പറഞ്ഞു, അതിന് തയ്യാറായി, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവിതത്തിൽ അവന്റെ ഏറ്റവും വലിയ അന്തസ്സുള്ള കാര്യമാണ്. ये हमारे लिए इज्जत की बात है कि हम दीन के मददगार हों. ഇത് നമ്മുടെ അന്തസ്സിനെ, നമ്മുടെ അഭിജാത്യത്തെ വർദ്ധിപ്പിക്കും. और देखते भी हैं दुनिया में कि जो आदमी दीन की मदद के साथ, दीन की मेहनत के साथ चलता है, लोग उसकी इज्जत करते हैं. നിങ്ങൾ കാണുന്നില്ലേ, ലോകത്ത് ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി, ദീനിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന ആൾക്കാരെ മനുഷ്യന്റെ ഹൃദയത്തിൽ അവരോടുള്ള ഒരു ബഹുമാനം അല്ലാഹു വിട്ടുകൊടുക്കും. आदमी जब दीन की मेहनत में नहीं था तो महल्ले में भी कोई जानता नहीं था उसको कौन है. ദീനിന്റെ പരിശ്രമം ചെയ്യാത്ത കാലത്ത് നമ്മളെ ചിലപ്പോൾ നാട്ടിൽ ആരും മനസ്സിലാക്കിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. जरा दीन की मेहनत करना शुरू करता है तो लोग उसको मोहल्ले में पहचानते, कोई फला साहब है. जिले में जाता है तो वहां लोग उसको सलाम करते हैं. सूबे में जाते हैं, दूसरे जिलों में तो लोग सलाम करते उसको. എന്നെ ദീനിന്റെ പരിശ്രമത്തിലായി മനുഷ്യൻ തന്റെ സമയം ചെലവഴിക്കുമ്പോൾ അവനെ നാട്ടിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. മറ്റു ജില്ലയിൽ പോയി കഴിഞ്ഞാൽ അവർ പറയും ഇദ്ദേഹം ഇന്ന ആളാണ്. വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി കഴിഞ്ഞാൽ പറയും അദ്ദേഹം പറയും ഇദ്ദേഹം വലിയ ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആളാണ്. ജനങ്ങൾ നമ്മളെ പോലത്തെ സാധാരണക്കാരെ ബഹുമാനിക്കാൻ തുടങ്ങും. तो दीन की मेहनत में लगकर तो आदमी की कदर बढ़ जाती है. ഒരു മനുഷ്യൻ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവനെക്കുറിച്ചുള്ള മതിപ്പ് ജനങ്ങളുടെ ഹൃദയത്തിൽ കൂടുകയാണ് സാധാരണ ചെയ്യുക. उसकी इज्जत बढ़ जाती है. അവന്റെ അന്തസ്സ് വർദ്ധിക്കും. अपने सूबे के बाहर किसी और सूबे में आदमी जमात में जावे, लोग इस्तकबाल करते हैं, लोग सलाम करते हैं, इज्जत की नजर से देखते हैं. നമ്മുടെ രാജ്യം വിട്ട്, നമ്മുടെ സ്റ്റേറ്റ് വിട്ട് നമ്മൾ ഏതെങ്കിലും വേറൊരു രാജ്യത്ത് നമ്മൾ ജമാഅത്ത് പോയി കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണാറുണ്ട്, മനുഷ്യർ അവിടെ നമ്മളെ ബഹുമാനിക്കും, നമ്മളെ വരവേൽക്കും, നമ്മളെ ഭക്ഷിപ്പിക്കും, നമ്മളെ അന്തസ്സ്, നമ്മളെ ഇജ്ജത്ത് കൂടും. अब भी किसी मुल्क में जावे तो वहाँ इज्जत की नजर से देखा जाता है कि वे अल्लाह के रास्ते में आए हैं. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആൾക്കാർ വലിയ ബഹുമാനത്തോടു കൂടി നമ്മളെ കാണുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജനങ്ങൾ വന്നിരിക്കുകയാണ്, അവർ നമ്മളെ ബഹുമാനിക്കും. तो अभी तो शुरुआत ही की है आदमी ने. ഇവിടെ മനുഷ്യനാകെ ദീനിന്റെ പരിശ്രമം തുടങ്ങിയിട്ടേ ഉള്ളൂ. अभी तो खुद भी सीखने वाला है. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. जरा आदमी की निस्बत जुड़ गई दीन की दावत के साथ. നമ്മുടെ ബന്ധം ദീനിന്റെ പരിശ്രമമായി ഒന്ന് ചേർന്നിട്ടേ ഉള്ളൂ.
जरा सा आदमी ने अभी तो करना ही शुरू किया है, നമ്മളൊന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ ദീനിന്റെ പരിശ്രമം തുടങ്ങാൻ. अल्लाह ताला लोगों के दिल में मोहब्बत डाल देता है. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മളോടുള്ള मोहब्बത്തിനെ ഇട്ടുകൊടുക്കുന്നത്. बल्कि आप देखें एक नया आदमी है जो गुनहगार आदमी है, अभी तो बिस्तर उठा के चलना शुरू करता है, लोग मुसाफा करते हैं उससे. ഒരാള് അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ ആളാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്നാവാൻ വേണ്ടി ഒരു ബാഗ് എടുത്ത് അത് തന്റെ വിരുപ്പുമായി ഒന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, മനുഷ്യർ വന്ന് അദ്ദേഹത്തിന് മുസാഫ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. और उसको दुआ के लिए कहते हैं. എന്നിട്ട് അയാളോട് പറയും, അദ്ദേഹത്തിനോട് പറയും, നിങ്ങൾ നമ്മൾക്ക് വേണ്ടി ദുആ ചെയ്യണം. अभी तो उसने अपनी भी तौबा नहीं की है, ഇതുവരെ അവന്റെ തോബ, അവൻ ചെയ്ത തെറ്റുകുറ്റങ്ങളെ തോബ ചെയ്ത് പൊരുത്തപ്പെടിച്ചിട്ടില്ല. लेकिन लोग सुनते हैं कि जमात में जा रहे हैं, പക്ഷേ മനുഷ്യരും മനസ്സിലാക്കും അയാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജമാഅത്തിൽ പുറപ്പെട്ടിരിക്കുകയാണ്. उससे मुसाफा करके उसको कहते हैं कि आप हमारे लिए दुआ करना. എന്നിട്ട് അവന്റെ കൈപിടിച്ച് ജനങ്ങൾ പറയും, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. तो ये अल्लाह की निस्बत की वजह से है. ഇത് മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശ്രമത്തിന്റെ ദീനിന്റെ പരിശ്രമത്തിനോട് ചേരുന്നതിന്റെ പേരിലാണ് आदमी की इज्जत बढ़ जाती है. മനുഷ്യന്റെ ഇജ്ജത്ത് വർദ്ധിക്കുന്നതാണ്. जब दुनिया में लोगों के दिलों में इज्जत बढ़ती है, वो अल्लाह की नजर में इज्जत बढ़ने की अलामत है. ഒരു മനുഷ്യന്റെ ഇജ്ജത്ത്, അന്തസ് ജനങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അവന്റെ അന്തസ് വർദ്ധിക്കുന്നു എന്നതിന്റെ ഒരു അലാമത്താണ്, അടയാളമാണ്. अब बंदा जितना काम करता जाएगा और अच्छा काम करता जाएगा, उतनी अल्लाह ताला उसकी दुनिया भी खुशगवार कर देगा. ഒരു മനുഷ്യൻ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നതിനനുസരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ദുനിയാവിന്റെ കാര്യങ്ങളും അള്ളാഹു അവന് എളുപ്പമാക്കിക്കൊണ്ടേയിരിക്കും. अल्लाह ताला दुनिया में भी इज्जत देगा, അവൻ ദുനിയാവിൽ തന്നെ അവന് അന്തസ് നൽകും. और असल इज्जत जो है वो आखिरत की है. ഏറ്റവും കിട്ടേണ്ട ഇജ്ജത്ത് ആഖിറത്തിലാണ്, അസൽ ആഖിറത്തിലാണ് കിട്ടേണ്ടത്. वहाँ आखिरत में अल्लाह ताला उन लोगों के साथ हमारा हशर कर दे जो दीन की खिदमत गुजार थे, जो दीन की मेहनत करने वाले थे. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ നമ്മൾ നാളെ ഉയർത്തി നിൽക്കുമ്പോൾ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ, ദീനിനു വേണ്ടി ത്യാഗം ചെയ്തവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ഉയർത്തി നിൽപ്പിക്കണം. അവിടെ നമ്മൾക്ക് അന്തസ്സ് കിട്ടണം. जो बंदे का असल शरफ है, ഇതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കിട്ടാനുള്ള ഏറ്റവും വലിയ ബഹുമതി. इसलिए कि असल इनाम का दिन वो है. ഏറ്റവും പ്രതിഫലം കിട്ടേണ്ട, ഇനാം കിട്ടുന്ന സ്ഥലം, സമ്മാനം നേടേണ്ട സ്ഥലം ആഖിറത്തിലെ उस ദിവസമാണ്. दिन जो इनाम पा गया वही असल है. ആര് അന്ന് സമ്മാനങ്ങൾ നേടിയോ അവൻ വിജയിച്ചു. जैसे दुनिया में भी जो है, जब स्कूल कॉलेज में छोटे छोटे फंक्शन होते हैं 15 दिन में, महीने में, 2 महीने में, लेकिन वो असल नहीं होते. സ്കൂളുകളിലെല്ലാം സാധാരണ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെച്ച് ഏതെങ്കിലും പ്രത്യേക ദിവസങ്ങളിൽ മനുഷ്യന് സമ്മാനങ്ങൾ കൊടുക്കുന്നത് പോലെ, എന്നാൽ അതൊന്നും യഥാർത്ഥമായ സമ്മാനദാനങ്ങളല്ല. कि 4 साल 5 साल के कोर्स के दरमियान में कितने सारे फंक्शन होते हैं. നമ്മളൊരു 5 വർഷത്തെ കോഴ്സ് എവിടെയെങ്കിലും പഠിക്കുകയാണെങ്കിൽ അതിനിടയിൽ സ്കൂളുകളിൽ, കോളേജുകളിൽ എത്ര ഫംഗ്ഷനുകൾ സാധാരണ ഇങ്ങനെ നടക്കാറുണ്ട്. लेकिन असल वो होता है जब आदमी का कोर्स खत्म होता है, उसमें जो नंबर लाया उसको बुलाया जाता है स्टेज पर. ആ 5 വർഷത്തിന്റെ ഇടയിൽ ചിലപ്പം പലപ്പോൾ എന്തെങ്കിലും സമ്മാനം കിട്ടുക, അതല്ല യഥാർത്ഥത്തിലുള്ള വിജയം. കോഴ്സ് കഴിഞ്ഞ് 5 വർഷത്തെ കോഴ്സ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ നമ്മൾക്ക് കിട്ടുന്ന പ്രശംസപത്രം, അവിടെ കിട്ടുന്ന അന്തസ്, അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന സമ്മാനം, പദവി, ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാംക്ഷിക്കേണ്ടത്. उस दिन उसको इनाम से नवाजा जाता है. അന്ന് അവന് ഒരു വലിയ സമ്മാനം കിട്ടും. वो मुल्क का कोई बड़ा आदमी आकर उसको इनाम देता है. അന്ന് ആ രാജ്യത്തിന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരാൾ വന്ന് അദ്ദേഹത്തിന് ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കൊടുത്തേക്കാം. वो असल दिन होता है कि आज उसको डिग्री का सर्टिफिकेट मिल गया. അന്ന് ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായി നമ്മൾ പരിഗണിക്കുന്നത്. ऐसे ईमान वालों के लिए असल दिन जो है वो क़यामत का दिन है. ഇതുപോലെ ഒരു മനുഷ്യൻ, ഈമാനുള്ളവർക്ക് ഏറ്റവും കൂടുതലായി പ്രതിഫലം കിട്ടേണ്ടത്, അവന്റെ അന്തസ്സ് കിട്ടേണ്ടത്, വിജയം കിട്ടേണ്ടത്, അത് ഖിയാമത്ത് നാളിൽ വെച്ചിട്ടാണ് അവന്റെ സമ്മാനം അവൻ നേടിയെടുക്കേണ്ടത്. दुनिया में की हुई मेहनतें, कोशिशें, इबादतें और जितने अमाल हैं, उसका बदला जो मिलेगा वो असल क़यामत में मिलेगा. ദുനിയാവിൽ നമ്മൾ ചെയ്ത എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും നമ്മുടെ പരിശ്രമങ്ങൾക്കും അതിനെല്ലാം പ്രതിഫലം കിട്ടേണ്ട ദിവസം, അത് പ്രതിഫല നാള്, അത് ഖിയാമത്ത് ദിവസമാണ്. और वही असल कामयाबी है. അതാണ് യഥാർത്ഥമായ വിജയം. तो इसलिए मौत तक इसको करते रहना. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മരണം വരെ ഈ പരിശ്രമം നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. सादत समझ के करना है. അത് ഒരു വലിയ ഭാഗ്യമായി മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. खुशी से करना है. വലിയ സന്തോഷത്തോടു കൂടി ചെയ്യണം. जिम्मेदारी का बोझ तो होता है. ഉത്തരവാദിത്തത്തോടുകൂടി, ഉത്തരവാദിത്ത ഭാരത്തോടുകൂടി, ഉത്തരവാദിത്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. दुनियावी कामों में भी आदमी को जिम्मेदारी का बोझ होता है. ദുനിയാവിലെ കാര്യങ്ങൾ, സാധാരണ ഉത്തരവാദിത്തങ്ങൾ കിട്ടുമ്പോൾ അതിന്റെ ഒരു ചുമതല നമ്മൾ ഏറ്റെടുക്കാറുണ്ട്. आदमी सादत समझ के करता है. അതെല്ലാം മനുഷ്യർ തന്റെ ഭാഗ്യമായിട്ടും അത് ഒരു വലിയ ഒരു ഹോണറായിട്ടും മനസ്സിലാക്കി ചെയ്യുന്നതാണ്. किसी को बड़ी जॉब मिल जाती है तो वो सादत समझ के करता है, फख्र से कहता है कि मैं फला जॉब पर हूँ.
ഒരു മനുഷ്യന് ഒരു വലിയ ജോലി കിട്ടി, അവന് വലിയ ബഹുമാനത്തോടുകൂടി ബഹുമതിയോടുകൂടി ഗർവോടുകൂടി പറയും, അത് തന്റെ ഒരു ഗർവായി അവൻ മനസ്സിലാക്കും. क्लास 1 ऑफिसर हूँ, അവൻ ഞാൻ क्लास 1 ഓഫീസറായി മാറി. बहुत बड़ी जिम्मेदारी होती है, അതിൽ വലിയ ചുമതലകളുണ്ട്. उस जिम्मेदारी का बड़ा बोझ होता है आदमी को, അതിന്റെ ഉത്തരവാദിത്തം അതൊരു വലിയ ഭാരിച്ച ജോലിയാണ്, ഉത്തരവാദിത്തമാണ്. रोजाना पाबंदी से जाना पड़ता है, കറക്റ്റ് സമയത്ത് തന്നെ പങ്ക്ച്വലായി നിഷ്ഠയോടുകൂടി കൃത്യനിഷ്ഠത പാലിക്കണം ആ ജോലിയിൽ. छुट्टी मुश्किल से मिलती है, വളരെ പ്രയാസപ്പെട്ടിട്ടാണ് അതിനിടയിൽ ഒഴിവുകൾ അവധി ദിനങ്ങൾ കിട്ടുന്നത്. हर 2-3 साल में डिस्ट्रिक्ट बदल जाती है, ഓരോ 2 വർഷം കൂടുമ്പോൾ ഓരോ ജില്ലകളിലേക്ക് ചിലപ്പോൾ എന്റെ ജോലി മാറ്റാറുണ്ട്. बल्कि स्टेट बदल जाते हैं, ആ സമയത്ത് ചിലപ്പോൾ സ്റ്റേറ്റുകൾ തന്നെ ചിലപ്പോൾ മാറി എന്നെ പോസ്റ്റ് ചെയ്യാറുണ്ട്. कभी ठंडे इलाके में, कभी गर्म इलाके में. ചിലപ്പോഴെല്ലാം ജോലി തണുത്ത സ്ഥലങ്ങളിൽ, തണുത്ത രാജ്യങ്ങളിൽ, ചിലപ്പോൾ ചൂടുള്ള രാജ്യങ്ങളിലേക്കും ട്രാൻസ്ഫർ. कभी कोई जबान का इलाका है, कभी कोई जबान वाला इलाका है. ചിലപ്പോൾ ചില പ്രത്യേക ഭാഷ സംസാരിക്കുന്ന സ്ഥലത്ത്, ചിലപ്പോൾ വേറെ ഭാഷ സംസാരിക്കുന്ന നാട്ടിൽ. बीवी बच्चों के भी मसाइल आते हैं, അപ്പോഴെല്ലാം ചിലപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഭാര്യ മക്കൾക്കെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടായി തീരാറുണ്ട്. लेकिन आदमी छोड़ता नहीं है काम. പക്ഷെ മനുഷ്യരാരും ആ ജോലി ഒരിക്കലും അതിന്റെ പേരിൽ ഒഴിവാക്കാറില്ല. इतने सारे बोझ के साथ भी इसको सादत समझता है कि मैं क्लास 1 ऑफिसर हूँ. ഈ പ്രയാസത്തിനിടയിലെല്ലാം അവൻ തന്നെ കുറിച്ച് മനസ്സിലാക്കും, ഞാനൊരു ഗ്രേഡ് 1 ഓഫീസറാണ്, क्लास 1 ഓഫീസറാണ്. ऐसे आदमी को बड़ी तनख्वाह मिलती है किसी काम में, तो आदमी उसके लिए मुल्क छोड़ के बाहर जाके काम करता है. വലിയ ശമ്പളം കിട്ടുന്ന സമയത്ത് നമ്മൾക്ക് കാണാൻ സാധിക്കും, മനുഷ്യൻ വേണമെങ്കിൽ തന്റെ രാജ്യം വിട്ട് പുറം രാജ്യങ്ങളിൽ പോയി പരിശ്രമിക്കും. बीवी बच्चे यहाँ है, वो अकेला रहता है. ഭാര്യയും മക്കളും അവന്റെ നാട്ടില്, അവൻ ഭാര്യയും മക്കളും ഇല്ലാണ്ട് പുറം നാടില്, വെളിനാടുകളില്. यहाँ गांव में बहुत बड़ा मकान है, वहाँ एक कमरे में रहता है. ഇവിടെ നാട്ടിലാണെങ്കിലും അവന്റെ വീട് വളരെ വലുതാണ്, പക്ഷെ അവിടെ ജോലി സ്ഥലത്ത് അവൻ വെളിനാടുകളില്, വിദേശത്ത് അവൻ ഒരു മുറിയിൽ താമസിക്കുന്നവനായി മാറും. यहाँ घर में रहे तो खूब आराम कर सकता है, वहाँ दिन भर काम करता है. ഇവിടെ ആണെങ്കിലോ വളരെയധികം ആസ്വാദനത്തോടു കൂടി വിശ്രമ ജീവിതം നയിക്കാൻ പറ്റും. അവിടെ ദിവസം മുഴുവനും പരിശ്രമിക്കേണ്ടി വരും. उस पर उसका बड़ा बोझ होता है. അത് അവന്റെ മേലെ വലിയ ഉത്തരവാദിത്തം, ഒരു ഭാരമാണ്. बीवी से दूर हैं, बच्चों से दूर हैं, खानदान से दूर हैं. ഭാര്യയിൽ നിന്നും ദൂരമാണ്, മക്കളിൽ നിന്നും ദൂരമാണ്, കുടുംബത്തിനെ കാണാൻ സാധിക്കുന്നില്ല, വളരെ വിദൂരത്താണവർ. अपने वतन से दूर हैं. സ്വന്തം മാതൃരാജ്യം വിട്ട് ദൂരത്താണവർ. कभी रमजान आता है, कभी ईद आ जाती है, उसमें റമദാനുകൾ വരും, പെരുന്നാളുകൾ വരും. बड़ा मुजाहदा होता है, വലിയ വിരഹം, വലിയ മുജാഹദ, ത്യാഗമാണ്. लेकिन फिर भी जॉब छोड़ता नहीं है. എന്നാലും അവന്റെ ജോലി അവൻ നഷ്ടപ്പെടുത്താറില്ല. बल्कि यहाँ वतन में आकर लोगों को फख्र से कहता है कि मेरी 2 लाख रुपए तनख्वाह है. നാട്ടിൽ വന്ന് അവൻ അവന്റെ കൂട്ടുകാരോട്, നാട്ടുകാരോട് വലിയ ഊറ്റം കൊണ്ട് പറയും, എനിക്ക് അവിടെ 2 ലക്ഷം രൂപ ശമ്പളമാണ്. और उसके अपने लिए इज्जत समझता है. അത് അവന്റെ ബഹുമതിയായി, അവന്റെ ഇജ്ജത്തായി അവൻ മനസ്സിലാക്കും. यहाँ लोगों पर फख्र करता है. അവൻ ജനങ്ങളുടെ മുമ്പിൽ വലിയ ഫഖറോടുകൂടി, ഗർവോടുകൂടി പറയും. अल्लाह की कुर्बानी कितनी बड़ी है, അഭിമാനത്തോടുകൂടി അവൻ പറയും. अल्लाह की कुर्बानी कितनी बड़ी है, അള്ളാഹുവിൻ कुर्बानी कितनी बड़ी देता है वो, फिर भी यहाँ फख्र करता है. ഈ ജോലിക്ക് വേണ്ടി അവൻ എത്ര വലിയ ത്യാഗം ചെയ്യുന്നു, എന്നിട്ടും വലിയ അഭിമാനത്തോട് കൂടിയിട്ടാണ് അവൻ പറയുന്നത്. ये कितनी बड़ी हमारे लिए सादत और शरफ की बात है कि हम अल्लाह के दीन के मददगार. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ ബഹുമതിയാണ്. നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ദീനിന്റെ ജോലി നമ്മളെ ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ്. और इस दीन की मदद पर अल्लाह की मदद हमारे साथ है. ഈ ദീനിന്റെ സഹായിക്കുന്നതിന്റെ പേരിൽ അള്ളാഹു നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ये अल्लाह ताला का इरशाद है. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. तुम मेरे दीन की मदद करो, मैं तुम्हारी मदद करूंगा. നീ എന്നെ സഹായിച്ചാൽ, എന്റെ ദീനിനെ സഹായിച്ചാൽ ഞാൻ നിന്നെ സഹായിക്കാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. और तुम्हारे कदम जमा दूंगा. ഞാൻ നിന്റെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്താം. अल्लाह ताला हमारी मदद करेगा और हमारे कदम जमाएगा. അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ കാൽപാദങ്ങളെ ഉറപ്പിച്ചു നിർത്തും. इसलिए पूरे यकीन के साथ काम करना है. അതുകൊണ്ട് മുഴുവൻ യക്കീനോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി ദീനിന്റെ പരിശ്രമം ചെയ്യണം. अल्लाह की मदद हमारे साथ, അള്ളാഹുവിന്റെ സഹായം നമ്മളെ കൂടെ കിട്ടും. और शरफ समझ के काम करना है. അതിനെ ഒരു ബഹുമതിയായി മനസ്സിലാക്കി നമ്മൾ ചെയ്യണം. कि हमारे लिए इज्जत की बात है कि हम अल्लाह का काम कर रहे അത് हैं. നമ്മുടെ അന്തസ്സിന്റെ ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ പരിശ്രമം നമ്മൾ ചെയ്യുന്നത്. हाँ, हमें इस पर गुरूर नहीं है. ഇതില് നമ്മള് അതില് ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം നടിക്കാൻ പാടില്ല. एक तो है कि आदमी शरफ समझता है.
ഒന്ന് ബഹുമതിയായ ഒരു കാര്യം മനസ്സിലാക്കൽ, लेकिन एक है कि आदमी इस पर तकब्बुर करता है। രണ്ട് അതിൽ അഹങ്കരിക്കൽ, ഗർവ് നടിക്കൽ. तो हम तकब्बुर नहीं करेंगे, നമ്മൾ ഒരിക്കലും ഇതിന്റെ പേരിൽ ഗർവ് നടിക്കുകയില്ല, അഹങ്കരിക്കുകയില്ല. अपने आप को बड़ा नहीं समझेंगे, നമ്മൾ ഒരിക്കലും നമ്മളെക്കുറിച്ച് നമ്മളൊരു വലിയ ആളാണെന്ന് നമ്മൾ കരുതുകയില്ല. दूसरे लोगों को छोटा नहीं समझेंगे, മറ്റുള്ളവര് അത് ചെയ്യാത്തവര് നമ്മളെക്കാളും ചെറുതാണെന്ന് നമ്മൾ ഒരിക്കലും കരുതുകയില്ല. बल्कि हम इस पर खुश हैं कि हम अल्लाह का काम करते हैं। മറിച്ച് നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ കിട്ടിയ ഭാഗ്യത്തിൽ സന്തോഷവാന്മാരാണ്, നമുക്ക് ഈ ജോലി ചെയ്യാൻ സാധിച്ചല്ലോ. जैसे अल्लाह ताला कहते हैं वक़ाल इन्ननी मिनल मुस्लिमीन, और कहे कि मैं भी मुसलमानों में से एक मुसलमान हूँ. ഏതുപോലെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വക്കാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ദീനിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയും, ഞാനും ഒരു സാധാരണ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ മാത്രമാണ്. तवाज़ु के साथ हम करेंगे, നമ്മൾ വിനയത്തോടു കൂടിയാണ് ഈ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത്. तकब्बुर के साथ नहीं करेंगे, ഒരിക്കലും അഹങ്കാരത്തോടെ ഗർവോട് കൂടിയിട്ടല്ല നമ്മൾ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത്. दूसरों को भी अपना भाई बना के करेंगे, മറ്റുള്ളവരെയും നമ്മുടെ സഹോദരന്മാരായി ചേർത്ത് പിടിച്ചിട്ടാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. बड़े बनकर नहीं करेंगे, ഒരിക്കലും ഒരു വലിയ ആളെന്ന നിലയിൽ അഹങ്കാരത്തോടു കൂടി ഞാൻ വലിയവനാണെന്നുള്ള ചിന്തയോടുകൂടി ചെയ്യരുത്. लेकिन हम खुश होकर काम करेंगे, നമ്മൾ വളരെ സന്തോഷവാന്മാരായിട്ടാണ് പക്ഷെ ദീനിന്റെ പരിശ്രമം ചെയ്യുന്നത്. और उस रास्ते में जो मशक्कत होगी, जो मुजाहिदा होगा, उसको बर्दाश्त करेंगे. ആ മാർഗത്തിൽ വരുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അതിനെ നമ്മൾ സന്തോഷപൂർവ്വം സഹിക്കാൻ തയ്യാറാവണം. इसलिए कि दीन का काम जो नफ्स के खिलाफ है, കാരണം ദീനിന്റെ ഈ പരിശ്രമം നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മുടെ നഫ്സിന്റെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി എപ്പോഴും അതിനെതിരായിട്ടാണ് ഉണ്ടാവുക. नबी अलैहिस्सलातु वस्सलाम को भी लोगों ने बहुत परेशान किया. നബിമാരെ പോലും മനുഷ്യര് സാധാരണ രീതിയിൽ ദീനിന്റെ പരിശ്രമം ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. खुद आप अलैहिस्सलातु वस्सलाम को लोगों ने बहुत परेशान किया. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലും ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. आपको लोगों ने गालियां दी, ജനങ്ങള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ധാരാളം പരിഹസിച്ചു. किसी ने आपको जादूगर कहा, ചില ആൾക്കാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മന്ത്രവാദി എന്ന് പറയുകയുണ്ടായി. किसी ने कहा ये काहिन है, ചില ആൾക്കാർ പറഞ്ഞു ഇദ്ദേഹം മായാജാലക്കാരനാണെന്ന് പറയണ്ടായി. और आपको सख्त ईजा पहुंचाई. പല രീതിയിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പീഡിപ്പിച്ചു. आपके ऊपर पत्थर फेंके लोगों ने, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്ലേറ് കൊള്ളേണ്ടി വന്നു. आपकी जान पर भी हमला किया, आपकी इज्जत पर भी हमला किया. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവന് നേരെ വധശ്രമങ്ങളുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അന്തസ്സിനെ കെടുത്തിക്കളയാൻ അവർ ശ്രമിച്ചു. इसलिए कि आप सही बात लेकर उठे थे. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിനു വേണ്ടി, ഹക്കിനു വേണ്ടി നിലനിന്നതിന്റെ പേരിലായിരുന്നു അത്. आप हक बात लेकर उठे थे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം ലോകത്ത് ഉണ്ടാക്കാൻ വേണ്ടി പരിശ്രമത്തിനായി നിലകൊണ്ടതിന്റെ പേരിൽ, लोगों को एक अल्लाह की तरफ बुलाते थे, മനുഷ്യരെ ഏകനായ അള്ളാഹുവിലേക്ക് വിളിച്ചതിന്റെ പേരിൽ, एक अल्लाह की इबादत की दावत देते थे, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞു. अच्छे अखलाक की दावत देते थे, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ നല്ല സൽസ്വഭാവത്തോടുകൂടി പരസ്പരം അനുവർത്തിക്കിൻ, गुनाहों को छोड़ने की दावत देते थे, നിങ്ങൾ ചെയ്യുന്ന തിന്മകളിൽ നിന്നും നിങ്ങൾ ദൂരമായിക്കിൻ, അതിനെ വർജിക്കിൻ, और नेकियों का हुक्म करते थे. आप നന്മ ജനങ്ങളോട് കൽപ്പിക്കുമായിരുന്നു. तो इस रास्ते में आपको भी झीलना पड़ा, बर्दाश्त करना पड़ा. ഇത് ഈ മാർഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. तो ऐसे क़यामत तक जो भी आप सल्लल्लाहु अलैहि वसल्लम के नक्शे कदम पर दीन का काम करेंगे, उनको बर्दाश्त करना पड़ेगा. ഇതുപോലെ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിനു വേണ്ടി പരിശ്രമിക്കുന്നോ, ത്യാഗം ചെയ്യുന്നോ, അവർക്കെല്ലാവർക്കും എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. आप अलैहिस्सलातु वस्सलाम को भी अल्लाह ताला की तरफ से हुक्म आया, वस्बिर कमा सबर उलुल अज़्म मिनर रुसुल, कि आप भी उसी तरह सबर करें जैसे आपसे पहले उलुल अज़्म नबियों ने सबर किया. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, നിങ്ങളും സബർ ചെയ്യുവിൻ, ഏതുപോലെ ഉലുൽ അസ്മിലുള്ള പ്രവാചകന്മാര് ദീനിന്റെ കാര്യത്തിൽ പരിശ്രമിക്കുമ്പോൾ ക്ഷമിച്ചതുപോലെ താങ്കളും ക്ഷമിക്കൂ നബിയെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയേണ്ടി വന്നു. तो आप अलैहिस्सलाम ने सबर किया, लेकिन लोगों को दीन की बात समझाई. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ക്ഷമിച്ചു, പക്ഷേ ജനങ്ങളുടെ ഇടയിൽ പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. आपका इत्तिबा करते हुए हमें भी ये करना है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റിക്കൊണ്ട്
നമ്മളും ഈ ദീനിന്റെ പരിശ്രമം ചെയ്യണം. अपने घर वालों को समझाना है, നമ്മുടെ കുടുംബക്കാരെ വീട്ടുകാരെ നമ്മൾ പറഞ്ഞു മനസ്സിലാക്കണം. अपने रिश्तेदारों को समझाना है, നമ്മളെ കുടുംബക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം. अपने मोहल्ले वालों को समझाना है, നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ പറഞ്ഞു മനസ്സിലാക്കണം. बस्ती वालों को समझाना है. നമ്മളെ കുടുംബത്തിലെ നാട്ടിലുള്ള ആൾക്കാരോട് ദീനിന്റെ കാര്യത്തെക്കുറിച്ച് പറയണം. जितना अल्लाह मौका दे हमें पूरी दुनिया में जाना है. അള്ളാഹു നമ്മളെ അനുവദിക്കുന്ന അത്രയും ലോകം മുഴുവനും യാത്ര ചെയ്ത് ദീനിന്റെ പരിശ്രമം ചെയ്യണം. जिन अल्लाह के बंदों ने इसकी नीयत की, आज वो दुनिया में अल्लाह का काम कर रहे हैं. ആരെല്ലാം ഈ കാര്യത്തിന് വേണ്ടി നിയത്ത് വെച്ചോ, ഇന്ന് ലോകത്ത് പല കോണുകളിൽ ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ട് ഈ ദീനിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. और वो ये शरफ हासिल कर रहे हैं. അവരെല്ലാരും ഈ ബഹുമതി നേടിക്കൊണ്ടേയിരിക്കുകയാണ്. കൂനു അൻസാർ അല്ലാഹ്, के दीन के मददगार बन जाओ. കൂനു അൻസാർ അല്ലാഹ്, നിങ്ങൾ ദീനിനെ സഹായിക്കുവിൻ. हम सब भी इसकी नियत करें कि इंशाअल्लाह दीन के मददगार बन के रहेंगे. നമ്മളെല്ലാരും നിയത്ത് വെക്കിൻ, ഇൻഷാ അല്ലാഹ് ദീനിനെ സഹായിക്കുന്നവരാവും എന്ന് നിയത്ത് വെക്കിൻ. ഇൻഷാ അല്ലാഹ്. कौन कौन नियत करते हैं? ആരെല്ലാം നിയത്ത് വെക്കുന്നു? മാഷാ അല്ലാഹ്. सब इसकी नियत, जहां रहेंगे दीन के मददगार बन के रहेंगे. നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് ആ ജീവിക്കുന്ന രാജ്യത്തെല്ലാം ദീനിന്റെ പരിശ്രമം ചെയ്യുമെന്ന് നിയത്ത് വെക്കിൻ. अपनी जात से दीन पर कायम रहेंगे. നമ്മുടെ സ്വയം ദീനിന്റെ പരിശ്രമത്തിനായി നമ്മൾ മരിക്കുന്നവരെ നിലകൊള്ളും. हुजूर अलैहिस्सलाम के तरीकों पर साबित कदम रहेंगे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന ജീവിത രീതിയിൽ നമ്മൾ ഉറച്ചു നിൽക്കും. और जहां जाएंगे लोगों को इसकी दावत देंगे. എവിടെല്ലാം നമ്മൾ പോകുന്നു അവിടെല്ലാം നമ്മൾ ജനങ്ങളെ ഈ കാര്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരിക്കും. जिस मशगले में हम होंगे उस मशगले के साथ इसको करेंगे. നമ്മൾ ഏതെല്ലാം മേഖലയിൽ വ്യാപൃതരാണോ തൊഴിൽ ചെയ്യുന്നു അവിടെല്ലാം ആ സ്ഥലങ്ങളിലും നമ്മൾ ദീനിന്റെ ദാവത്തിന്റെ പരിശ്രമം ചെയ്തുകൊണ്ടേയിരിക്കും. तिजारत के साथ, ज़िराअत के साथ, काश्तकारी के साथ, मुलाजमत के साथ, जिस काम में भी होंगे उस काम के साथ हम अल्लाह के दीन के मददगार बन के रहेंगे. അത് നമ്മുടെ കച്ചവട മേഖലയിലാണെങ്കിലും നമ്മുടെ തൊഴിലിലാണെങ്കിലും കാർഷിക മേഖലയിലാണെങ്കിലും ഏതെല്ലാം മേഖലയിലാണോ നമ്മൾ അവിടെല്ലാം ജോലിയിൽ നമ്മൾ ആ പ്രദേശത്തും ആ സ്ഥലത്തും ദീനിന്റെ പരിശ്രമം ചെയ്യുമെന്ന് എല്ലാവരും നിയത്ത് വെക്കും. इसके लिए बुजुर्गों ने ये चंद अमाल बताए हमको. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളെ മഹാന്മാർ ദീനിന്റെ പരിശ്രമത്തിന്റെ ചില ആമാലുകൾ നമ്മൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ताकि हर वक्त हर हाल में हम दीन के मददगार बन के रहें. അത് ചെയ്യുന്നത് കാരണമായി നമുക്ക് എല്ലാ സമയത്തും ദീനിന്റെ പരിശ്രമത്തിലായി ദീനിനെ സഹായിക്കുന്ന അമലുകൾ ചെയ്യാൻ നമുക്ക് സാധിക്കും. अपना दीन सीखते रहें, दूसरों को दीन सिखाते रहें. നമ്മൾക്ക് ആവശ്യമായ ദീൻ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കും, ദീനിന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും സാധിക്കും. इसके लिए हर मस्जिद में मस्जिदवार जमात कायम की गई. അതിനുവേണ്ടി എല്ലാ പള്ളികളിലും നമ്മൾ മസ്ജിദ് വാർ ജമാഅത്തുകൾ ഉണ്ടാക്കണം. कि सारे मुसल्ली जितने भी नमाज पढ़ने वाले सब मिलजुल कर बैठे. നമ്മളെ നാട്ടിൽ നമസ്കരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും അവരെല്ലാരും ദീനിന്റെ പരിശ്രമത്തിനു വേണ്ടി എല്ലാരും കൂടി ചേർന്നൊന്നിരിക്കൽ. ये हर मुसलमान का काम है. ഇത് നമ്മുടെ മാത്രം ജോലിയല്ല, എല്ലാ മുസ്ലിമീങ്ങളുടെയും ജോലിയാണ്. ये कोई 4, 5, 10 आदमियों की जमात नहीं है. ഇത് 4, 5, 10 ഏതെങ്കിലും 4-5 പേരുടെ ജോലിയല്ല, മുഴുവൻ നമ്മുടെ നാട്ടിൽ നിസ്കരിക്കാൻ വരുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും ജോലിയാണ്. मस्जिदवार जमात यानी मस्जिद में आने वाला हर मुसलमान. മസ്ജിദ് വാർ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്ന എല്ലാ മുസ്ലിമീങ്ങളുടെയും ജമാഅത്ത്. उसमें ताजिर भी हैं, काश्तकार भी हैं, मुलाजिम भी हैं, फकीर भी हैं, अमीर भी हैं, जवान भी हैं, बूढ़ा भी हैं, सब साथी हैं. അതിൽ എല്ലാ തുറയിലുള്ള ആൾക്കാരുണ്ടാവും. അതിൽ കച്ചവടക്കാരുണ്ടാവും, ജോലിക്കാരുണ്ടാവും, കൂലിക്കാരുണ്ടാവും, പണിക്കാരുണ്ടാവും, അതേപോലെ വിദ്യാർത്ഥികളുണ്ടാവും, പണക്കാരുണ്ടാവും, സാധുക്കളുണ്ടാവും, ദരിദ്രരുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കല്ലേ, सब मिलजुल कर बैठे. എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിരുന്ന് പരിശ്രമിക്കൽ, सब गौर व फिक्र करें. എല്ലാവരും കൂടി ചേർന്ന് ഒരു ചിന്ത ഏറ്റെടുക്കൽ. इसलिए किसी भी काम की इब्तिदा जो है वो फिक्र से होती है. ഏതെങ്കിലും ഒരു കാര്യം അത് തുടങ്ങുന്നത്, ഏതെങ്കിലും ഒരു ഉദ്യമം ഉണ്ടായിത്തീരുന്നത് തന്നെ ഒരു ചിന്തയിലൂടെയാണ്. कि मस्जिद में आने वाले 50-100 आदमी मिलजुल कर बैठे और ये गौर व फिक्र करे इस पर कि हमारी मस्जिद के अतराफ में रहने वाले एक एक मुसलमान मर्द का ताल्लुक मस्जिद से हो जावे और एक एक औरत जो है अपने घर में अल्लाह के अवामिर को पूरा करने वाली बन जावे. ഈ പള്ളിയിൽ ഇപ്പോൾ നമസ്കരിക്കാൻ വരുന്ന 50 പേര്, 100 പേര് ഇവർ ഒരുമിച്ച് ചേർന്നിരുന്ന് ഫിക്കർ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ഈ പള്ളിക്ക് ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും, അതിലുള്ള മുഴുവൻ ആണുങ്ങളും അവരുടെ ബന്ധം പള്ളികളുമായി ചേർക്കൽ, അവരെല്ലാവരും പള്ളിയുമായി ഇണക്കമുള്ളവരാവൽ, പള്ളിയിൽ വരുന്ന ആൾക്കാരായി മാറൽ. ആ നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളും അവരുടെ വീടുകളിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന സ്ത്രീകളായി മാറൽ. यही फिक्र पूरी दुनिया में जिंदा हो जावे. ഈ ഫിക്കർ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും ഉണ്ടായിത്തീരൽ ഇതിനു വേണ്ടിയിട്ടാണ്. रोजाना किसी एक नमाज के बाद बैठे, ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് ശേഷം നമ്മളെ നാട്ടിലുള്ള മുസ്ലിമീങ്ങളെ ആൾക്കാരെല്ലാരും മസ്ജിദ് വാറിന്റെയും മശൂറയ്ക്ക് വേണ്ടി ഒരുമിച്ചിരിക്കണം. और मिलजुल कर गौर व फिक्र करें. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നിരുന്ന് നമ്മൾ ചിന്തിക്കണം, इसको सोचें.
അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. फिर उसको अमली तौर पर काबू में लाने के लिए 2-2, 3-3 की छोटी छोटी जमातें बना ली. എന്നിട്ട് അതിന്റെ പരിശ്രമത്തിന് വേണ്ടി ഈ ഇരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്നും 3 പേര് 4 പേര് കൂട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി ജമാത്തുകളാക്കി മാറ്റൽ. और मस्जिद के अतराफ में जितने मकान हैं उन मकानों को इन जमातों पर तकसीम कर ले. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ നാട്ടിൽ എത്ര വീടുകളുണ്ടോ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പുകളാക്കി ചെറിയ ജമാത്തുകളാക്കി എത്ര ജമാത്തുകൾ ഉണ്ടാക്കിയോ ആ വീടുകളെ ഈ ജമാത്തുകൾക്കിടയിൽ വീതിക്കൽ. मसलन अगर 200 मकान हैं और 5 जमातें बनी हैं तो 40-40 घर एक जमात को दे दे. ഉദാഹരണത്തിന് നമ്മളെ നാട്ടിൽ 200 വീടുകളുണ്ട്, നമ്മളടുത്ത് 5 ചെറിയ ജമാത്തുകളുണ്ട്, മുലാഖാത്തിന് പോകാൻ പറ്റുന്ന 5 3 പേരുടെ ജമാത്തുകൾ ഉണ്ടെങ്കിൽ നമ്മൾ 40 വീതം വീടുകൾ ഓരോ ജമാത്തിനും നമ്മൾ എന്ത് ചെയ്യണം? വീതിച്ചു കൊടുത്തേക്കണം. जो चल फिर रहे ना साथी उनको बिठा दे ताकि वो भी ध्यान से सुने बात. നിങ്ങളെല്ലാവരും ഇരിക്കുന്നു, ഈ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇരുന്നോളൂ. ഇരുന്നു കൊണ്ടിട്ട് നിങ്ങൾ ഇരിക്കും, എന്നിട്ട് പാസ് ചെയ്താൽ മതി, നിങ്ങൾ നടക്കല്ലേ. നിങ്ങൾക്കും കേൾക്കാനുള്ളതാണ്, ഇതെല്ലാവരും കേൾക്കണം, എല്ലാവരും ചെയ്യണം. എല്ലാവരും അതാത് സ്ഥലത്ത് ഇരുന്നോളേ. വെള്ളം കൊടുക്കുന്ന ആൾക്കാർ ഇരുന്നിട്ട് കൊടുത്താൽ മതി, അങ്ങനെ നടന്ന് എല്ലാവരും കയ്യിൽ കൊടുക്കണമെന്നില്ല. इन बातों को हमें अच्छे तरीके से समझना है. ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കി ചെയ്യണം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. इसलिए कि हमें इसको जाके करना है. എന്തിനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? കാരണം ഇതാണ് നമ്മൾ ഇനി നാട്ടിൽ പോയി ചെയ്യാനുള്ള ജോലി. और फिर मुख्तलिफ इलाकों में जाकर हर मस्जिद में इस तरह करवाना है. നമ്മളുടെ നാടുകൾ വ്യത്യസ്ത നാടുകളാണ്. ആ നാടുകളിൽ പോയി നമ്മുടെ അവിടെയുള്ള വീടുകളിൽ പോയി നമുക്ക് ചെയ്യാനുള്ള ജോലിയാണിത്. ताकि हर मस्जिद में कुछ लोग ऐसे तैयार हो जावे कि जो अपने मोहल्ले में अपनी मस्जिद के अतराफ के मुसलमानों तक पहुंचने वाले बन जावे. നമ്മളെ എല്ലാ പള്ളികളിലുള്ള മുസ്ലിമീങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടണം. നമ്മുടെ പള്ളിയുടെ അതിർത്തിയിൽ ചുറ്റളവിലുള്ള മുഴുവൻ വീടുകളെയും വീതം വെച്ച് അവിടെ എല്ലാം നമ്മൾ ഓരോ വീടുകളായി ചെന്ന് കണ്ട് ഇവരെല്ലാ മുസ്ലിമീങ്ങളിലേക്കും എത്തണം. सिर्फ हमें इसको अपनी जात तक महदूद नहीं रखना है. നമ്മുടെ ഈ പരിശ്രമം നമ്മൾ മാത്രം ചെയ്യുക എന്നല്ല, എല്ലാരിലേക്കും എത്തിക്കണം. खुद अपनी जात से करना है और एक एक मुसलमान से करवाना है. നമ്മൾ സ്വയം ചെയ്താൽ പോരാ, നമ്മൾ ചെയ്യുകയും ചെയ്യണം. എല്ലാ മുസ്ലിമീങ്ങളെ കൊണ്ടും ഈ പരിശ്രമം അവരെ പ്രേരിപ്പിച്ച് ചെയ്യിപ്പിക്കണം. ताकि हर मुसलमान खुद अपनी जात से दीन पर चलने वाला बने और दूसरों से दीन की बात करने वाला बने. അങ്ങനെ ചെയ്യുന്നവരായി അവർ മാറിക്കഴിഞ്ഞാൽ അവർ സ്വയം ദീനനുസരിച്ചുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ നിലനിൽക്കും, അതിൽ പുരോഗതി ഉണ്ടാവും, അവരുടെ ദാവത്ത് മറ്റുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും. हुजूर अलैहिस्सलाम के जमाने में मुसलमान खुद अपनी जात से दीन पर चलने वाला था. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ സ്വയം ദീനനുസരിച്ചുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി അതിൽ പരിശ്രമിക്കുന്നവരായിരുന്നു. और जो जिस माहौल में होता था वहाँ दीन की मेहनत करने वाला था. അവർ ഓരോരുത്തരും ആരായി മാറി അവർ ഏത് നാട്ടിലാണോ ഉണ്ടായിരുന്നത് അവിടെയുള്ള പ്രദേശങ്ങളിൽ പ്രബോധനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പ്രേരണ കൊടുക്കാനുള്ള ഹെൽപ്പുള്ള ആൾക്കാരായി അവർ മാറി. दीन की बात एक दूसरों को कहने वाला था. അവർ ഓരോരുത്തരും ദീനിന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുന്നവരായി മാറി. एक दूसरों को दीन सिखाने वाले थे. മറ്റുള്ള പരസ്പരം ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരായി മാറി. तो बहुत आसानी के साथ दीन दुनिया में जिंदा हो गया. വളരെ എളുപ്പത്തിൽ ലോകത്ത് മുഴുവനും ദീൻ പരക്കുന്നത് അതുകൊണ്ട് കാരണമായി. आज भी अगर जो दीन पर चलने वाले मुसलमान हैं वो एक दूसरों को दीन की बात कहने वाले समझाने वाले बने तो आसानी के साथ घर घर में दीन पहुंच जाएगा. ഇതുപോലെ ഇന്നത്തെ കാലഘട്ടത്തിലെ മുസ്ലിമീങ്ങൾ ഓരോരുത്തരും ഈ പരിശ്രമം ഏറ്റെടുത്താൽ ലോകം മുഴുവനും അവരുടെ വീടുകളിൽ നാടുകളിലെല്ലാം ദീൻ പരക്കുന്നത് വളരെ എളുപ്പത്തിൽ പരക്കുന്നതിന് അതൊരു കാരണമായി തീരും. ये उसका आसान तरीका है. ഇത് അതിനു വേണ്ടിയുള്ള ഏറ്റവും എളുപ്പമായ രീതിയാണ്. इसलिए हर मस्जिद वार जमात जो है अपने साथियों की छोटी छोटी जमातें बनावे. അതുകൊണ്ട് എല്ലാ മസ്ജിദ് വാറുകളും അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടുകാർ എത്ര പേരുണ്ടോ അവരെ വീതിച്ച് ചെറിയ ചെറിയ ജമാത്തുകളാക്കി മാറ്റണം. और अपना रोजाना का वक्त तय करें. നിങ്ങൾ ദിവസേന പരിശ്രമിക്കുന്ന നിങ്ങളുടെ സമയത്തെ നിങ്ങൾ നേരത്തെ നിർണയിക്കണം. कम से कम 2.5 घंटा. ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 മണിക്കൂർ നേരം നമ്മുടെ നാടുകളിൽ പരിശ്രമിക്കാൻ വേണ്ടി അത് ഏത് സമയമാണെന്ന് നമ്മൾ നിശ്ചയിക്കണം. 3 घंटे 4 घंटा 5 घंटा जितना जिसके पास जायद वक्त है वो जायद दे. ആർക്കെങ്കിലും അതിനേക്കാൾ കൂടുതൽ കൊടുക്കാൻ കഴിവുണ്ട് എങ്കിൽ അവർ 2.5 എന്നുള്ളത് 3, 4, 5 പറ്റുന്നത്ര കൊടുക്കും. ये तो कम से कम है कि 24 घंटे का 10वां हिस्सा 2.5 घंटा है. ഏറ്റവും കുറഞ്ഞത് ഒരു 2.5 മണിക്കൂറെങ്കിലും. ആ 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്, അതിന്റെ ഒരു 10% എന്ന കണക്കിൽ इतना वक्त रोजाना दीन की दावत के लिए फारिग करें. ഇത്രയും സമയം ദിവസേന ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. कौन कौन करेंगे? അത് ആരെല്ലാം അങ്ങനെ കൊടുക്കാൻ തയ്യാറുണ്ട്?
माशाअल्लाह, सब नियत करें മാഷാഅല്ലാഹ്, നിങ്ങൾ എല്ലാവരും നിയത്ത് വെച്ചിരിക്കുകയാണ്. कि जितना हमारे पास जायद वक्त है, किसी के पास 4 घंटे हैं, किसी के पास 5 घंटे हैं, किसी के पास 6 घंटे हैं, वरना कम से कम 2.5 घंटा फारिग करेंगे. ഇനി നമ്മൾക്ക് കൂടുതൽ കൊടുക്കാൻ സമയമുണ്ട്. നമ്മളെടുത്ത് ഒരു ദിവസം 4 മണിക്കൂർ കൊടുക്കാം, 5 മണിക്കൂർ കൊടുക്കാം, 6 മണിക്കൂർ കൊടുക്കാം. ഇല്ലെങ്കിൽ ഏറ്റവും മിനിമം ഒരു 2.5 മണിക്കൂർ സമയം നമ്മൾ ഓരോരുത്തരും ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി ഒഴിവാക്കിയെടുക്കണം. और उसमें ये छोटी जमातें बनाकर घर घर जावे, എന്നിട്ട് അതിൽ നമ്മൾ ചെറിയ ജമാഅത്തുകൾ ഉണ്ടാക്കി വീടാന്തരം പോകണം. और घर में बैठकर हर मुसलमान भाई से बात करें. അവരുടെ വീടുകളിൽ പോയി ചെന്നിരുന്ന് എല്ലാ മുസ്ലിമീങ്ങളോടും ദീനിന്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കണം. जैसे हम अपने दुनियावी काम की गरज से किसी के घर जाते हैं, कोई अहम काम होता है तो घर में बैठते हैं, आराम से बैठकर बात करते हैं उससे. ഇന്ന് നമ്മൾ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നമ്മൾ ദുനിയാവിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ പോയി ചെന്ന് കണ്ട് അവരോട് കൂടിയിരുന്ന് വീട്ടിലിരുന്ന് സ്വസ്ഥമായി സംസാരിക്കുന്നത് പോലെ. कोई कारोबारी काम होता है, कोई मुआशरती लाइन का काम होता है, तो उसमें हम घर जाते हैं, बैठते हैं, आराम से बात करते हैं. എന്തെങ്കിലും കച്ചവടത്തിന്റെ ആവശ്യത്തിന്റെ പേരിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളുടെ പേരിലൊക്കെ നമ്മൾ മറ്റുള്ളവരെ വീട് സന്ദർശിച്ച് അവരെ വീട്ടിലിരുന്ന് ദീനിയ കാര്യങ്ങൾ സംസാരിക്കുന്നത് പോലെ एक दूसरों को बात समझाते हैं. ആ കാര്യങ്ങളിലൊക്കെ നമ്മൾ അവരെ വീടുകളിൽ പോയിരുന്ന് നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്. कभी उस बात में आधा घंटा लगता है, कभी 1.25 घंटा लग जाता है. ചിലപ്പോൾ നമ്മൾ അങ്ങനെ പോയി സംസാരിക്കുന്ന നമ്മുടെ ഭൗതികമായ കാര്യങ്ങളിൽ നമ്മൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ നമ്മൾ എടുക്കാറുണ്ട്. कभी 1 घंटा हो जाता है. ചിലപ്പോൾ നമ്മൾ 1 മണിക്കൂർ വരെ ചിലപ്പോൾ സംസാരിച്ചിരിക്കും. यह अहम काम है, जरूरी काम है. ചിലപ്പോൾ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമാണ്. ऐसे दीन की निस्बत पर एक दूसरों के घर जाना ഇതുപോലെ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി അങ്ങനത്തെ വീടുകളിൽ നമ്മൾ പോകണം. और बैठकर दीन की बातें करना, അവിടെ പോയി ഇരുന്ന് ദീനിന്റെ കാര്യങ്ങൾ സംസാരിക്കണം. इसका माहौल बहुत कम है. ഇന്ന് അങ്ങനെ ആ ഒരു മാഹോൽ, ഒരു അന്തരീക്ഷം, ചുറ്റുപാട് വളരെ കുറവാണ്. हालांकि हमारी बड़ी जरूरत है എന്നാലോ ഇത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയ ആവശ്യമാണ്. कि हम एक दूसरों के साथ खैरखाही करें. നമ്മൾ മനുഷ്യരുമായി ചേർന്ന് അഭ്യുദയകാംക്ഷ, മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം. अल्लाह ताला का इरशाद है, वल मुमिनून वल मुमिनात बादुहुम औलियाउ बाद यअमुरून बिल मारूफ व यनहौन अनिल मुनकर. कि ईमान वाले मर्द औरतें आपस में एक दूसरों के खैरखा हैं, वो एक दूसरों को भलाइयों की तरफ बुलाते हैं, बुराइयों से रोकते हैं. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, അതിന്റെ ആശയം എന്താണ്? മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അവർ പരസ്പരം നന്മ ആഗ്രഹിക്കുന്നവരാണ്, അവർ മറ്റുള്ളവരെ ഖൈർ ആഗ്രഹിക്കുന്നവരാണ്, അവർ പരസ്പരം നന്മ കൽപ്പിക്കുന്നവരാണ്, പരസ്പരം തിന്മ തടയുന്നവരാണ്, മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടുന്ന ഉപകാരങ്ങൾ ചെയ്യുന്നവരാണ്. ये रोजाना की मेहनत के जरिए से ये खैरखाही की जाती है. ഈ ദിവസേന നമ്മളോട് ചെയ്യാൻ പറയുന്ന ഈ മുലാഖാത്തിന്റെ പരിശ്രമം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് ഖൈർ കാഹ്, അവരുടെ നന്മ ആഗ്രഹിക്കൽ, അഭ്യുദയകാംക്ഷ, ഗുണകാംക്ഷ ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. इन मुलाकातों में हम दीन के फायदे बताएंगे. ആ മുലാഖാത്തിൽ നമ്മൾ ദീനിന്റെ ഫായിദ, ദീനനുസരിച്ച് ജീവിക്കാനുള്ള പ്രയോജനം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും. ईमान के फायदे बताएंगे. ഈമാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ പ്രയോജനം, അതിന്റെ ഗുണം. इबादत के फायदे बताएंगे. ഇബാദത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ ഫായിദ, അതാണ് നമ്മൾ പറയുന്നത്. इल्म और जिक्र के फायदे बताएंगे. ഇൽമിന്റെ, സിക്റിന്റെ ഗുണങ്ങൾ, അതിന്റെ മഹത്വങ്ങൾ. अखलाक और खिदमत के फायदे बताएंगे. അഖ്ലാഖ് ഉണ്ടായിക്കഴിഞ്ഞാൽ, സൽസ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഖിദ്മത്തിന്റെ സേവന മനോഭാവം, ദീനിലെ സേവന മനോഭാവം, അതുണ്ടായാലുള്ള പ്രയോജനം. इखलास का फायदा बताएंगे. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇഖ്ലാസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവന്റെ അമലുകൾ, നിയത്തുകൾ നിഷ്കളങ്കമായാലുണ്ടാവുന്ന പ്രയോജനങ്ങൾ. और हर मुसलमान भाई को दीन पर चलने के लिए और दीन की मेहनत के लिए तैयार करना. എല്ലാ നമ്മളെ മുസ്ലിം സഹോദരന്മാരെയും ദീനിന്റെ മാർഗത്തിൽ ഒരു അല്പസമയം ഒഴിവാക്കിയെടുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടാലുള്ള ഗുണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കൽ, ഇതൊക്കെയാണ് നമ്മൾ പോയിട്ട് പറയുന്നത്. दीन की मेहनत के फायदे बताएंगे. ദീനിന്റെ പരിശ്രമത്തിന്റെ പ്രയോജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കും. कि दीन की मेहनत पर अल्लाह ताला दुनिया में हमें क्या देगा, आखिरत में क्या देगा, अल्लाह के इनामात बताएंगे. ദീനിന്റെ മാർഗത്തിൽ ഒരു മനുഷ്യൻ പരിശ്രമിച്ചാൽ ദുനിയാവിൽ അള്ളാഹു നൽകാൻ പോകുന്നത്, ആഖിറത്തിൽ നൽകാൻ പോകുന്ന പ്രയോജനങ്ങൾ, ഇതിനെക്കുറിച്ച് പറയും. हुजूर अलैहिस्सलातु वस्सलाम ने हर काम पर अल्लाह के इनामात बताए हैं. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താൽ എന്ത് കിട്ടും, അതിന്റെ പ്രയോജനങ്ങൾ, ഫളായിലുകൾ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ईमान लाने पर दीन में क्या फायदा है? ഈമാൻ കൂട്ടിയാൽ, ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്താണ് ഗുണം? कि जिसने कलमा पढ़ा है, आप अलैहिस्सलाम ने फरमाया, वो जरूर जन्नत में दाखिल होगा. ഒരാൾ കലിമ പറയുന്ന ഒരാളായി മാറി, അയാൾ കലിമ പറഞ്ഞാൽ, അവന്റെ അവസാന വാക്ക് കലിമയായി കഴിഞ്ഞാൽ അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും. ईमान के फायदे हैं. ഇത് ഈമാനിന്റെ പ്രയോജനങ്ങൾ, മഹത്വങ്ങളാണ്. तो हम रोजाना ईमान के फायदे बोलेंगे. നമ്മൾ ദിവസേന
ഈമാനിന്റെ ദീനിന്റെ പ്രയോജനങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ताकि हमारे अंदर भी ईमान की कीमत का हमें भी पता चले. നമ്മൾ അങ്ങനെ പറയുന്നത് കാരണമായി നമ്മൾക്കും അതിനെക്കുറിച്ചുള്ള ഒരു മഹത്വം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരും, മൂല്യങ്ങൾ മനസ്സിലാവും. इस वक्त हम लोग ईमान की कीमत भूल चुके हैं. ഇന്ന് നമ്മൾ ഈമാനിന്റെ മൂല്യം, ഈമാനിന്റെ വലിപ്പം, അതിന്റെ മതിപ്പ് നമ്മളിൽ കുറഞ്ഞു പോയിരിക്കുകയാണ്. इसलिए उसकी हिफाजत की फिक्र नहीं करते. അത് കാരണമായി അതിനെ സംരക്ഷിക്കാൻ, അതിനെ കോട്ടകെട്ടി കാക്കാൻ നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ചിന്ത കുറഞ്ഞുപോയി. आदमी के दिल में जिस चीज की कीमत होती है उसकी हिफाजत करता है. ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ വലിപ്പം, അതിന്റെ മഹത്വം, മൂല്യം മനസ്സിലായി കഴിഞ്ഞാൽ മനുഷ്യൻ അത് സംരക്ഷിക്കാൻ വേണ്ടി മെനക്കെടും. आदमी नई गाड़ी लाता है ना तो अंदर पार्किंग में रखता है. മനുഷ്യൻ ഒരു പുതിയ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാല് അവന്റെ വീട്ടിന്റെ ഉള്ളിലുള്ള പാർക്കിങ്ങിൽ കൊണ്ടുപോയി ആ കാറ് വെക്കും. थोड़ी देर के लिए भी बाहर नहीं छोड़ता उसे, കുറച്ചു നേരത്തേക്ക് പോലും വീട്ടിന്റെ റോട്ടിൽ വെക്കാൻ അവൻ തയ്യാറാവില്ല. कि कोई गाड़ी आ जाएगी उसको टक्कर लगा देगी, कोई बच्चे आ जाएंगे नुकसान पहुंचाएंगे. നമ്മൾ വീട്ടിന്റെ പുറത്തും കണ്ടു വെച്ചാൽ ഏതെങ്കിലും വണ്ടി വന്ന് മുട്ടിയാലോ, ഏതെങ്കിലും കുട്ടിക്ക് അതിന്റെ മുകളിൽ എന്തെങ്കിലും വരക്കാൻ തോന്നിയാലോ, क्योंकि नई गाड़ी है, कीमती गाड़ी है. കാരണം പുതിയ കാറാണ്, വില കൂടിയ കാറാണ്. और जब पुरानी बेकीमत हो जाती है तो आदमी कहीं भी छोड़ देता है उसे. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഈ വണ്ടിയെല്ലാം പഴയതായി കഴിഞ്ഞ് അതിനൊന്നും വിലയില്ലാണ്ടാവുമ്പോൾ നമ്മൾ അതിനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യും, എവിടെയെങ്കിലും ഇട്ടിട്ടൊക്കെ പോരും. रात में भी घर से बाहर छोड़ देता है उसको. ചിലപ്പോൾ രാത്രിയൊക്കെ വീട്ടിന്റെ പുറത്ത് തന്നെ പാർക്ക് ചെയ്തിടും. क्या उसको पता है कि इसकी कीमत ज्यादा नहीं, कोई ले नहीं जाएगा इसे. അവന് മനസ്സിലായി ഇനിയിപ്പോ ഇതിനൊന്നും വലിയ വില കിട്ടാനില്ല, ഇതെല്ലാം പഴകിയ വണ്ടിയായി. तो इस वक्त हमारे ईमान का हाल वैसा ही है, कहीं भी छोड़ देते हम. ഇന്ന് നമ്മുടെ ഈമാനിന്റെ അവസ്ഥ അതുപോലെയാണ്. നമ്മൾ എവിടെയെങ്കിലും എല്ലാം കളഞ്ഞിട്ട് വരും, എവിടെയെല്ലാം ഇട്ടിട്ട് പോരും. चंद पैसों के खातिर कहीं दे देते हैं. ഏതെങ്കിലും ചെറിയ പൈസന്റെ ലാഭം കിട്ടുമ്പോൾ ആദ്യം വിൽക്കുന്നത് നമ്മുടെ ഈമാനിനെയാണ്. जिम्मेदारियां छोड़कर उसको कमजोर कर देते हैं. നമ്മളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഒഴിവാക്കി നമ്മൾ വിട്ടിട്ട് പോരും, നമ്മുടെ ഈമാൻ ബലഹീനമായതിന്റെ പേരിൽ. ईमान बहुत कीमती चीज है. സഹോദരന്മാരെ, ഈമാൻ വലിയ വിലപിടിപ്പുള്ള വലിയൊരു സമ്പത്താണ്, അമൂല്യമാണ്. इसलिए ईमान के फायदे बताने, അതുകൊണ്ട് ഈമാനിന്റെ മഹത്വം, ഈമാനിന്റെ പ്രയോജനം നമ്മൾ ദാവത്ത് ചെയ്യണം, പറയാൻ തുടങ്ങണം. इबादत के फायदे बताने, ഇബാദത്ത്, അനുഷ്ഠാനങ്ങളുടെ മഹത്വങ്ങൾ നമ്മൾ പറഞ്ഞു തുടങ്ങണം. अल्लाह ताला ने इनामात बताए इबादतों पर. അല്ലാഹു സുബ്ഹാനഹു തആല വലിയ വലിയ സമ്മാനങ്ങൾ വെച്ചിട്ടുണ്ട് ഇബാദത്തിന്റെ മേൽ. फजाइल की किताबें भरी हुई है. ഫളായിലിന്റെ കിതാബ് നിറയെ അങ്ങനെ അമലുകൾ ചെയ്താലുള്ള മഹത്വങ്ങളാണ്. इसलिए हमारे यहाँ तालीम में फजाइल की किताबें पढ़ी जाती है. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ താലീമിൽ അമലുകളുടെ മഹത്വങ്ങൾ എന്ന കിതാബ് തന്നെ വായിക്കുന്നത്. फजाइल पढ़ने सुनने से जज्बात बनते हैं. ഒരു മനുഷ്യൻ ഒരു അമല് ചെയ്താൽ കിട്ടാൻ പോകുന്ന പ്രയോജനങ്ങൾ വായിച്ചാൽ അത് അതിന്റെ മഹത്വം അവന്റെ ഹൃദയത്തിൽ വരും, അവന്റെ അമലിൽ അത് വരുന്നതിന് കാരണമായി തീരും. अमल का शौक पैदा होता है. അവന് അമലിനോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങും. वरना अमल से वहशत हो जाती है. ഇല്ലെങ്കിൽ അമലിനോട് അവന് ഒരു വിരക്തി തോന്നി തുടങ്ങും. बोझ बन जाता है. ആ അമല് അവനൊരു ഭാരമായി തോന്നും. और अगर फजाइल उसके सामने है तो आदमी में रगबत होती है. മനുഷ്യൻ അതിന്റെ മഹത്വങ്ങൾ, ഫദായിലുകൾ വായിച്ചു തുടങ്ങുമ്പോൾ അതിനോട് അവന് പ്രിയം വരാൻ തുടങ്ങും. फजर की नमाज के फजाइल सामने नहीं है तो आदमी पर बहुत बोझ होता है. ഫജർ നമസ്കാരം, സുബഹി നമസ്കാരത്തിന്റെ മഹത്വങ്ങൾ എന്താണ്, അത് ചെയ്താൽ അത് നിസ്കരിച്ചാൽ പ്രയോജനം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഫജർ നമസ്കാരം, സുബഹിയുടെ നമസ്കാരം വലിയ പ്രയാസകരമാണ്. और नमाज की फजीलत सामने है कि हदीस में आप सल्लल्लाहु अलैहि वसल्लम ने फरमाया, मन सल्ला सुबह फहुव फी जिम्मतिल्लाह, कि जिसने सुबह की नमाज पढ़ी वो अल्लाह की जिम्मेदारी में आ गया. ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ സുബഹിയുടെ നമസ്കാരം നമസ്കരിച്ചാൽ അവന്റെ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ മേലാണ്, അള്ളാഹു അവന്റെ ജിമ്മേദാരി ഏറ്റെടുക്കുന്നതാണ്. आदमी शौक के साथ उठेगा. അവൻ ഒരു വലിയ ഉത്തരവാദിത്വത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി രാവിലെ എണീക്കും, നമസ്കരിക്കും. दूसरी एक जगह जो सुबह सुबह मस्जिद को जाता है उसके हाथ में इस्लाम का झंडा होता है. വേറൊരു ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് വേണ്ടി പോകുമ്പോൾ അവന്റെ കയ്യിൽ ഈമാനിന്റെ കൊടിയുമായി ഏന്തി പോകുന്നവനെ പോലെയാണ്. आदमी ऐसे तेजी से आगे बढ़ेगा जैसे झंडा उठाए सिपाही आगे फैलता है. അവൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അവന്റെ ഹൃദയത്തിൽ ഈ ഈമാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, അതിനെക്കുറിച്ച് വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കൊടിയുമായി പോകുന്ന ഒരാളെ പോലെ അവൻ വലിയ സന്തോഷത്തോടുകൂടി, വലിയ വേഗതയിലൂടെ പള്ളിയിലേക്ക് പോകും. ये इस्लाम का सिपाही है. കാരണം അവൻ ഇസ്ലാമിന്റെ ഒരു പട്ടാളക്കാരനെ പോലെ അവൻ പോകും. सुबह सुबह इस्लाम का झंडा उठाया जा रहा है. രാവിലെ തന്നെ ഇസ്ലാമിന്റെ കൊടി അത് എന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരനെ പോലെ അവൻ പള്ളികളിലേക്ക് കുതിക്കും. एक जगह अल्लाह हुजूर अलैहिस्सलाम ने फरमाया कि जो आदमी 5 वक्त की नमाज का एहतिमाम करेगा अल्लाह ताला उसको अपनी जिम्मेदारी से जन्नत में दाखिल करेगा. ഒരു ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ 5 നേരത്തെ നമസ്കാരം അവൻ ശരിയായ രീതിയിൽ ശ്രദ്ധിച്ച് നിർവഹിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. तो इस तरह ये तो एक अमर है नमाज.
ഇത് ഒരു നമസ്കാരത്തിന്റെ ഒരു അമലാണ്. ऐसे और दीन के जितने अमाल है, हर अमल पर अल्लाह की तरफ से उसका इनाम और बदला है. ഇത് ഒരു അമലാണെങ്കിൽ ഇതുപോലെ എല്ലാ അമലുകൾക്കും എന്താണ് പ്രയോജനം, പകരം അള്ളാഹു നൽകാൻ പോകുന്ന പ്രതിഫലം, അതിനെക്കുറിച്ച് ഫദായിലിന്റെ കിതാബിലുണ്ട്. फजाइल की इन किताबों में ये चीजें लिखी गई है. ഇതെല്ലാം ഫദായിലിന്റെ കിതാബിലെ ഷെയ്ഖുൽ ഹദീസ് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. रेट लिखा हुआ है, रेट भाव. ഓരോ അമലുകൾ ചെയ്താൽ അതിന്റെ റേറ്റ്, അതിന്റെ വില എന്താണ് എന്ന് എഴുതിയിരിക്കുകയാണ് ഹദീസിന്റെ കിതാബില്. वुजू का ये रेट है, नमाज का ये है, सदक़े का ये है, और सिला रहमी का ये है, रोजों का ये है, हज का ये है. हर चीज का भाव अंदर लिखा हुआ है. ഓരോ അമലുകളുടെയും റേറ്റ്, അതിന്റെ വില, ഒളുവിന്റെ റേറ്റ്, ഒളു ചെയ്താൽ എന്താ കിട്ടാൻ പോകുന്നത്, നമസ്കാരം ചെയ്താൽ എന്ത് കിട്ടും, അതിന്റെ റേറ്റ്, അതിന്റെ മൂല്യം, ഓരോ അമലുകളുടെയും മഹത്വങ്ങൾ ഹദീസുകളിൽ നിന്നും തെരഞ്ഞു പിടിച്ച് ഫദായിലിന്റെ കിതാബിൽ എഴുതിയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ്. आदमी जब रेट सुनता है ना, अपने काम का भाव क्या मिलेगा, उजरत क्या मिलेगी, बदला क्या मिलेगा, तो आदमी शौक से सामने से पेश करता है कि हमको काम दो. മനുഷ്യൻ തനിക്ക് കിട്ടാൻ പോകുന്ന ഉജ്ര, തനിക്ക് കിട്ടാൻ പോകുന്ന കൂലി, അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം മനസ്സിലാക്കിയാൽ മനുഷ്യൻ വലിയ ആനന്ദത്തോടു കൂടി ആ ജോലികൾ ഏറ്റെടുക്കും. 8 घंटे काम करेंगे तो 1000 रुपया, और 9 घंटे काम करेंगे तो 1200 रुपये, और 10 घंटे काम करेंगे 1500 रुपये, और 12 घंटे काम करो तो 2000 रुपये. तो आदमी कितने घंटे काम करेगा? 8 മണിക്കൂർ ജോലി ചെയ്താൽ 1000 റുപ്യ കിട്ടും. 9 മണിക്കൂറാണെങ്കിൽ 1200 റുപ്യ കിട്ടും. 10 മണിക്കൂറാണെങ്കിൽ 1500 റുപ്യ കിട്ടും. 12 മണിക്കൂർ ജോലി ചെയ്താൽ 2000 രൂപ കിട്ടും. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അതിൽ ഏതാണ് തിരഞ്ഞെടുക്കുക? कितना काम करेगा आदमी? 12 घंटे करेगा. അപ്പൊ എല്ലാരും 12 മണിക്കൂർ ജോലി ഏറ്റെടുക്കൂല്ലേ? कि आदमी के सामने उसका रेट है कि ये मिलने वाला है. മനുഷ്യന്റെ മുമ്പിൽ റേറ്റുകൾ തീരുമാനിക്കപ്പെട്ടാലാണ് മനുഷ്യൻ ആ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാവുക. अल्लाह ताला ने हर नेकी के काम पर उसका बदला रखा है. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ നന്മയുടെ ഈ അമലുകൾക്കെല്ലാം അള്ളാഹു എല്ലാത്തിനും ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്, മൂല്യം നിശ്ചയിച്ചിട്ടുണ്ട്. दुनिया की हर चीज तो खत्म हो जाने वाली है. ഈ ദുനിയാവിലുള്ള മുഴുവൻ വസ്തുക്കളും അത് നശിച്ചു പോകാനുള്ളതാണ്. आखिरत का बदला और आखिरत का सवाब हमेशा रहने वाला है. എന്നാൽ ആഖിറത്തിന്റെ പ്രതിഫലം, ആഖിറത്തിന്റെ സവാബ് അതെന്നും നിലനിൽക്കുന്നതാണ്, കൂടെ ഉണ്ടാകുന്നതാണ്. और दुनिया के बदले के मुकाबले में कहीं गुना ज्यादा बेहतर है. മാത്രമല്ല ദുനിയാവിൽ നമ്മൾക്ക് കിട്ടുന്ന പ്രതിഫലത്തിനേക്കാളും എത്രയോ മടങ്ങ് ഇരട്ടി വലുതാണ് ആഖിറത്തിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം. आखिरत के बदले की 2 सिफत है, एक तो बेहतर है और दूसरा बाकी रहने वाला है. खैरुम व अबqa. ആഖിറത്തിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കിട്ടാവുന്ന പ്രതിഫലത്തിന് 2 ഗുണങ്ങളുണ്ട്. ഒന്ന് അത് നല്ലതാണ്, കൂടിയതാണ്. 2 ബാക്കിയാവുന്നതാണ്. ഖൈറുൻ വ അബ്ക, ഖൈറുമാണ്, മാത്രമല്ല അത് ബാക്കിയാകുന്നതുമാണ്. कि वो हमेशा रहेगा, खत्म नहीं होगा. അതെന്നും നിലനിൽക്കും, ഒരിക്കലും അവസാനിക്കുകയില്ല. वो आदमी के पास से कहीं जाएगा नहीं. അവന്റെ കയ്യിൽ നിന്നും ഒരിക്കലും അത് നഷ്ടപ്പെടുകയില്ല. तो ये इसको सुनना है, हमें गौर से सुनना है. അതുകൊണ്ട് അത് കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. और इनफिरादी औकात में उसका मुताला करना है. മാത്രമല്ല ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഫദായിലിന്റെ കിതാബ് സ്വയവും ഒറ്റയ്ക്ക് വായിക്കണം. हाँ, हर जगह हर कंपनी में कोई लिटरेचर होता है, उसका लिटरेचर होता है. ഓരോ കമ്പനികളും ആ കമ്പനിയെ കുറിച്ച് ഒരു സ്വന്തമായിട്ട് ഒരു മാനുവൽ, ഒരു ലിറ്ററേച്ചർ ഉണ്ടാക്കി വെക്കാറുണ്ട്. वो कंपनी के काम वर्करों को पढ़ने के इसको पढ़ो आप. അവര് പറയും, അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കമ്പനിയിലുള്ള നിയമാവലികൾ ഇന്നതാണ്, അത് വായിക്കുന്നെന്ന് പറഞ്ഞ് തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാ ജോലിക്കാർക്കും ഒരു പുസ്തകം കൊടുക്കും. उनको पढ़ाते हैं, बताते हैं, सिखाते हैं. അത് അവരെ പഠിപ്പിക്കും, മനസ്സിലാക്കും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ये अल्लाह की तरफ से भेजा हुआ इल्म है. ഇത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും കിട്ടിയ വിവരങ്ങളാണ്, ഇൽമുകളാണ്. जो हर मुसलमान के लिए इसको पढ़े. എല്ലാ മുസ്ലിമീങ്ങളും ഇത് വായിക്കണം. ताकि अपने काम पर मिलने वाले बदले का पता चले. കാരണം അവൻ ചെയ്യുന്ന ജോലി, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകൾ, അതിന് പകരമായി അള്ളാഹു നൽകുന്ന പ്രയോജനങ്ങൾ എന്താണ് എന്ന് അവൻ മനസ്സിലാക്കണം. जब बदले का पता होगा तो आदमी शौक से काम करेगा. കിട്ടാൻ പോകുന്ന പ്രതിഫലം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യൻ വലിയ ആഗ്രഹത്തോടു കൂടി അമൽ ചെയ്യും. मदीना मुनव्वरा में खानदान आबाद था, मस्जिद नबी से थोड़े दूर रहते थे वो लोग. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു കബീല മദീന മുനവ്വറ പള്ളിയിൽ നിന്നും കുറച്ച് ദൂരത്ത് താമസിക്കുന്നവരായിരുന്നു. मस्जिद से करीब कोई जगह थी जो उनको मिल रही थी. പള്ളിയുടെ അടുത്ത് തന്നെ ഒരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു, അത് അവർക്ക് കിട്ടുമായിരുന്നു. तो उन्होंने इरादा किया कि हम वो दूर से करीब आ जाए. അപ്പൊ അവരുടെ വീടുകളുടെ ഒരു കൂട്ടം അതിനെ വിട്ടിട്ട് പള്ളിയുടെ അടുത്തേക്ക് താമസം മാറാൻ വേണ്ടി ആഗ്രഹിച്ചു. ताकि मस्जिद से करीब हो जाए. എന്നാൽ പള്ളിയുമായി അടുത്താകുമല്ലോ. अच्छी नीयत थी उनकी. അവരുടെ നിയ്യത്ത് വളരെ നല്ലതായിരുന്നു. हुजूर अलैहिस्सलाम को पता चला. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിവ് കിട്ടി. तो आप अलैहिस्सलाम ने उनको कहा कि तुम वहीं रहो जहाँ रहते हो.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് നിങ്ങൾ അവിടെ തന്നെ താമസിച്ചോളി, यानी वहीं दूर रहो, നിങ്ങൾ ദൂരത്ത് തന്നെ താമസിച്ചോളി. इसलिए कि तुम्हारे निशानात कदम लिखे जाते हैं. നിങ്ങളുടെ ഓരോ ചുവട്ടടികൾക്കും പകരമായി നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. तुम नमाज के लिए चल कर आते हो जाते हो, उस पर तुम्हारा सवाब लिखा जाता है. നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി വരുന്ന തിരിച്ചു പോകുന്ന നിങ്ങളുടെ ഓരോ ചുവട്ടടികൾക്കും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്. तो फिर वो वहीं से आते थे नमाज के लिए. അവർ അവിടെ നിന്ന് തന്നെ എന്നും നമസ്കാരത്തിനായി വരുമായിരുന്നു. तो करीब वालों को पता चला, അപ്പൊ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പ്രയോജനത്തിന്റെ കാര്യത്തെക്കുറിച്ച് അവർക്ക് മനസ്സിലായി. कि वो तो दूर से चलकर आते हैं, उनकी नमाज का सवाब बढ़ गया है. അപ്പം അവർക്ക് മനസ്സിലായി, പടച്ചോനെ ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നമസ്കാരത്തിന് നമ്മളെക്കാളും കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ, उनकी क्वालिटी अच्छी हो गई, അവരുടെ ക്വാളിറ്റി അവർക്ക് കൂടുതൽ പ്രതിഫലം കിട്ടാൻ പോവാണല്ലോ. और इनके मकान तो करीब थे. നമ്മളെ വീടാണെങ്കിൽ പള്ളിയുടെ അടുത്താണല്ലോ, अब इनको तो फासला नहीं है ज्यादा चलने का. നമ്മൾക്ക് പള്ളിയിലേക്ക് അധികം ദൂരമില്ലല്ലോ നടക്കാൻ. तो आपने उनको ये कहा था कि तुम्हारे निशानात कदम लिखे जाते हैं, यानी तुम्हारा कदम लिखे जाते हैं, कितने कदम होते हो. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, ഓരോ ചുവട്ടടികളും പടച്ചോനത് എഴുതി വെക്കുന്നതാണ്. तो ये करीब वालों ने छोटे छोटे कदम रखना शुरू किए. അപ്പൊ അടുത്ത് താമസിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അവർ വെക്കുന്ന ചുവട്ടടികൾ സ്റ്റെപ്പുകൾ അടുത്തടുത്ത് വെക്കാൻ തുടങ്ങി, കാലുകൾ ചേർത്ത് ചേർത്ത് വെച്ച് നടക്കാൻ തുടങ്ങി. ताकि हमारे कदम बढ़ जाए तो हमारा सवाब बढ़ जाए. അപ്പൊ ചുവട്ടടികൾക്കാണല്ലോ പ്രതിഫലം കിട്ടുന്നത്. അപ്പൊ അവരുടെ ചുവട്ടടികൾ അതിന്റെ വീതി സ്റ്റെപ്പിന്റെ ഡിസ്റ്റൻസ് അവർ ചെറുതാക്കി. आप सल्लल्लाहु अलैहि वसल्लम ने इस तरह शौक बढ़ाया. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ അമലുകൾ ചെയ്യാനുള്ള ആഗ്രഹങ്ങൾ ജനിപ്പിച്ചു. और सवाब बढ़ा दिया उनका. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് കിട്ടാവുന്ന പ്രതിഫലത്തെ വർദ്ധിപ്പിച്ചു. फजाइल की किताबों में लिखा हुआ है सब. ഫദായിലിന്റെ കിതാബിൽ ശൈഖുൽ ഹദീസ് സക്കരിയ റഹ്മത്തുള്ളാഹി എഴുതിയിട്ടുണ്ട്. तो हम इसको ध्यान से पढ़ें, सुने, सुनावें. അതുകൊണ്ട് നമ്മൾ ഇത് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കണം, മനസ്സിലാക്കണം, മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. लोगों को जाकर ये बताने का है. ഇത് ജനങ്ങളുടെ അടുത്ത് പോയി ചെന്ന് ഈ കാര്യങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. हमारी दावत ये है. ഇതാണ് നമ്മുടെ ദാവത്ത്. ईमान के फायदे बताएंगे, नमाज के फायदे बताएंगे, अखलाक के फायदे बताएंगे, इल्म हासिल करने के फायदे बताएंगे. നമ്മുടെ ജോലി തന്നെ ഇതാണ്. നമ്മൾ ജനങ്ങളുടെ അടുത്ത് പോയി ഈമാനിന്റെ മഹത്വങ്ങൾ പറഞ്ഞു കൊടുക്കണം, നമസ്കാരത്തിന്റെ മഹത്വം പറഞ്ഞു കൊടുക്കണം, നല്ല സ്വഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അഖ്ലാഖിന്റെ ഗുണം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം, ഇൽമിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കണം, ദിക്ർ ചെയ്താലുള്ള മഹത്വം മനസ്സിലാക്കി കൊടുക്കണം. हर काम के फायदे. എല്ലാ കാര്യങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും വലിയ പ്രതിഫലങ്ങളുണ്ട്. सिला रहमी का फायदा बताएंगे. മനുഷ്യൻ തന്റെ കുടുംബ ബന്ധത്തെ ചേർത്ത് വെക്കുകയാണെങ്കിൽ അതിന് കിട്ടാൻ പോകുന്ന പ്രതിഫലം. माँ बाप की खिदमत का सवाब बताएंगे. ഉമ്മയെ ബാപ്പയെ ഖിദ്മത്ത് ചെയ്യുകയാണെങ്കിൽ, സേവനം ചെയ്യുകയാണെങ്കിൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം. बच्चों की परवरिश के फायदे बताएंगे. നല്ല രീതിയിൽ നമ്മളെ മക്കളെ പരിപാലിച്ചാൽ കിട്ടാൻ പോകുന്ന പ്രതിഫലം. यतीम बच्चे को पालने के फायदे बताएंगे. ഒരു യതീമായ കുട്ടിയെ സംരക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം. हदीस में आता है कि जो आदमी यतीम के सर पर हाथ रखेगा उसके बालों के बराबर उसको सवाब मिलेगा. ഹദീസിലുണ്ട്, ഒരു മനുഷ്യൻ ഒരു യതീമായ കുട്ടിയുടെ തലയിൽ വാത്സല്യത്തോടു കൂടി ഒരു കൈവച്ചാൽ അവന്റെ നമ്മുടെ കയ്യിൽ തട്ടുന്ന മുടികൾ എത്രയാണോ അവന്റെ രോമങ്ങൾക്കനുസൃതമായി അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകും. भूखों को खिलाने का फायदा बताएंगे. വിശന്നവർക്ക് ഭക്ഷണം കൊടുത്താലുള്ള പ്രതിഫലം. प्यासों को पिलाने का फायदा बताएंगे. ദാഹിക്കുന്നവന് വെള്ളം കൊടുത്താലുള്ള പ്രതിഫലം. रमजान के महीने में इफ्तार कराने का फायदा बताएंगे. റമദാനിന്റെ മാസത്തിൽ നോമ്പ് തുറന്നാലുള്ള പ്രതിഫലം. ताकि ये फायदे सुनकर हर आदमी जो है उन फायदों को हासिल करने के लिए दुनिया में काम करे. അങ്ങനെ നമ്മൾ അവർക്ക് കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്താൽ മനുഷ്യന് പ്രയോജനങ്ങൾ മനസ്സിലാക്കി ആ പ്രയോജനം കിട്ടാൻ വേണ്ടി അവൻ ദുനിയാവിൽ അമലുകൾ ചെയ്യുന്ന ആളായിട്ട് മാറും. ये दुनिया की जिंदगी इसीलिए है. ദുനിയാവിന്റെ ജീവിതം ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. इसको आखिरत की खेती कहते हैं. ഇതിന് ആഖിറത്തിന്റെ കൃഷി എന്നാണ് ഈ ദുനിയാവിനെ കുറിച്ച് പറയുന്നത്. जो यहाँ बोएगा वहाँ काटेगा. ആര് ഇവിടെ വിതയ്ക്കുന്നുവോ അവനാണ് അവിടെ കൊയ്യുന്നത്. आदमी ने यहाँ नेकियां की हैं तो नेकियों का वहाँ बदला पाएगा. ആര് ഇവിടെ നന്മ ചെയ്യുന്നുവോ അവൻ ആഖിറത്തിൽ പോയി അതിന്റെ പ്രതിഫലം നേടിയെടുക്കും. और गुनाह किया है तो गुनाह का बदला मिलेगा. ഇവിടെ നമ്മൾ തിന്മകൾ ചെയ്താൽ തിന്മയുടെ പ്രതിഫലം നാളെ ആഖിറത്തിൽ നിന്ന് ഏറ്റുവാങ്ങണം. ये रोजाना की मुलाकातों में ये बातें बतानी है. നമ്മൾ ദിവസേന പോയി ജനങ്ങളടുത്ത് പോയി കണ്ട് ഈ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. हजरत जी रहमतुल्लाह अलैह फरमाते हैं तश्कील और खुरूज तो हमारा छठा नंबर है. തശ്കീല്, ഖുറൂജ്, അള്ളാഹിന്റെ മാർഗത്തിൽ ജനങ്ങളെ പുറപ്പെടുവിക്കൽ, അള്ളാഹിന്റെ മാർഗത്തിൽ പുറപ്പെടൽ, ഇത് നമ്മുടെ പരിശ്രമത്തിൽ ആറാമത്തെ ഒരു നമ്പറാണ്, ആറാമത്തെ കാര്യമാണ്. उससे पहले 5 नंबर है. അതിനു മുമ്പായി 5 ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പറയാറുണ്ട്. ईमान की बातें हैं, नमाज और इबादत की बातें हैं, इल्म और जिक्र की बातें हैं, अखलाक और इकराम की बातें हैं, ऐसे इखलास हैं.
फिर उसके बाद तश्कील है। അതിനു മുമ്പായി നമ്മൾക്ക് ഈമാനിന്റെ മഹത്വങ്ങൾ പറയണം, ഈമാനിന്റെ കാര്യങ്ങൾ പറയണം. നമസ്കാരത്തിന്റെ മഹത്വം, അതേപോലെ ഇൽമ് അറിവുണ്ടാക്കുന്നത്, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നത്, നല്ല സൽസ്വഭാവ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത്, ഇക്റാം മുസ്ലിമീങ്ങളെ ബഹുമാനിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മുടെ നിയത്തുകളെ നിഷ്കളങ്കമാക്കൽ, ഇങ്ങനെ 5ഓളം കാര്യങ്ങൾ അതിന്റെ മുമ്പുണ്ട്. इन्हीं मुलाकातों में हर घर जाकर घर के जिम्मेदार को अपने बीवी बच्चों को दीन पढ़ाने सिखाने की तरगीब देंगे. മാത്രമല്ല നമ്മൾ പോകുന്ന എല്ലാ വീടുകളിലും ആ വീട്ടുകാരോട് പറയണം, നിങ്ങളെ വീട്ടിലുള്ള സ്ത്രീകളെ, നിങ്ങളെ വീട്ടിലെ കുട്ടികളെ നിങ്ങൾ ദീനിയായ ഈ കാര്യങ്ങൾ, ദീനിന്റെ അമലുകൾ, ദീനിന്റെ ഇൽമുകൾ പഠിപ്പിക്കണം. അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കണം. कि हमारे घर की औरतें और बच्चे भी जो हैं दीन पर चलने वाले बने. എന്തിനു വേണ്ടി? നമ്മളെ വീടുകളിലെ മുസ്ലിം വീടുകളിലെ പെണ്ണുങ്ങൾ, മുസ്ലിം വീടുകളിലെ കുട്ടികൾ അവരും ദീനിന്റെ കാര്യങ്ങൾ പഠിക്കണം, ദീനനുസരിച്ച് ജീവിക്കുന്നവരാകണം. हर घर में 100% नमाज जिंदा हो जावे. എല്ലാ വീടുകളിലും 100% ദീൻ ഉണ്ടായിത്തീരണം. हर मुसलमान खातून भी 5 वक्त की नमाज पढ़ने वाली बने. എല്ലാ മുസ്ലിം സ്ത്രീകളും 5 നേരം നമസ്കരിക്കുന്നവരായി മാറണം. हर मुसलमान खातून हुजूर सल्लल्लाहु अलैहि वसल्लम का तरीकों का इत्तिबा करने वाली बने. എല്ലാ സ്ത്രീകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഴികളെ പരിപൂർണമായി പിൻപറ്റുന്ന സ്ത്രീകളായിട്ട് മാറണം. अपने बच्चों की बेहतरीन तरबियत करने वाली बने. ആ സ്ത്രീകളെല്ലാം ആരായി മാറണം? അവരുടെ മക്കൾക്ക് തർബിയത്ത് കൊടുക്കുന്ന, ശിക്ഷണം നൽകുന്ന നല്ല മാതാക്കളായി ആ പെണ്ണുങ്ങൾ മാറണം. बचपन से ही बच्चों को इस्लामी तरबियत करे वो. ചെറുപ്പം മുതൽ തന്നെ മക്കളെ ദീനിയായി വളർത്തുന്ന സ്ത്രീകളായി നമ്മുടെ മുസ്ലിം വീട്ടുകളിലെ സ്ത്രീകൾ മാറണം. घर में हुजूर सल्लल्लाहु अलैहि वसल्लम वाली मुबारक मुआशरत को जिंदा करे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന സാഹോദര്യ കുടുംബ ബന്ധ രീതികൾ, മുആശിറ നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ മെനക്കെടുന്നവരായി മാറണം. हर घर में जाकर हर मुसलमान भाई को इस बारे में फिक्रमंद करना. ഇത് എല്ലാ വീടുകളിലും പോയി നമ്മളെ നാട്ടിലുള്ള എല്ലാ മുസ്ലിം സഹോദരന്മാരുടെ അടുത്ത് പോയി കണ്ട് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞ് അവരെ ഒരു ഫിക്കറുള്ള, ചിന്തയുള്ളവരാക്കി മാറ്റണം. कोई औरत भी बेदीन न रहे. നമ്മളെ നാട്ടിൽ ഒരു സ്ത്രീ പോലും ദീനില്ലാത്തൊരു സ്ത്രീ ഉണ്ടാവാൻ പാടില്ല. बच्चा भी बेदीन न रहे. നമ്മുടെ നാട്ടിൽ ഒരു കുട്ടിയിൽ പോലും ദീനില്ലാത്തൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. बल्कि हमारे घरों का माहौल ऐसा हो कि घर के माहौल में ही अच्छा खासा दीन हमारे बच्चे सीख लें. നമ്മളെ വീട്ടിലുള്ള അന്തരീക്ഷം എങ്ങനെയായി മാറണം? നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷത്തിൽ തന്നെ നിന്നുകൊണ്ട് നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ, സ്ത്രീകളിൽ ദീനിയായി ജീവിക്കാനുള്ള താല്പര്യം ഉണ്ടായിത്തീരണം. जैसे हुजूर अलैहिस्सलातु वस्सलाम के जमाने में घरों में माहौल ऐसा था कि अच्छा खासा दीन बच्चों को घर में ही मिल जाता था. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വീടുകളിൽ നിലനിന്നിരുന്ന അന്തരീക്ഷം എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വീട്ടിൽ ജീവിച്ചാൽ തന്നെ ദീനിന്റെ നല്ലൊരു പങ്കും പഠിക്കാനും അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാനും അത് തന്നെ മതിയായതായിരുന്നു. घर के माहौल में बच्चे ईमान सीखें. വീട്ടിലെ അന്തരീക്ഷത്തിൽ മക്കൾ ദീനിയായ കാര്യങ്ങൾ പഠിക്കും. नमाज घर में सीखें. നമസ്കാരം അവരവരുടെ വീടുകളിൽ തന്നെ ശീലമാവും, പഠിക്കും. घर के माहौल में सुन्नत वाली जिंदगी सीखें. വീട്ടിലെ അന്തരീക്ഷത്തിൽ തന്നെ അവരെല്ലാ സുന്നത്തുകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും. ये एक अमली चीज है. ഇത് ഒരു അമലിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കേണ്ട, പ്രാക്ടിക്കലായി ഉണ്ടാക്കി തീർക്കേണ്ട കാര്യമാണ്. और बच्चे जो है माँ की गोद में परवान चढ़ते हैं. നമ്മളെ മക്കള് നമ്മുടെ വീട്ടിലുള്ള ഒരു ഉമ്മയുടെ മടിത്തട്ടുകളിലാണ് വളരുന്നത്. उनका पहला मदरसा माँ की गोद है. അവർ ആദ്യത്തെ മദ്രസ ഉമ്മന്റെ മടിത്തട്ടാണ്. उस मदरसे से उनको ईमान मिल जावे, उनको तकवा मिले, उनको सच्चाई मिले, अमानतदारी मिले, दयानतदारी मिले. ആ മദ്രസയിൽ ഇരുന്നു കൊണ്ട് ആ ഉമ്മാന്റെ മടിത്തട്ടിൽ ഇരുന്ന് വിശ്വാസമുള്ളവരായിട്ട് മാറണം, സത്യസന്ധരായിട്ട് മാറണം, അമലുകൾ ചെയ്യുന്നവരായിട്ട് മാറണം, ദീനിനോട് കൂറുള്ളവരാവണം, സത്യസന്ധരായിട്ട് നമ്മുടെ മക്കൾ മാറണം. माँ की गोद में उनको इबादत का ज़ौक़ मिल जावे. മക്കള് ഉമ്മാന്റെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇബാദത്ത് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളതായി മാറണം. माँ की गोद में उनको अच्छे अखलाक मिल जावे. ഉമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നു കൊണ്ട് ഓരോ കുട്ടികളും സൽസ്വഭാവികളായി അതിന്റെ ആദ്യത്തെ പാഠം പഠിക്കണം. इसके लिए हर मुसलमान को इस पर तैयार करें कि वो अपने घर में फजाइल की किताबों की तालीम करें. ഇതിനുവേണ്ടി മുഴുവൻ മുസ്ലിമീങ്ങളുടെ ജീവിതത്തിലും ഇത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി അവരുടെ എല്ലാവരുടെയും വീടുകളിൽ ദിവസേന ഈ ഫദായിലിന്റെ താലീം അവരുടെ വീട്ടിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. फजाइल की किताबों में हज़रत शेख रहमतुल्लाह अलैह ने हिकायत सहाबा नकल किए. ഈ ഫദായിലിന്റെ കിതാബില് ഒരു കിതാബ് ഹിക്കായത്തു സഹാബാക്കളുടെ ചരിത്രം
അത് അതിലുണ്ട്. हुजूर अलैहिस्सलाम सहाबा, मुहाजिरीन, अंसार, अज़वाज मुतहरात और हुजूर सल्लल्लाहु अलैहि वसल्लम की बेटियों के वाक़यात हैं, किस्से हैं. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നബി തങ്ങളുടെ സഹാബാക്കൾ, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെൺകുട്ടികൾ, അവരുടെ എല്ലാവരുടെയും സംഭവങ്ങൾ, അവരുടെ എല്ലാം ജീവചരിത്രങ്ങൾ ആ കിതാബിലുണ്ട്. ഹിക്കായത്ത് സഹാബ. इंसान की तबीयत है कि वाक़यात से असर लेता है. മനുഷ്യന്റെ ഒരു പ്രത്യേകതയാണ്, മനുഷ്യൻ സംഭവങ്ങളിലൂടെ, കഥകളിലൂടെ, ചരിത്രങ്ങളിലൂടെ അവന് വലിയ സ്വാധീനമുണ്ടായിത്തീരും. सहाबा के अच्छे वाक़यात पढ़ेंगे, सुनेंगे तो अच्छा असर मिलेगा. സഹാബാക്കളുടെ കുറിച്ചുള്ള നല്ല കഥകൾ അവൻ മനസ്സിലാക്കി, ചരിത്രങ്ങൾ മനസ്സിലാക്കിയാൽ അത് അവനെ സ്വാധീനിക്കും. और बेदीन लोगों की और ऐसे यानी गुनहगारों की स्टोरीज और उनके वाक़यात घर में पढ़े सुने जाएंगे तो उनके वैसे जज्बात बनेंगे. ദീനില്ലാത്ത ആൾക്കാർ എഴുതുന്ന കിതാബുകൾ, അവരെ ചരിത്രങ്ങൾ, അവരെ കഥകൾ വായിക്കുമ്പോൾ അത് അവനെ സ്വാധീനിക്കും, അവനെ മോശക്കാരനാക്കും. അത് हमारे लिए आइडियल हुजूर सल्लल्लाहु अलैहि वसल्लम और सहाबा है. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതൃക ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സഹാബാക്കൾ, അവരാണ് നമ്മുടെ മാതൃക. अपने बीवी बच्चों को ये बात समझानी, നമ്മളെ മക്കളെ, നമ്മളെ ഭാര്യമാരെ ഈ കാര്യം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം. और उनके दिलों में हुजूर सल्लल्लाहु अलैहि वसल्लम की, आपके अज़वाज की, आपके सहाबा की मोहब्बत उनके दिलों में पैदा करनी. നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ഭാര്യമാരുടെ ഹൃദയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിനോടുള്ള സ്നേഹം, സഹാബാക്കളോടുള്ള സ്നേഹം, അവരുടെ കുട്ടികളോടുള്ള സ്നേഹം, അവരുടെ ഭാര്യമാരോടുള്ള സ്നേഹം അവർ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം. उनके वाक़यात पढ़ेंगे तो उनकी मोहब्बत उनके दिल में पैदा हो जाएगी. അവരെക്കുറിച്ചുള്ള വാക്യ, അവരെക്കുറിച്ചുള്ള സംഭവങ്ങൾ, ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങളിൽ അവരോട് മതിപ്പുണ്ടാകും. बस हम इतना कर लें, നമ്മൾ ഇത്ര മാത്രം ചെയ്യേണ്ടതുള്ളൂ. कि उनके दिल में उनकी मोहब्बत पैदा कर दें. നമ്മൾ ചെയ്യേണ്ടതെന്നാണ് അവരുടെ ഹൃദയത്തിൽ സഹാബാക്കളെ കുറിച്ച് ഉള്ള ഒരു മൊഹബത്ത്, സ്നേഹം ഉണ്ടാക്കി കൊടുത്താൽ മതി. आगे का काम खुद ही हो जाएगा. അത് പിന്നീടുള്ള മുന്നോട്ടുള്ള ജോലികൾ അത് തന്നെ ഉണ്ടാക്കിക്കോളും. अब घर की औरतें, बच्चे, बच्चियां जो हैं वो उन्हीं का इत्तिबा करेंगे. നമ്മളെ വീട്ടിലുള്ള കുട്ടികൾ, പെൺകുട്ടികൾ, നമ്മളെ വീട്ടിലെ ആൺകുട്ടികൾ, അവര് പിൻപറ്റാൻ തുടങ്ങും സഹാബാക്കളെ. और फख्र के साथ करेंगे. അവര് അത് വലിയ ബഹുമതിയോടുകൂടി, വലിയ ആനന്ദത്തോടുകൂടി അവർ ചെയ്യും. इसलिए कि जिससे मोहब्बत होती है आदमी उसी के पीछे जाता है. ആരെ സ്നേഹിക്കുന്നുവോ അവരെ പിൻപറ്റിയാണ് സാധാരണ ആൾക്കാർ ജീവിക്കുന്നത്. इन्नल मुहिब्ब लिमन युहिब्बु मुतीअहु, कि आदमी जिससे मोहब्बत करता है उसकी इताअत करता है. ആരെ സ്നേഹിക്കുന്നുവോ അവനെയാണ് ആൾക്കാർ പിൻപറ്റുക. हम इनके दिलों में अल्लाह की, रसूल सल्लल्लाहु अलैहि वसल्लम की, सहाबा की, अहले बैत की मोहब्बत पैदा करें. അതുകൊണ്ട് നമ്മുടെ കുട്ടികളില്, നമ്മുടെ സ്ത്രീകളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്, നബിതങ്ങളുടെ മക്കള്, നബിതങ്ങളുടെ ഭാര്യമാര്, അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹം ഉണ്ടാക്കി തീർക്കണം. ये मोहब्बत पैदा करने का तरीका है. ഇത് സ്നേഹം ഉണ്ടാക്കി തീർക്കാനുള്ള ഒരു വഴികളാണ്. कि उनकी जिंदगी के वाक़यात उनको सुनावे, അവരെ ജീവിതത്തെക്കുറിച്ചുള്ള സംഭവങ്ങൾ അവരെ മുമ്പിൽ വിവരിക്കൽ, उनका तारुफ करावे, उनको അവരെ പരിചയപ്പെടുത്തി മനസ്സിലാക്കി കൊടുക്കൽ. हुजूर सल्लल्लाहु अलैहि वसल्लम कौन है, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരായിരുന്നു, आपका मकाम क्या है, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര പദവി ഉണ്ടായിരുന്നു, खुलफाए राशिदीन कौन है, ഖുലഫാए റാഷിദീൻ അവർ ആരായിരുന്നു, उनका क्या मकाम और दर्जा है, അവരുടെ പദവി എന്താണ്, അവർക്ക് കിട്ടാൻ പോകുന്ന ദർജകൾ എന്താണ്, आप सल्लल्लाहु अलैहि वसल्लम की अज़वाज मुतहरात और उनका क्या मकाम है, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പത്നിമാർ അവർ നമ്മുടെ ആരാണ്, അവരുടെ പദവി എന്താണ്, आपकी बेटियां और उनके क्या दर्जे हैं, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺകുട്ടികൾ, അവരുടെ പദവി, അവരുടെ മഹത്വം, इन सब के वाक़यात हिकायत सहाबा में है. അവരെ കുറിച്ചെല്ലാമുള്ള സംഭവങ്ങൾ ഹിക്കായത്ത് സഹാബ എന്ന കിതാബിലുണ്ട്, ഫളായിലെ അമാലിൽ. जब घरों में इसको पढ़ा जाएगा तो बच्चों के सामने उनका तज़किरा आएगा. ഇത് നമ്മളെ വീട്ടിൽ നമ്മൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാമുള്ള ഒരു ചർച്ചകൾ നമ്മളെ വീട്ടിൽ ഉണ്ടാകുന്നതിന് കാരണമായി തീരും. बचपन से ही उनकी मोहब्बत उनके दिलों में आ जाएगी. ചെറുപ്പം മുതലേ ഈ സഹാബാക്കളോടുള്ള ഒരു മൊഹബത്ത്, ഒരു സ്നേഹം ഈ കുഞ്ഞു മക്കളിലെ, കുട്ടികളുടെ ഹൃദയങ്ങളിൽ ജനിക്കും. इन बच्चों के पूछेंगे आप क्या बनोगे तो कहेंगे कि मैं सहाबी बनूंगा. ഈ കുട്ടികളോട് നിങ്ങൾ വലുതായിട്ട് നിങ്ങൾ ആരാവണം, എന്താണ് നിങ്ങളുടെ അംബിഷൻ എന്ന് ചോദിച്ചാൽ കുട്ടികൾ പറയാൻ തുടങ്ങും, എനിക്ക് സഹാബിയാവണം, मैं सहाबा जैसा बनूंगा, ഞാൻ സഹാബാക്കളെ പോലെ ആകണമെന്ന് അവർ പറയും. बच्चियां कहेगी कि हम हुजूर सल्लल्लाहु अलैहि वसल्लम की बेटियों जैसी बेटियां बनेंगे. നമ്മളെ പെൺകുട്ടികൾ പറയാൻ തുടങ്ങും, ഞാൻ വലുതായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെൺകുട്ടികളെ പോലത്തെ പെൺകുട്ടികളാകണം എന്നവർ ആഗ്രഹിക്കും. बहुआ कहेगी कि हम हज़रत खदीजा का किरदार अदा करेंगे. നമ്മളെ വീട്ടിലുള്ള നമ്മളെ വീട്ടിൽ നമ്മളെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്ന പെൺകുട്ടികൾ അവർ പറയും, എനിക്ക് ഫാത്തിമയെ പോലെ ആകണം, हम हज़रत आयशा जैसा किरदार अदा करें. നമുക്ക് ആയിഷ റളിയല്ലാഹു തആല പോലെ ആവണം എന്ന് നമ്മുടെ സ്ത്രീകൾ പറയും. हमारे जिम्मे है कि हम उनके दिलों में इनकी मोहब्बत पैदा कर दें. നമ്മുടെ ഉത്തരവാദിത്തമാണ്
നമ്മളെ കൂടെ താമസിക്കുന്ന ആൾക്കാരുടെ ഹൃദയങ്ങളിൽ സഹാബാക്കളെ കുറിച്ച്, നബിമാരെ കുറിച്ച്, നബിമാരുടെ വീടിനെ കുറിച്ചുള്ള ബഹുമാനം ഉണ്ടാക്കിയെടുക്കൽ. फिर वो खुद अपने आप पढ़ेंगे इनको, പിന്നീട് അവര് അതിൽ മുന്നേറിക്കൊള്ളും സ്വന്തം തന്നെ. और उनकी नकल उतारेंगे അവരെ പിൻപറ്റിക്കൊണ്ട്, അവരെ പോലെ കോപ്പി അടിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നിൽ വെക്കും. कि वो रात में नमाज पढ़ने वाली थी तो ये रातों में नमाज पढ़ेगी. അവര് രാത്രികൾ നമസ്കരിക്കുന്നവരായിരുന്നല്ലോ, അതുകൊണ്ട് എനിക്കും രാത്രിയിൽ നിന്ന് നമസ്കരിക്കണം. वो दीन को सीखने वाली, सिखाने वाली थी तो फिर हमारे घर में वो माहौल बनेगा. നമ്മുടെ പെണ്ണുങ്ങൾ, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുകാര്, അവര് ദീൻ പഠിച്ചവരാണല്ലോ, ദീൻ പ്രചരിപ്പിച്ചവരാണല്ലോ, ഇൽമു പഠിച്ചവരാണല്ലോ. അപ്പൊ നമ്മുടെ വീട്ടിലെ ആൾക്കാരും ദീൻ പഠിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും കാരണമായി തീരും. ഫസായിൽ की तालीम से यही चाहा जा रहा है. ഇതാണ് ഫദായിലിന്റെ താലീം കൊണ്ട് ആഗ്രഹിക്കപ്പെടുന്നത്. कि हमारे जज्बात बदल जाए, നമ്മളുടെ ആവേശങ്ങൾ മാറണം. दुनिया से आखिरत की तरफ मुंतकिल हो ഇന്ന് നമ്മൾക്ക് ദുനിയാവിനോടുള്ള അഭിനിവേശം മാറി അത് ആഖിറത്തിനോടുള്ള അഭിനിവേശം ആവേശമാക്കി മാറ്റണം. ഗഫലत से इबादत और जिक्र की तरफ मुंतकिल हो जाए. വിസ്മൃതിയിൽ നിന്നും നമ്മളെ തിരിച്ച് അത് ദിക്റിന്റെ, അള്ളാഹിനെ കുറിച്ചുള്ള ധ്യാനത്തിന്റെ, ഓർമ്മയുടെ മാഹോയിലേക്ക് മാറ്റണം. और रस्म और रिवाज की नफरत दिल में बैठकर हुजूर सल्लल्लाहु अलैहि वसल्लम के मुबारक तरीकों की मोहब्बत पैदा हो जाए. മറ്റ് ചിട്ടവിട്ടങ്ങൾ, ആചാരങ്ങളെല്ലാം അതിനെ വെറുപ്പോടുകൂടി മാറ്റിവെച്ച് നമ്മൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യമായ മുബാറക്കായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകൾ നമ്മുടെ ജീവിതത്തിന്റെ മാതൃകയാവണം. करेंगे इंशाअल्लाह. ചെയ്യാൻ തയ്യാറല്ലേ എല്ലാവരും? ഇൻഷാഅല്ലാഹ്. कौन कौन नियत करते हैं? ആരെല്ലാം നിയത്ത് വെക്കുന്നു? മാഷാഅല്ലാഹ്, അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. रोजाना अपने घर में किताब पढ़ेंगे. ദിവസേന നമ്മുടെ വീടുകളിൽ കിതാബുകൾ വായിക്കണം. और बीवी बच्चों को लेकर बैठेंगे. നമ്മളെ ഭാര്യ മക്കളെ ചേർത്തിരുത്തി വായിക്കണം. प्यार मोहब्बत के साथ उनको लेकर बैठे. വളരെ സ്നേഹത്തോടുകൂടി, വാത്സല്യത്തോടുകൂടി അവരെ കൂട്ടിയിരുത്തി വായിക്കണം. हाँ, ताकि वो सुने इनको. അവര് അതെല്ലാം കേൾക്കണം. फिर वो खुद ही तैयार होंगे दीन पर चलने के लिए. അവര് ദീനനുസരിച്ച് ജീവിക്കാൻ അവർ സ്വയം തയ്യാറായിക്കോളും. खुद उनके दिलों में मोहब्बत पैदा होगी अल्लाह की, रसूल सल्लल्लाहु अलैहि वसल्लम की, अहले बैत की, सहाबा की. സ്വയം അവരുടെ ഹൃദയത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, അവരുടെ ഭാര്യമാരോട്, മക്കളോടുള്ള സ്നേഹം അത് താനെ തന്നെ അവരെ ഹൃദയത്തിൽ ഉണ്ടായിക്കോളും. अब वो जहाँ जाएंगे मोहब्बत लेकर जाएंगे. അവരെവിടെല്ലാം അവരെ ജീവിതത്തിൽ മാറ്റി അവർ താമസിക്കാൻ തുടങ്ങുന്നോ അവിടെല്ലാം ഈ സ്നേഹത്തോടുകൂടിയും അവരെ ഇഷ്ടം ഇതെല്ലാം അതായിക്കോളും. जहाँ जाएंगे वो अल्लाह के हुक्म के साथ रसूल सल्लल्लाहु अलैहि वसल्लम के तरीके पर साबित कदम रहेंगे. നമ്മളെ മക്കൾ എവിടെ പോയി മാറി ജീവിച്ചാലും ശരി, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളുടെ മാതൃകയിൽ അവർ ജീവിച്ചുകൊള്ളും. और ये 2.5 घंटे में कोशिश करनी है कि हर घर में इस तरह तालीम का हल्का शुरू हो जाए. ഈ 2.5 മണിക്കൂറുള്ള പരിശ്രമത്തിൽ എല്ലാ വീടുകളിലും പോയി ചെന്ന് ആ വീടുകളിലെല്ലാം താലീമുകൾ തുടങ്ങുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. तो 2.5 घंटे भी लगाएंगे इंशाअल्लाह. ഈ 2.5 മണിക്കൂർ ദിവസേന കൊടുക്കൂല നിങ്ങൾ എല്ലാവരും. और जैसे मैंने अर्ज किया कि जमातें बनाकर हर घर तक पहुंचे. നിങ്ങൾ ചെറിയ ചെറിയ ജമാഅത്തുകൾ ഉണ്ടാക്കി എല്ലാ വീടുകളിലും നിങ്ങൾ എത്തുമെന്ന് നിങ്ങൾ ഓരോരുത്തരും നിയത്ത് വെക്കി ഇൻഷാഅല്ലാഹ്. और हर मुसलमान से बात करें. എല്ലാ മുസ്ലിമീങ്ങളോടും നമ്മൾ സംസാരിക്കണം. कोई सुनेगा उसके पास भी जाएंगे, कोई नहीं सुनता है उसके पास भी जाएंगे. കേൾക്കുന്ന ആളാണ്, നമ്മളെ സ്വീകരിക്കുന്ന ആളാണ്, അവരോടും പോയി സംസാരിക്കണം. ചില ആൾക്കാർ കേൾക്കാൻ തയ്യാറില്ല, ചില ആൾ നമ്മളെ അടുപ്പിക്കുന്നില്ല, അവരെടുത്തും നിങ്ങൾ പോയി ദീനിന്റെ കാര്യം പറയണം. हम अपनी जिम्मेदारी पूरी करेंगे. നമ്മൾ നമ്മളുടെ ഉത്തരവാദിത്വം പൂർത്തിയാക്കണം. हम जाकर उनको सलाम करेंगे. നമ്മൾ പോയി അവരോട് സലാം പറയണം. सलाम का जवाब दे दे तो आगे बढ़ेंगे. അവര് സലാമിന് മറുപടി പറയും, നമ്മൾ പിന്നീടുള്ള കാര്യങ്ങൾ അവരോട് പറയണം. वरना हम उनको दुआ की दरखास्त करेंगे कि भाई साहब हम तो दीन सीखने के लिए निकले हैं, നമ്മൾ हमारे लिए दुआ करें. നമ്മൾ ആരെങ്കിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ പറയണം, നമ്മൾ ദീനായ കാര്യങ്ങൾ പഠിക്കുന്ന താല്പര്യത്തിൽ പുറപ്പെട്ടു വന്നവരാണ്, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരാണ്, നിങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. लेकिन हम अपनी तरफ से तय न करें कि इनको मिलना है, इनको नहीं मिलना है, इनके पास जाना है या नहीं जाना है, ये सुनेंगे नहीं सुनेंगे, ऐसा हम खुद तय न करें. പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സ്വന്തമായി തീരുമാനം എടുക്കരുത്. ഇയാൾ കേൾക്കാൻ സാധ്യതയുണ്ട്, ഇയാൾ ചിലപ്പോൾ കേൾക്കൂല, ഇയാൾ നമ്മളെ അംഗീകരിക്കൂല, ഇയാൾ ശ്രദ്ധിക്കൂല എന്നൊന്നും പറഞ്ഞ് നമ്മൾ മുൻധാരണ വെക്കരുത്. इसलिए कि दिल अदलता बदलता रहता है. കാരണം മനുഷ്യന്റെ ഹൃദയമാണ്, അത് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. किसकी हिदायत की घड़ी कब है हमको पता नहीं है. മനുഷ്യന്റെ ഹിദായത്തിന്റെ തീരുമാനം ഉണ്ടാകുന്ന ആ ഒരു നിമിഷം, ആ വേള മുഹൂർത്തം ഏതാണ് എന്ന് നമുക്കറിയില്ല. किसी के पास आज गए तो उन्होंने नहीं सुना, कल जाएंगे सुन लेंगे. ചിലപ്പോൾ ഒരാളെടുത്ത് ഇന്നലെ പോയപ്പോ അയാൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇന്ന് പോയാൽ ചിലപ്പോൾ അയാൾ കേൾക്കാൻ തയ്യാറാവും. हम तो अच्छी उम्मीद लेकर जाएंगे. നമ്മൾ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ പോവും. ताजिर आदमी अपना सामान पेश करता रहता है. കച്ചവടക്കാരൻ എന്താ ചെയ്യുന്നത്? അവന്റെ കച്ചവടത്തിലുള്ള മുഴുവൻ സാധനങ്ങളും പ്രദർശിപ്പിക്കും. 10 ग्राहकों में से 2 ले जाते हैं, 8 नहीं लेते. 10 കസ്റ്റമർ വരും, 10ൽ ചിലപ്പോൾ 2 ആളായിരിക്കും വാങ്ങുന്നത്, പക്ഷെ എല്ലാവരും മുമ്പിലും അവനവന്റെ സാധനം പ്രദർശിപ്പിക്കും. सबके सामने अपना सामान पेश करता है. അവൻ കച്ചവടത്തിൽ കടയിൽ വന്ന മുഴുവൻ ആൾക്കാരുടെ മുമ്പിൽ അവന്റെ കച്ചവട വസ്തുക്കൾ മുഴുവൻ പ്രദർശിപ്പിക്കും. बुलाता है, भाई साहब देख लो.
ആൾക്കാരെ വിളിക്കുന്നു, ഒന്ന് നോക്കിക്കോളി, ഒന്ന് കണ്ടോളിൽ. देखने के पैसे नहीं है, നിങ്ങൾ കാണുന്നതിന് നിങ്ങളൊന്നും തരേണ്ട ആവശ്യമില്ല, ഒന്ന് കണ്ടോളിൽ, मुफ्त में देखो, ഇതാ ഫ്രീ ആയിട്ട് കണ്ടോളിൽ. पसंद आवे तो ले लो, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോളിൽ, ना आवे तो कोई बात नहीं है. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ കുഴപ്പമില്ല. इस तरह से वो आमादा करता है, അങ്ങനെയാണ് നമ്മൾ ആൾക്കാരെ തയ്യാറാക്കുന്നത്. ना उम्मीद नहीं होता, ഒരിക്കലും നിരാശപ്പെട്ടിട്ടല്ല ഒരു കച്ചവടക്കാരൻ ഇതെല്ലാം ചെയ്യുന്നത്. मायूस नहीं होता. അവൻ ഒരിക്കലും നിരാശനാകാറില്ല. वही आदमी तिजारत कर सकता है, പ്രതീക്ഷയുള്ളവൻ അവന് മാത്രമേ കച്ചവടം ചെയ്യാൻ സാധിക്കൂ, वरना आदमी कारोबार नहीं कर सकता. ഇല്ലെങ്കിൽ അവന് ഒരിക്കലും കച്ചവടം ചെയ്യാൻ സാധിക്കില്ല. उसके लिए अच्छे गुमान की जरूरत होती है, അതുകൊണ്ട് വലിയ ശുഭപ്രതീക്ഷ ഉണ്ടാവൽ വലിയ ആവശ്യമാണ്. और हुस्न उस्लूब की जरूरत होती है. അതുപോലെ നല്ല രീതിയിൽ ജനങ്ങളുമായി സ്നേഹത്തോടുകൂടി ബന്ധം ഉണ്ടാക്കി വെക്കൽ. ऐसे दावत के काम में भी यही है, ഇങ്ങനെ ചെയ്താലേ ദാവത്തിന്റെ പരിശ്രമം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. सबसे अच्छा गुमान रखे, എല്ലാവരെ കുറിച്ചും നല്ല പ്രതീക്ഷ, നല്ല ചിന്ത, ശുഭാപ്തി വിശ്വാസം. कल जिन्होंने इनकार कर दिया उनसे भी अच्छा गुमान रखे, ഇന്നലെ നമ്മൾ പോയി കണ്ടപ്പോൾ തയ്യാറാവാത്ത അവൾ എതിര് പറഞ്ഞവർ, അവരെ കുറിച്ചും നല്ല പ്രതീക്ഷ. और हर वक्त अपना उस्लूब अच्छा रखे. എല്ലാ സമയത്തും അവരുമായിട്ടുള്ള ബന്ധത്തെ, ഇണക്കത്തെ നന്നാക്കി വെക്കൽ. हम किसी से नाराज नहीं होंगे, हम किसी से नाराज नहीं होंगे. നമ്മൾ ആരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, എതിരാവാൻ പാടില്ല. നമ്മുടെ രീതി എപ്പോഴും നന്നാക്കി വെക്കണം. कोई नाराज हो रहा है तो उसको हम राजी कर लेंगे. ആരെങ്കിലും നമ്മളോട് പിണങ്ങിയാൽ തന്നെയും നമ്മൾ അങ്ങോട്ട് പിണങ്ങരുത്. कैसे राजी करेंगे? നമ്മൾ അവരെ എങ്ങനെ ഇണങ്ങും? അവരുമായി सलाम करते रहेंगे, അവരോട് സലാം പറയണം. मौका ब मौका कुछ हदिया पेश करेंगे, അവരെ സന്ദർഭാനുസരണം അവർക്ക് എന്തെങ്കിലും ഹദിയകൾ നൽകണം, സമ്മാനങ്ങൾ നൽകണം. मौका होगा कुछ खिलाने पिलाने का तो हम पेश करेंगे. സന്ദർഭത്തിനനുസരിച്ച് അവർക്ക് എന്തെങ്കിലും നമ്മൾ ഭക്ഷിപ്പിക്കണം, അവരെ കുടിപ്പിക്കണം. तो इस तरह हम सबको राजी करेंगे. ഇങ്ങനെ മനുഷ്യരോട് ചേർന്ന് നല്ല രീതിയിൽ ജീവിതം വർത്തിക്കണം. हम किसी से नाराज नहीं है, നമ്മൾ ആരുമായി നമ്മൾ അങ്ങോട്ട് പിണങ്ങൂല. हम किसी के मुखालिफ नहीं है, നമ്മൾ ആർക്കും എതിരാകരുത്. और सबके साथ मोहब्बत के साथ पेश आएंगे. എല്ലാവരോടും നല്ല സ്നേഹത്തോടുകൂടി പെരുമാറണം. घर घर जाएंगे, എല്ലാ വീടാന്തരം പോകണം. खुले दिल से सलाम करेंगे, മനുഷ്യരോട് നല്ല തുറന്ന ഹൃദയത്തോടുകൂടി, വിശാല ഹൃദയത്തോടുകൂടി സലാം പറയണം. मुस्कुराते चेहरे मिलेंगे എപ്പോഴും നമ്മുടെ മുഖം അത് പുഞ്ചിരിച്ച മുഖമായിരിക്കണം. कि हमारा मुसलमान भाई है. ഇത് നമ്മുടെ ഒരു മുസ്ലിം സഹോദരനാണ്. हाँ, और जैसे मौका होगा हम उनकी खिदमत करेंगे. എന്തെങ്കിലും ഒരു വേള, ഒരു സാഹചര്യം വന്നാൽ അവർക്ക് എന്തെങ്കിലും ഖിദ്മത്ത് ആവശ്യം വരുമ്പോൾ നമ്മൾ അവരെ ഖിദ്മത്ത് സേവനം ചെയ്യണം. बीमार हो जाए तो इयादत करेंगे, അവരെങ്ങാണ്ടും സൂക്കേടായി അവർക്ക് രോഗം വന്നാൽ അവരെ രോഗസന്ദർശനം നടത്തണം. मुसीबत में आ जाए तो ताजियत അവർക്ക് करेंगे, എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവരെ പോയി സന്ദർശിക്കണം, ആശ്വസിപ്പിക്കണം. किसी का इंतकाल हो जाए तो हम जनाजे में शरीक होंगे, മരണമുണ്ടായെങ്കിൽ ആരുടെങ്കിലും ആ വീടുകളിൽ മരണം വന്നാൽ അതിലെ ജനാസയിൽ പങ്കെടുക്കണം, കൂടെ നിൽക്കണം. उनकी कोई खुशी होगी तो हम मुबारकबाद देंगे, അവർക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായി കഴിഞ്ഞാൽ അവരെ അനുമോദിക്കണം, പ്രശംസിക്കണം. ये इस्लाम के हक हैं, ഇത് ഇസ്ലാമിന്റെ ഹക്കുകളാണ്. जो एक मुसलमान पर दूसरे मुसलमान के लिए. ഇതൊരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനോടുള്ള ഹക്കാണ്, കടമയാണ്. उससे मिले तो सलाम करें, അവനെ കണ്ടാൽ സലാം പറയണം. बीमार हो इयादत करें, അവൻ രോഗിയായി കഴിഞ്ഞാൽ അവനെ രോഗസന്ദർശനം നടത്തണം. मुसीबत में आवे तो ताजियत करें, അപകടങ്ങൾ വന്നാൽ അവനെ പോയി സമാശ്വസിപ്പിക്കണം, താസിയത്ത് ചെയ്യണം. उसके वहाँ खुशी हो तो मुबारकबाद दें, അവന്റെ വീട്ടിൽ എന്തെങ്കിലും സന്തോഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവനെ പോയി അനുമോദിക്കണം, അവനെ പ്രശംസിക്കണം. उसका इंतकाल हो जावे तो उसके जनाजे के पीछे चले, അവന്റെ ജനാസ, അവിടെ മരണമുണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ പരിചരിക്കണം, അതിന്റെ പിന്നാലെ ഖബർസ്ഥാൻ വരെ. और ये सारे कामों पर भी सवाब हमको मिलेगा. ഈ ചെയ്യുന്ന എല്ലാ ജോലികൾക്കും പ്രതിഫലം നമ്മൾക്കാണ് കിട്ടാൻ പോകുന്നത്. सलाम में पहल करने वाले को सवाब ज्यादा मिलता है. ആര് സലാം ആദ്യം പറയുന്നുവോ അവനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടാൻ പോകുന്നത്. मुसलमान से मुसाफा करें तो हदीस शरीफ में आता है कि फरिश्ता इनके लिए मग़फ़िरत की दुआ करता है. ഒരു മുസ്ലിമിന്റെ കൈപിടിച്ച് അവൻ കൈപിടിച്ചാൽ, അള്ളാഹ് ഹസ്തദാനം ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് അവന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കും. बीमार की इयादत करें, हदीस शरीफ में आता है कोई आदमी बावुज़ू पैदल अपने मुसलमान भाई की इयादत के लिए सुबह जाएगा तो शाम तक 70,000 फरिश्ते उसके लिए मग़फ़िरत की दुआ करते हैं. ഒരാള് ഒരു രോഗിയെ ഒതുവോടുകൂടി നടന്നുപോയി കണ്ട് ഒരു രോഗസന്ദർശനം നടത്തി കഴിഞ്ഞാൽ ഹദീസിൽ വന്നിട്ടുണ്ട്, അവന് വേണ്ടി 70,000 മലക്കുകൾ, അവൻ കണ്ടത് രാവിലെ ആണെങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും. और शाम को इयादत करे तो सुबह तक 70,000 फरिश्ते मग़फ़िरत की दुआ करते हैं. അഥവാ അവൻ വൈകുന്നേരമാണ് രോഗിയെ കാണാൻ പോയത് ഇതുപോലെ എങ്കിൽ അവന് വേണ്ടി പകൽ വരെ 70,000 മലക്കുകൾ അവന്റെ മഗ്ഫിറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും. तो हम जहां उनके साथ सिला रहमी कर रहे हैं, उनको सलाम कर रहे हैं, मुसाफा कर रहे हैं, इयादत कर रहे हैं, तो उस पर अजर तो हमें ही मिल रहा है. നമ്മൾ മനുഷ്യരെ ഇണക്കാൻ വേണ്ടി, ദീനിയാക്കി മാറ്റാൻ വേണ്ടി, അവരെ ദീന്റെ പരിശ്രമത്തിന് തയ്യാറാവാൻ വേണ്ടി ബന്ധുത്വത്തെ ചേർക്കുന്ന
ചേർക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഈ മെനക്കെടലുകൾ, ഈ പരിശ്രമത്തിന് പകരം അള്ളാഹു ആണെങ്കിൽ നമുക്ക് പ്രതിഫലം ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കുകയാണ്. ये सारे हक इस्लाम के रिश्ते से हैं. ഇതെല്ലാം നമ്മൾ ഇസ്ലാമിന്റെ പേരിലാണ് പരസ്പരം ഈ കടമകൾ പൂർത്തിയാക്കുന്നത്. खानदानी रिश्तेदारी पर नहीं है. നമ്മളൊരു കുടുംബ ബന്ധത്തിന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. उसमें तो अजर और बढ़ जाएगा. അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുകയും ചെയ്യും. इसलिए इस्लामी रिश्ते से हम लोगों को सलाम करें. നമ്മൾ ഇസ്ലാമിന്റെ പേരിലുള്ള ബന്ധത്തിന്റെ പേരിലാണ് എല്ലാ മുസ്ലിമീങ്ങളുമായിട്ടുള്ള ബന്ധത്തെ നന്നാക്കി തീർക്കുന്നത്. फरमाया तुम जानते हो या न जानते हो सबको सलाम करो. നിങ്ങൾക്ക് അറിയുന്നവർ നിങ്ങൾക്ക് അറിയാത്തവർ എല്ലാവരോടും നിങ്ങൾ സലാം പറയും. और जितना हम कर सकते हैं हम लोगों की खिदमत करेंगे. എത്രമാത്രം നമ്മൾക്ക് സാധിക്കുമോ ജനങ്ങളുടെ ആവശ്യമായ സേവനങ്ങൾ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. अपनी जान से अपने माल से നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ഖിദ്മത്തുകൾ ചെയ്യണം. इनके जरिए से मेहनत के लिए जमीन हमवार हो जाती है. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മളെ പരിശ്രമത്തിന് വേണ്ടുന്ന രീതിയിൽ ഭൂമി മയപ്പെടുന്നത് പോലെ മനുഷ്യ ഹൃദയങ്ങൾ മയപ്പെടും. जो साथी भी इस तरीके से अपने मोहल्ले में बस्ती में इलाके में रहते हैं लोग उनसे जुड़ जाते हैं. ആര് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്റെ നാടുകളിൽ ചെയ്യുന്നുവോ അങ്ങനെ ചെയ്യുന്ന ആളുമായിട്ട് ആ നാട് മഹലിലുള്ള മുഴുവൻ മനുഷ്യരും അവനോട് അങ്ങോട്ട് ചെന്ന് ചേരും. और ऐसे साथियों से काम ज्यादा होता है. അങ്ങനെ ചെയ്യുന്ന കൂട്ടുകാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാര് അവര് ദീനിന്റെ പരിശ്രമത്തിൽ കൂടുതൽ മികച്ചവരായിരിക്കും, കൂടുതൽ പണികൾ ചെയ്യുന്നവരായിരിക്കും. इसलिए अपनी खिदमतें पेश करेंगे. അതുകൊണ്ട് നമ്മൾ അവരെ ഖിദ്മത്തുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം. और अच्छे अखलाक के जरिए से करीब करेंगे. ജനങ്ങളെ നല്ല സ്വഭാവം നമ്മുടെ സ്വഭാവം നല്ലതാക്കിക്കൊണ്ട് ജനങ്ങളെ നമ്മൾ അടുപ്പിക്കണം. इस रास्ते से जो बहुत सारे लोग जुड़ जाएंगे. ഈ പരിശ്രമത്തിലൂടെ അങ്ങനെ നമ്മൾ ചെയ്താൽ ധാരാളം ആൾക്കാർ പ്രവർത്തനത്തിനോട് വന്നു ചേരുന്നതാണ്. नए नए लोग भी करीब आ जाएंगे. വളരെ പുതിയ ആൾക്കാർ ദീനിന്റെ പരിശ്രമം ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും. इसलिए जिस माहौल में हम रह रहे हैं, जिस बस्ती में हैं, जिस गांव में हैं, जिस मोहल्ले में, जिस खानदान में, हम इन अमाल के साथ रहेंगे. എവിടെ ഏത് നാട്ടിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും നമ്മുടെ പ്രദേശങ്ങൾ ഏതാണെങ്കിലും ശരി ഈ പരിശ്രമം ചെയ്തുകൊണ്ട് ജനങ്ങളെ കൂട്ടാൻ വേണ്ടി നമ്മൾ മെനക്കെടണം. कौन से अमाल के साथ रहेंगे? ഏതെല്ലാം അമലുകളാണ് ഇപ്പോൾ പറഞ്ഞത്? कौन से अमाल के साथ रहेंगे हैं? പറയും. कौन से अमाल के साथ रहेंगे? ഏതെല്ലാം അമലുകൾ പറഞ്ഞു? सबको सलाम करेंगे. ഒന്ന് സലാം പറയണം, इयादत करेंगे, രോഗസന്ദർശനം നടത്തണം, ताजियत करेंगे, അപകടങ്ങൾ വന്നാൽ താജിയത്തിന് പോകണം, जनाजे के पीछे चलेंगे, ജനാസക്ക് പിന്നാലെ അനുഗമിക്കണം, अपनी जान माल से खिदमत करेंगे. നമ്മുടെ സമ്പത്തും സമയം ഉപയോഗിച്ച് ജനങ്ങൾക്ക് സേവനം ചെയ്യണം. तो फिर लोग जुड़ते जाएंगे. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദീനുമായി നമ്മളുമായി ജനങ്ങൾ ചേരുന്നതാണ്. वहाँ काम बढ़ जाएगा. അവിടെ പ്രവർത്തനം വളരെയധികം പുരോഗതി ഉണ്ടായിത്തീരുന്നത്. फिर हम उनकी तश्कील करेंगे और तैयार हो जाएंगे. നമ്മളത് ആ സമയത്ത് അവരെ തശ്കീൽ ചെയ്താൽ അവർ പരിശ്രമത്തിനും തയ്യാറാവും. फिर वो चलेंगे हमारे साथ. 3 दिन में आएंगे. അങ്ങനെ നമ്മൾ ചെയ്താലേ അവരെല്ലാരും നമ്മുടെ കൂട്ടത്തിൽ 3 ദിവസത്തേക്ക് തയ്യാറാവും. 3 दिन में ले जाकर उनको हम दीन सिखाएंगे, खिलाएंगे, पिलाएंगे, खिदमत करेंगे, अमाल बताएंगे. तो फिर वो चिल्ले चार बजे के लिए तैयार होंगे. 3 ദിവസം നമ്മൾ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരെ നല്ല രീതിയിൽ നമ്മൾ ബഹുമാനിച്ചു, ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്തു, അവർക്ക് വേണ്ടുന്ന ആവശ്യങ്ങൾ പൂർത്തിയാക്കി, അവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, അവരുടെ ആവശ്യങ്ങളെല്ലാം പൂർത്തിയാക്കി ദീനിന്റെ മസലകളെല്ലാം പഠിപ്പിച്ചു കൊടുത്താൽ പിന്നീട് ആ കൂട്ടുകാര് ദീനിന്റെ പരിശ്രമത്തിൽ നമ്മളെക്കാളും മുന്നേറും. അവർ 4 ദിവസം 4 മാസം എല്ലാം പോകുന്നവരായി മാറും. इन कामों को करते हम कष्टों में जाएंगे तो लोग हमारे साथ हो जाएंगे. ഇങ്ങനെല്ലാം ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ ഗസ്റ്റുകൾ ചെയ്താൽ ഗസ്റ്റിന് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ നാട്ടുകാരും നമ്മളെ കൂട്ടത്തിൽ കൂടും. कभी वो बीमार थे हम उनकी इयादत के लिए गए थे. നമ്മൾ കാരണം അവൻ ഒരിക്കൽ രോഗബാധിതനായി കിടന്നപ്പോൾ അവന്റെ രോഗസന്ദർശനത്തിന് പോയവരാണ് നമ്മൾ. आज उनके घर हम गश्त के लिए जा रहे हैं, फौरन साथ हो जाएंगे. അന്ന് നമ്മൾ ഗസ്റ്റിന് പോയി കഴിഞ്ഞാൽ ആ വീട്ടിൽ പിന്നീട് ഗസ്റ്റിന് പോയി കഴിഞ്ഞാൽ അവൻ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നമ്മളെ കൂട്ടത്തിൽ ഗസ്റ്റിൽ നമ്മളെ കൂടെ നടക്കാൻ തയ്യാറാവും. कभी वो मुसीबत में थे हम ताजियत के लिए गए. ഒരിക്കൽ അവനൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവനെ നമ്മൾ സഹായിച്ചിരുന്നു, അവനെ പോയി സന്ദർശിച്ചിരുന്നു. आज हम उनको 3 दिन के लिए तैयार करने के लिए जा रहे हैं, वो हमारे साथ हो जाएंगे. നമ്മൾ അവനെ പോയി പിന്നീട് എങ്ങാണ്ട് 3 ദിവസത്തേക്ക് ക്ഷണിച്ചാൽ അവൻ 3 ദിവസം നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ആളായിട്ട് മാറും. नबूवत मिलने से पहले हुजूर सल्लल्लाहु अलैहि वसल्लम के 2 काम थे. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് നബിതങ്ങൾ 2 ജോലികളാണ് ചെയ്തിരുന്നത്. एक अल्लाह की इबादत करते थे, दूसरा मखलूक खुदा की खिदमत करते थे. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ ഇബാദത്ത് ചെയ്തിരുന്നു. 2 റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൃഷ്ടികൾക്ക് വേണ്ടി വേണ്ടുന്ന സേവനങ്ങൾ ചെയ്തിരുന്നു. नबूवत मिलने के बाद भी आप सल्लल्लाहु अलैहि वसल्लम ने अपने इन कामों को जारी रखा. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടിയതിനു ശേഷം ആദ്യത്തെ ഈ 2 ജോലികൾ നബിതങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. इससे दावत की जमीन हमवार होती है. ഇത് കാരണമായി ദാവത്തിന് വേണ്ടുന്ന രീതിയിൽ മണ്ണുകൾ മയപ്പെടും. कि लोगों के साथ सलूक और बर्ताव है, लोगों को सलाम कर रहे हैं और
बीमारों की इयादत कर रहे हैं, मुसीबत ज़्यादा लोगों की ताज़ियत कर रहे हैं, भूखों को खिला रहे हैं, प्यासों को पिला रहे हैं। ഇങ്ങനെ നമ്മൾ ചെയ്താല് ജനങ്ങൾക്ക് നമ്മളോട് താല്പര്യമുണ്ടാവും. മനുഷ്യരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മനുഷ്യരെ സഹായിച്ചിരുന്നവർ, മനുഷ്യരോട് സലാം പറഞ്ഞിരുന്നവർ, അവർ രോഗികളാവുമ്പോൾ സന്ദർശിച്ചതിന്റെ പേരിൽ, അവർക്ക് അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ പോയി കണ്ടതിന്റെ പേരിൽ, അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവരെ കൂടെ നിന്നതിന്റെ പേരിൽ, അവരവിടെ ജനാസ ഉണ്ടാകുമ്പോൾ അതിനെ അനുഗമിച്ചതിന്റെ പേരിൽ ആ മനുഷ്യര് എല്ലാവരും നമ്മളോടുമായി ബന്ധപ്പെടുന്നതിനും ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടുന്ന രീതിയിൽ മണ്ണ് മയപ്പെടുന്നതിനും കാരണമായി തീരും. इससे मेहनत करने के लिए जगह बनेगी. ഇതിനു വേണ്ടി എങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മളെ പരിശ്രമത്തിന് വേണ്ടി അവസ്ഥകൾ അനുകൂലമായ സാഹചര്യം ഉണ്ടായിത്തീരും. और जैसे मैंने अर्ज किया कि मुलाकात सबकी करें. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുലാഖാത്തിൽ നിങ്ങൾ ആരെയും ഒഴിവാക്കരുത്, എല്ലാവരെയും മുലാഖാത്ത് ചെയ്യണം. जो जिनको हम जानते हैं उनसे भी मिले, जिनको नहीं जानते उनसे भी मिले. നമുക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്, അവരെയും കാണണം. നമുക്ക് പരിചയമില്ലാത്തവര് നമ്മുടെ നാട്ടിലുണ്ടാവും, അവരെയും നമ്മൾ പോയി കാണണം. इसलिए हर मस्जिद वार जमात अपनी मस्जिद के अतराफ के मकानों की फहरिस्त बना रहे. അതുകൊണ്ട് എല്ലാ മസ്ജിദ് വാർ ജമാഅത്തുള്ള കൂട്ടുകാരും മസ്ജിദ് വാറിൽ നമ്മളെ പള്ളിയുടെ ചുറ്റുമുള്ള വീടുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മളെ പള്ളിയിൽ വെക്കണം. ताकि कोई एक आदमी भी छूट न जाए. കാരണം ഒരു വീട് പോലും വിട്ടുപോകാത്ത രീതിയിൽ, ഒരു വ്യക്തി പോലും വിട്ടുപോകാത്ത രീതിയിൽ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി തയ്യാറാക്കി വെക്കണം. जाना हमें सबके पास. നമുക്ക് പോകണം എല്ലാ വീടുകളിലും. उसमें बड़े लोग भी होंगे और छोटे लोग भी होंगे. ചില വീടുകളിൽ വലിയ പ്രമുഖരായ വ്യക്തികൾ താമസിക്കുന്നുണ്ടാവും, ചില വീട്ടിൽ സാധാരണക്കാർ താമസിക്കുന്നുണ്ടാവും. सबके पास हमें जाना है. നമ്മൾ എല്ലാവരുടെ അടുക്കലും നമുക്ക് പോകണം. सबसे मिलना है. എല്ലാവരും പോയി കാണണം. खुले दिल से मिलना है. തുറന്ന ഹൃദയത്തോടു കൂടി പോയി കാണണം. कि हमारे दिल में किसी के लिए कोई यानी गलतफहमी न हो और किसी किस्म की बदजनी भी न हो. നമ്മൾ ആരെക്കുറിച്ചും നമുക്കൊരു തെറ്റിദ്ധാരണയില്ല, ആരെക്കുറിച്ചും ഒരു മുൻധാരണയുമില്ല. बल्कि आप अलैहिस्सलाम ने फरमाया ज़न्नु बिल मुमिनीन खैरा, कि ईमान वालों से अच्छा गुमान करो. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മുഅ്മിനീങ്ങളെ കുറിച്ച് നല്ലത് മാത്രമേ ഊഹിക്കാവൂ. करेंगे इंशाअल्लाह इस तरह. എല്ലാവരും ചെയ്യൂല ഇൻഷാ അല്ലാഹ്. कौन कौन इस तरीके पर करेंगे? ആരെല്ലാം ചെയ്യാൻ തയ്യാറുണ്ട്? മാഷാ അല്ലാഹ്. हर मस्जिद में इस तरतीब पर निजाम कायम करें. ഇൻഷാ അല്ലാഹ് എല്ലാ പള്ളികളിലും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാ പള്ളികളിലും ഇതേപോലെ നിങ്ങൾ ഒരു ക്രമീകരണം ഉണ്ടാക്കി. और 15 दिन में एक मर्तबा सबसे मुलाकात कर लें. നിങ്ങളൊരു ടാർഗറ്റ് വെക്കണം. 15 ദിവസത്തിനുള്ളിൽ നമ്മളെ വീട്ടിന്, നമ്മളെ പള്ളിക്ക് ചുറ്റുമുള്ള എല്ലാ വീടുകളും ഒരു പ്രാവശ്യമെങ്കിലും എല്ലാ വ്യക്തികളെയും കണ്ടു തീർക്കണം. और इत्मीनान से बैठकर बात करें. നമ്മൾ അവരുമായി ഇരുന്ന് സമാധാനത്തോടു കൂടി ദീനിയായ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. और जैसे मैंने अभी अर्ज किया कि पूरी बात करें, ईमान की, नमाज की, इबादत और अमाल की, इल्म जिक्र की, अखलाक और इखलास की और दीन की दावत और उसकी मेहनत की पूरी बात समझा. നിങ്ങൾ വീടുകളിൽ പോയിരിക്കുമ്പോൾ പരിപൂർണമായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയണം. ഈമാനിനെ കുറിച്ച്, നമസ്കാരത്തിനെ കുറിച്ച്, ഇൽമിനെ കുറിച്ച്, സിക്റിനെ കുറിച്ച്, മുസ്ലിമീങ്ങളിൽ ഉണ്ടാവേണ്ട സ്വഭാവ വിശേഷ ഗുണങ്ങളെ കുറിച്ച്, അതേപോലെ ഇഖ്ലാസിനെ കുറിച്ച്, ദാവത്തിനെ കുറിച്ച്, അള്ളാന്റെ മരത്തിൽ പുറപ്പെടുന്നതിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും വിശദീകരിച്ച് വീടുകളിൽ ഇരുന്ന് സംസാരിക്കും. और हर मुसलमान के सामने पूरी बात रखें. എല്ലാ മുസ്ലിമീങ്ങളുടെയും മുമ്പിൽ നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ സന്ദേശവും അവരെ മുമ്പിൽ വെക്കും. 4 महीने से लेकर मकामी काम तक की बात रखें. 4 മാസം അള്ളാന്റെ മാർഗത്തിൽ പുറപ്പെടുന്നത് മുതൽ നിങ്ങൾ നാട്ടിലായിരിക്കുമ്പോൾ നാട്ടിന് ചുറ്റും നിങ്ങൾ ചെയ്യുന്ന പരിശ്രമവും നിങ്ങൾ അവരെ മുമ്പിൽ നിങ്ങൾ വെക്കും. एक निजाम है जो उनके सामने पेश करना है. ഇങ്ങനെ ചെയ്യുന്ന ഒരു പ്രവർത്തനത്തിന്റെ രീതി ഉണ്ട് എന്ന് പറഞ്ഞ് അവരെ മുമ്പിൽ നിങ്ങൾ അവർ പ്രദർശിപ്പിക്കും, പറഞ്ഞു കൊടുക്കും. हम घबरावे नहीं कि नया आदमी है, इसको 4 महीने की बात नहीं करनी. अभी നമ്മൾ ഒരിക്കലും പേടിക്കേണ്ടതില്ല. ഇയാളൊരു പുതിയ ആളാണല്ലോ, ഇയാളോട് 4 മാസം പറഞ്ഞാൽ ഇയാൾ ബേജാറാവോ എന്ന് നമ്മൾ പേടിക്കേണ്ടതില്ല. हम तो अपना निजाम पेश कर रहे हैं. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തന രീതി അത് മുഴുവനായിട്ട് അവരെ മുമ്പിൽ വെക്കുകയാണ്. हमें किसी को पकड़ के तो ले नहीं जाना है. നമ്മൾ ആരും പിടിച്ചൊന്നും കൊണ്ടുപോകില്ലല്ലോ. उनको खुद को पसंद करना है. അവന് സ്വന്തമായിട്ട് അത് ഇഷ്ടപ്പെടണം. हाँ, हम समझाने में कमी नहीं करेंगे. പക്ഷെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. मौलाना यूसुफ साहब रहमतुल्लाह अलैह बात फरमाते थे कि समझाने में कमी न करो. യൂസുഫ് സാബ് റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിൽ മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരു കുറവും വരുത്താൻ പാടില്ല. अच्छी तरीके से बात समझाएं. നല്ല രീതിയിൽ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കും. और पूरी कुव्वत से बात रखें. മാത്രമല്ല നല്ല കുവ്വത്തോടുകൂടി, ശക്തിയോടുകൂടി, നല്ല രീതിയിൽ നിങ്ങളെ മുഴുവൻ കഴിവും ഉപയോഗിച്ച് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കും. डरते डरते बात न करें. പേടിച്ചിട്ടല്ല നിങ്ങൾ പറയേണ്ടത്. पता नहीं क्या होगा, इनको अच्छा लगेगा नहीं लगेगा, അയാൾക്ക് പടച്ചോനെ ഇഷ്ടപ്പെടുമോ, അയാൾ എങ്ങനെയാണ് ഇതിനെ എടുക്കാൻ പോകുന്നത്, ഇയാൾ തെറ്റിദ്ധരിക്കുമോ എന്നൊന്നും ബേജാറാവേണ്ടതില്ല. हमें अपने घर की बात थोड़ी करनी है. നമ്മളെ വീട്ടിലെ കാര്യമൊന്നല്ലല്ലോ ഇയാളെ മുമ്പിൽ പോയിട്ട്, നമ്മളെ സ്വന്തം കാര്യമൊന്നല്ലല്ലോ ഇയാളോട് പറയുന്നത്. अल्लाह रसूल की बात करनी है. നമ്മൾ പറയുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ കാര്യങ്ങളല്ലേ. और दीन सीखने के लिए उनको तैयार करना है, जो दीन उनकी भी जरूरत है.
ഈ കാര്യങ്ങൾ പറയുന്നത് അയാളുടെയും ആവശ്യമാണല്ലോ നമ്മളുടെയും ആവശ്യമാണല്ലോ. ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മൾ അയാളോട് പറയുന്നത്. जो ताजिर अपना सामान डरते डरते पेश करेगा वो कैसे किसी खरीदार को देगा? ഏതെങ്കിലും ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവട വസ്തുക്കൾ പേടിച്ചിട്ടാണ് തന്റെ കസ്റ്റമറിന് മുമ്പിൽ വെക്കുന്നത്. അവൻ എന്ത് കച്ചവടം നടക്കാനാണ്? कि उसको यही अंडर डर है कि लेगा कि नहीं लेगा, ये कैसे लेगा, ये गरीब आदमी है, इसके पास पैसा नहीं. बल्कि ये तो पेश कर देता है कि आप किस्तों पर पैसे देना लेकिन सामान ले जाओ. ഏതെങ്കിലും കച്ചവടക്കാരൻ വരുന്നൊരു കസ്റ്റമർ പടച്ചോനെ ഇയാള് ഒരു ദരിദ്രനാണല്ലോ, പൈസ ഇല്ലല്ലോ, ഇയാൾ എങ്ങനെ എന്റെ സാധനം വാങ്ങാനാണ് എന്ന് പേടിച്ചിട്ടാണ് വിൽക്കുന്നെങ്കിൽ എങ്ങനെ വാങ്ങും? മറിച്ച് അയാൾ എന്താ ചെയ്യുന്നത്? ആളാരാണെന്ന് നോക്കൂല, പറയും നിങ്ങൾ എടുത്തോളീൻ, പൈസ ഇല്ലെങ്കിൽ പിന്നീട് തന്നോളി, നിങ്ങൾ തവണകളായിട്ട് അടവായിട്ട് തന്നാലും മതി എന്ന് പറഞ്ഞ് സാധനങ്ങൾ വിൽക്കും. ആ ഉധാർ ലേ ജാओ लेकिन ले जाओ, നിങ്ങൾ കൊണ്ടേക്കോളി, കടമാണ് കൊണ്ടേക്കോളി, പക്ഷെ എന്നാൽ കൊണ്ടേക്കോളി. उसको फायदा बताता है. എന്നിട്ട് പറയും കൊണ്ടേയാലുള്ള ഗുണങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. अभी ले जाओ, पैसा 2 महीने के बाद दे देना. നിങ്ങൾ ഇപ്പൊ കൊണ്ടേക്കോളി, പൈസ 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ. आप सामान ले जाओ, आपको ये फायदा होगा, आपको ये फायदा होगा, आपको ये फायदा होगा. നിങ്ങൾ കൊണ്ടേക്കോളി സാധനം, ഇത് നല്ല ഉപകാരമുള്ള വസ്തുവാണ്, ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും, ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞ് കച്ചവടക്കാരൻ കച്ചവടം ചെയ്യും. ऐसे पूरी कुव्वत से हम बात पेश करेंगे. ഇതുപോലെ നമ്മൾ വലിയ ഫുൾ കുവ്വത്തോടുകൂടി ശക്തിയോടുകൂടി നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയണം. वो नकद तैयार नहीं तो उधार कर देंगे. അവൻ അഥവാ ഉടൻ തയ്യാറായിട്ടില്ലെങ്കിൽ അവരോട് കടം പറയാം. कि वो अभी तैयार नहीं तो उनसे कहे कि आप बताइए 1 महीने के बाद, 2 महीने के बाद, 3 महीने के बाद, आप कब 4 महीने लगाए. ഉടൻ അവൻ തയ്യാറില്ല, പറയും നിങ്ങൾക്ക് ഇപ്പോഴല്ല, 1 മാസം കഴിഞ്ഞിട്ട്, 2 മാസം കഴിഞ്ഞിട്ട്, 3 മാസം കഴിഞ്ഞിട്ട്, എപ്പോഴാണോ നിങ്ങൾക്ക് പോകാൻ സാധിക്കുക അപ്പൊ നിങ്ങൾ ഒരു 4 മാസം തയ്യാറാവേൻ. उनसे नियत करावें. അവരോട് പറയണം നിങ്ങൾ നിയത്ത് വെക്കിൻ. उनसे सदका निकलवावें. അവരോട് പറയണം നിങ്ങൾ ഇതിനു വേണ്ടി നിങ്ങൾ സദക്ക കൊടുക്കിൻ. उनको फायदा बतावें. അവരോട് അതിന്റെ പ്രയോജനങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. उनसे कहें कि हम भी आपके लिए दुआ करेंगे. എന്നിട്ട് പറയണം ഞങ്ങളും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. अल्लाह आपका निकलना आसान कर दे. അല്ലാഹു നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടൽ എളുപ്പമാക്കി തരട്ടെ. अल्लाह आपको दीन का दाई बना दे. അല്ലാഹു നിങ്ങളെ ദീനിന്റെ ദായി ആക്കട്ടെ. अल्लाह आपको दुनिया में खैर फैलने का जरिया बना. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിനു വേണ്ടി ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ആളാക്കി നിങ്ങളെ മാറ്റട്ടെ. और अल्लाह आपको दुनिया से शर के मिटने का जरिया बना. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുനിന്ന് ഷർറുകളെ ഇല്ലാതാക്കുന്നതിന് നിങ്ങളുടെ പങ്കിനെ അല്ലാഹു ഉണ്ടാക്കുമാറാകട്ടെ. ऐसे लोगों को हुजूर सल्लल्लाहु अलैहि वसल्लम ने दुआएं दी हैं कि जो दुनिया में खैर के फैलने का जरिया बने. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവേ ഇവനെ ലോകത്ത് ഖൈർ പരത്തുന്ന ആളാക്കി നീ മാറ്റണേ. ऐसे पूरी कुव्वत से बात रखें. അങ്ങനെ മുഴുവനും ശക്തിയോടുകൂടി ആർജവത്തോടുകൂടി ദീനിന്റെ കാര്യം പറയണം. रोते रोते बात न करें. കരഞ്ഞുകൊണ്ടല്ല പറയേണ്ടത്. अल्लाह के सामने रोवे. നമ്മൾ കരയേണ്ടത് മുഴുവനും അല്ലാഹുവിന്റെ മുമ്പിലാണ്. और बंदों के सामने पूरी कुव्वत के साथ, पूरी बशाशत के साथ और पूरे यकीन के साथ बात पेश करें. മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ പറയുമ്പോൾ വലിയ കോൺഫിഡൻസോടുകൂടി, നല്ല ചിരിച്ച മുഖത്തോടുകൂടി, നല്ല അവന് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യണം. हाँ, सही बातें पेश करेंगे. हम सही बातें पेश करेंगे. നമ്മൾ നല്ല ഉറച്ച കാര്യങ്ങൾ പറയണം. यानी फजाइल की किताबों में जो बातें हम पढ़ते सुनते हैं, आप सल्लल्लाहु अलैहि वसल्लम की हदीसें हैं, सहाबा के अक़वाल हैं और ईमान अमाल के जो फायदे हैं वो बताएंगे. നമ്മൾ സനദോടുകൂടിയുള്ള കാര്യങ്ങൾ പറയണം. ഹദീസിലുള്ള അള്ളാഹു പറഞ്ഞ പ്രയോജനങ്ങൾ, ദീനനുസരിച്ച് ജീവിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാഗ്ദാനങ്ങൾ നമ്മളെ ഭാഗത്തൊന്നും പറയേണ്ടതില്ല. അള്ളാഹു പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞത്, ദീനിയായ കാര്യങ്ങൾ അത് സനദോടുകൂടി തന്നെ നമുക്ക് പറയാൻ സാധിക്കണം. സുനി സുനായി ബാത്ത नहीं करेंगे. അവിടെ നിന്നും കേട്ട കാര്യങ്ങൾ നമ്മൾ പറയരുത്. पक्की छक्की बात करेंगे. നല്ല ഉറച്ച കാര്യങ്ങൾ മാത്രമേ അവരോട് പറയാൻ पाड़ू. कर सकेंगे जब हम इनफिरादी में फजाइल का मुताला करेंगे. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മളോട് പറയുന്നത്, താലീം ഇല്ലാത്ത സമയത്തും ഒറ്റയ്ക്ക് കിട്ടുന്ന വേളകളിൽ ഫളായിലെ അമാല് ശരിക്കും ഇരുന്ന് നമ്മൾ വായിക്കണം. हाँ, अपने घर में किताब रखे നമ്മുടെ വീടുകളിൽ നമ്മൾ ഫളായിലെ കിതാബുകൾ വെക്കണം. दोपहर को, शाम को, रात को जब हमारे पास वक्त है थोड़ी देर किताब पढ़ें. എപ്പോഴെങ്കിലും നമ്മൾക്ക് ഒഴിവ് കിട്ടുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ, സായാഹ്നങ്ങളിൽ സമയം കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് അല്പമായിട്ട് നമ്മൾ സ്വയം വായിക്കണം. उससे वो बातें अच्छी तरीके से ज़हन नशीन होगी. അങ്ങനെ നമ്മൾ വായിക്കുന്ന കാരണമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ അത് ഇറങ്ങുന്നതിന് കാരണമായി തീരും. अमल के वक्त में हमें याद आएगी और जब दावत देंगे तो उस वक्त ये बात याद आएगी. അമൽ ചെയ്യുന്ന സമയത്തും നമ്മൾക്ക് ചിന്ത ഉണ്ടാവണം, ചിന്ത വരും. ഇതുപോലെ നമ്മൾക്ക് ദാവത്ത് ചെയ്യുമ്പോൾ, ജനങ്ങളെ പോയി കാണുമ്പോഴും നമ്മൾ അങ്ങനെ വായിച്ചുണ്ടാക്കിയ ഇൽമ് നമ്മൾക്ക് ഉപകാരപ്രദമായി തീരും, ഓർമ്മ വരും. दावत देंगे इंशाअल्लाह. എല്ലാരും അങ്ങനെ ദാവത്ത് ചെയ്യൂല ഇൻഷാല്ലാ. और हर 15 दिन में पूरे मकान मुकम्मल करेंगे. 15 ദിവസത്തെ ഒരു ടാർഗറ്റ് വെച്ച് നമ്മൾ വീട്ടിന് ചുറ്റുമുള്ള നമുക്ക് ഏൽപ്പിക്കപ്പെട്ട വീടുകൾ മുഴുവനായിട്ട് നമ്മൾ കണ്ടു തീർക്കണം. जैसे अभी मैंने अर्ज किया कि 200 घर है मस्जिद के अतराफ. आपने 5 जमातें बनाई तो एक जमात के हिस्से में 40 घर आएंगे.
ഏതുപോലെ 200 വീടുകളുണ്ട് നിങ്ങളെ പള്ളിക്ക് ചുറ്റും. നിങ്ങളാണെങ്കിൽ 5 ജമാഅത്തുകൾ, ചെറിയ ജമാഅത്തുകൾ ഉണ്ടെങ്കിൽ അതിനെ വീതം വെച്ച് 40 വീടുകൾ നമ്മൾ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾ കണ്ടു തീർക്കണം. 40 घरों में 75-80 आदमी होंगे. ഈ 40 വീടുകളിൽ ഒരു 75-80 ആൾക്കാരുണ്ടാവും, ആണുങ്ങൾ. एक घर में अगर 2 बालिग मर्द हैं तो 80 होंगे. ഒരു വീട്ടിൽ 2 പ്രായപൂർത്തിയായ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ 80 പേരുണ്ടാവും. अब ये रोजाना अगर 5 मुलाकातें भी करते हैं 2.5 घंटे में, 5 आदमियों से मिलते हैं तो 15 दिन में 75 आदमियों से मुलाकात हो गई. നിങ്ങൾ ദിവസേന 5 പേരെ നിങ്ങൾ കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 75-80 പേരെ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ സാധിക്കും. 5 जमातों के जरिए से 15 दिन में सारे घरों की मुलाकातें हो जाए. അങ്ങനെ ചെയ്യുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. 5 മുലാഖാത്ത് ജമാഅത്തുകൾ 15 ദിവസം കൊണ്ട് ആ നാട്ടിലുള്ള മുഴുവൻ വീട്ടിലെ മുഴുവൻ ആണുങ്ങളെയും കണ്ടു തീരും. उसी में से नमाजी बढ़ेंगे मस्जिद में. ആ കാണലിലൂടെ പള്ളിയിൽ നമസ്കാരക്കാരുടെ എണ്ണം വർദ്ധിക്കും. तालीम में बैठने वाले बढ़ेंगे. താലീമിൽ ഇരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും. 3 दिन लगाने वाले बढ़ेंगे. 3 ദിവസം പോകുന്നവരുടെ എണ്ണം വർദ്ധിക്കും. उसी में चिल्ले 4 महीने की तश्कीलें होगी. അതിൽ നിന്ന് 40 ദിവസം 4 മാസത്തേക്കുള്ള തശ്കീലുകൾ ഉണ്ടാവും. उसी में घर का माहौल बनाने की बात होगी. അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾക്ക് നിങ്ങളുടെ വീടുകളിൽ ദീനിയായ മാഹോൽ ഉണ്ടാക്കണമെന്ന് അവരെ പ്രേരിപ്പിക്കാൻ സാധിക്കും. ये रोजाना की मेहनत के जरिए से एक साथ सारी जगह पानी पहुंचेगा. ഈ ദിവസേനുള്ള നമ്മുടെ പരിശ്രമം കാരണമായി നമ്മുടെ എല്ലാ വീട്ടിന്റെ ഈ മഹലിൽ നിറച്ചും അവിടെ ദീനിയായ അഭിവൃദ്ധിക്ക് വേണ്ടുന്ന വെള്ളം എത്തിക്കാൻ നമുക്ക് സാധിക്കും. करेंगे इंशाल्लाह. എല്ലാവരും ചെയ്യാൻ തയ്യാറല്ലേ ഇൻഷാല്ലാ? और दूसरा गश्त ऐसी जगह करें जहां गश्त नहीं होता है. രണ്ടാമത്തെ ഗസ്റ്റ് എവിടെ പോയി ചെയ്യണം? എവിടെയാണോ ഗസ്റ്റ് ഇല്ലാത്തത് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ദൂരെ ദൂരെ പ്രദേശം എടുത്ത് നമ്മൾ പ്രവർത്തിക്കണം. जहां पहला गश्त नहीं होता है, उस मस्जिद में गश्त ही नहीं होता है, ऐसी जगह दूसरा गश्त करें. ഏതെങ്കിലും പള്ളികളിൽ ഗസ്റ്റുകളെ നടക്കുന്നില്ല, അവിടുത്തെ ആൾക്കാർ ഒന്നാം ഗസ്റ്റ് ആ പള്ളികളിൽ ചെയ്യാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ രണ്ടാം ഗസ്റ്റ് ഏറ്റെടുത്ത് ആ പള്ളികളിൽ പോയി ചെയ്യണം. जो मस्जिद वाले पहला गश्त करते हैं, हम वहां दूसरा गश्त करके क्या करेंगे? ഏതെങ്കിലും പള്ളിക്കാർ ഒന്നാം ഗസ്റ്റ് ചെയ്യുന്ന ഒരു പള്ളി ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പള്ളിയിൽ ഞങ്ങൾ പോയി രണ്ടാം ഗസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എന്താ കാര്യം? ऐसी मस्जिदें, ऐसे मुसल्ले या ऐसे मोहल्ले कि जहां मुसलमानों के घर हैं, मस्जिद भी नहीं है, मुसल्ला भी नहीं है, वो हम तलाश करके वहां दूसरा गश्त करके वहां मेहनत शुरू करें. സ്ഥലങ്ങൾ തെരഞ്ഞു നമ്മൾ നോക്കണം. ചില നാടുകളുണ്ടാവും അവിടെ മുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ടാവും, അവിടെ ചിലപ്പോൾ പള്ളികൾ പോലും ഉണ്ടാവില്ല. അങ്ങനത്തെ നാടുകൾ തെരഞ്ഞു പിടിച്ച് അവിടെ പോയി നമ്മൾ രണ്ടാമത്തെ ഗസ്റ്റുകൾ ചെയ്യണം. दूसरा गश्त ऐसे इलाकों के लिए ही है. ഈ രണ്ടാമത്തെ ഗസ്റ്റുകൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അങ്ങനത്തെ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ പരിശ്രമിക്കാൻ വേണ്ടിയിട്ടാണ്. वजीर भाई मेरी मस्जिद में करे, मैं इनकी मस्जिद में करूं, इससे कोई फायदा नहीं होगा. ഞാൻ ഇദ്ദേഹത്തിന്റെ പള്ളിയിൽ പോയി ചെയ്യുന്നു, അദ്ദേഹം മൗലാന നമ്മളെ പള്ളിയിൽ വന്ന് ചെയ്യുന്നു, ഗസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. इनकी मस्जिद में मस्जिदवार जमात है, वो लोग खुद ही एक गश्त कर लेते हैं अपना. हमारी मस्जिद में मस्जिदवार जमात है, हम अपना गश्त कर रहे हैं. अब ये एक दिन बदल के हमारे आ रहे हैं, हम इनके यहाँ जा रहे हैं. इसके बजाय हम ऐसी मस्जिद तलाश करें जहां मस्जिदवार जमात नहीं है, गश्त ही नहीं हो रहा है. അപ്പം നമ്മൾ ഒരു പള്ളിയിൽ ഗസ്റ്റ് നടക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഗസ്റ്റ് നടക്കുന്നുണ്ട്, ആ ഗസ്റ്റിന്റെ ദിവസം നമ്മൾ അവിടെ പോയി രണ്ടാം ഗസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ പള്ളിക്കാർ നമ്മളെ പള്ളിയിൽ വന്ന് നമ്മളെ ഒന്നാം ഗസ്റ്റിന്റെ ദിവസം രണ്ടാം ഗസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ 2 പള്ളിക്കാരും പുതിയൊരു സ്ഥലത്ത് ഗസ്റ്റുകൾ നടക്കുന്നില്ല, മുസ്ലിമീങ്ങൾ ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല, മസ്ജിദ് വാറേ ഇല്ല, ജമാഅത്ത് ഇല്ല, അങ്ങനത്തെ സ്ഥലത്താണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. तो एक अमाल वाली मस्जिद के जरिए से हर 3-4 महीने में एक नई जगह काम शुरू होगा. ഇങ്ങനെ നമ്മൾ ചെയ്താൽ രണ്ടാമത്തെ ഗസ്റ്റിലൂടെ ഒരു 3-4 മാസം എല്ലാ ആഴ്ചയും നമ്മൾ പോയി ആ പള്ളിയിൽ ഉമ്മൂമി ഗസ്റ്റുകൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ 3-4 മാസം കൊണ്ട് ആ പള്ളിക്കാർ ആ പ്രദേശത്ത് ദീനിന്റെ പരിശ്രമത്തിന് വേണ്ടി പുതിയ ഒരു മസ്ജിദ് വാർ ജമാഅത്ത് ഉണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും. और इसी के लिए दूसरा गश्त है. ഇതിനു വേണ്ടിയാണ് രണ്ടാമത്തെ ഗസ്റ്റുകൾ ചെയ്യുന്നത്. इसी तरह 3 दिन ऐसी मस्जिदों में लगावे जहां काम नहीं है. ഇതുപോലെ 3 ദിവസത്തെ ജമാഅത്തുകൾ നമ്മൾ പോകേണ്ടത് ഏത് സ്ഥലത്തേക്കാണ്? നമ്മുടെ ദീനിന്റെ പരിശ്രമം തീരെ ഇല്ലാത്ത പ്രദേശത്തേക്ക് 3 ദിവസത്തെ ജമാഅത്ത് പുറപ്പെടും. चाहे नए साथी साथ में, നമ്മുടെ കൂട്ടത്തിൽ പുതിയ കൂട്ടുകാരുണ്ട്. 2-3 तो पुराने होते ही हैं जमात में. എല്ലാ ജമാഅത്തിലും 2-3 പഴയ ആൾക്കാർ എന്തായാലും ഉണ്ടാകുമല്ലോ. बाकी नए हैं. ബാക്കി എല്ലാവരും പുതിയതാണെന്ന് കരുതി ये पुराने वहां जाकर इन नयों से काम करवाएंगे. നമ്മൾ പുതിയ സ്ഥലങ്ങളിൽ പോയി പഴയ ആൾക്കാരെ ദീനിന്റെ പരിശ്രമത്തിൽ പുതുതായി വന്ന ആൾക്കാരെ കൊണ്ട് ദീനിന്റെ പരിശ്രമം പഠിപ്പിക്കണം. और 3 दिन एक ऐसी मस्जिद में गुजारेंगे जहां अमाल नहीं है, तो इंशाअल्लाह इस 3 दिन में वहां से नकद जमात भी बनेगी और वहां मस्जिदवार जमात भी बन जाएगी. നമ്മൾ ഇങ്ങനെ ജമാഅത്തിൽ പോയി കഴിഞ്ഞാൽ 3 ദിവസം ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞ് അവിടെ തന്നെ താമസിച്ചാൽ അവിടെയുള്ള ആൾക്കാരെ 3 ദിവസത്തേക്ക് നമ്മളെ കൂട്ടത്തിൽ നക്കതായി ഉടനെ തന്നെ റൊക്കമായി പുറപ്പെടുവിക്കാൻ നമുക്ക് സാധിക്കും. അവർക്ക് ദീനിയായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കുറഞ്ഞ സമയം കൊണ്ട് അവിടെയും പുതിയൊരു മസ്ജിദ് വാർ ഉണ്ടാവുന്നതിന് കാരണമായി തീരും. और साल भर ऐसी मस्जिदों में मुसलसल जमातें जाती रहेगी, तो ऐसी नई मस्जिदों में काम शुरू हो जाएगा. ഇങ്ങനെ ഒരു വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും
ആ പ്രദേശങ്ങളിലെല്ലാം ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന കൂട്ടുകാരുണ്ടാവും, മസ്ജിദ് വാർ ജമാഅത്ത് ഉണ്ടാവും. नई नई बस्तियों में काम शुरू होगा. പുതിയ പുതിയ പ്രദേശങ്ങൾ ആ സ്ഥലങ്ങളിൽ ദീനിന്റെ പ്രവർത്തനം തുടങ്ങുന്നതിന് കാരണമായി തീരും. काम करने वालों का भी हौसला बढ़ेगा. ഇങ്ങനെ പ്രവർത്തനം വളരുന്നത് കാരണമായി ചെയ്യുന്ന പ്രവർത്തകർക്ക് അവർക്ക് ഒരു ധൈര്യം കൂടുന്നതിന് കാരണമായി और नए नए इलाके खड़े होंगे. അങ്ങനെ പുതിയ പുതിയ നാടുകൾ ദീനിന്റെ പരിശ്രമത്തിൽ മുന്നേറുന്നതായി തുടങ്ങുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. और काम रस्म बनने से बचेगा. അങ്ങനെ നമ്മൾ ചെയ്താൽ ഒരു ആചാരമായി പോകുന്ന ഈ പ്രവർത്തനത്തിൽ നിന്നും നമുക്ക് നമ്മളെ പ്രവർത്തനത്തിനെ തടയാൻ और സാധിക്കും. काम करने वालों में भी बशाशत पैदा होगी. അങ്ങനെ നമ്മൾ പുതിയ പുതിയ സ്ഥലങ്ങൾ പരിശ്രമിക്കുമ്പോൾ നമ്മളെ പ്രവർത്തകർക്ക് വലിയ ഉണർവും ഉത്സാഹവും ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. वरना सुस्ती पैदा हो जाती है. ഇല്ലെങ്കിൽ പ്രവർത്തനത്തിൽ മടി വന്നു പോവും, നിരാശ വരും. काम वाली मस्जिद में 3 दिन गए हैं, पहले दिन उनके साथ मिलकर गश्त कर लिया. अब 2 दिन जो है मकामी साथी भी नहीं चाहते कि हम गश्त करें. നമ്മൾ ഏതെങ്കിലും പ്രവർത്തനമുള്ള പള്ളിയിലേക്ക് 3 ദിവസം ജമാഅത്തിൽ പോയാൽ എന്താ സംഭവിക്കുക? ആദ്യത്തെ ദിവസം നമ്മൾ അവിടെ ഒന്നാം ഗസ്റ്റ് അവരെ കൂട്ടത്തിൽ കൂടിയിരുന്ന് ചെയ്യും. പിന്നെ മക്കാമി സാത്തികൾ ആ പള്ളിയിലുള്ള കൂട്ടുകാർക്ക് പോലും രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം നമ്മൾ ഗസ്റ്റ് ചെയ്യുന്നതിനോട് താല്പര്യം പോലും ഉണ്ടാവില്ല. और नई नई बस्तियों में जाएंगे तो रोजाना नई नई मुलाकातें होगी. പുതിയ പുതിയ പ്രദേശത്ത് നമ്മൾ ജമാഅത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ ദിവസവും പുതിയ ആൾക്കാരെ ചെന്ന് കാണാൻ നമുക്ക് അവസരം കിട്ടും. जो लोग दीन से दूर है वो करीब आएंगे. ദീനുമായി ദൂരെ നിൽക്കുന്ന മുസ്ലിമീങ്ങൾ പള്ളികളുമായി അടുക്കുന്നതിന് കാരണമായി തീരും. जो लोग इस मेहनत से वाकिफ नहीं है उनको वाकिफ कराने का मौका मिलेगा. ദീനിന്റെ പരിശ്രമത്തെക്കുറിച്ച് കേട്ടുകേൾവി പോലും ഇല്ലാത്ത പുതിയ പുതിയ ആൾക്കാർ പ്രവർത്തനത്തിനെ മനസ്സിലാക്കുന്നതിന് കാരണമായി തീരും. उनकी खिदमत भी करेंगे और उनको काम भी समझाएंगे. അവരെ നമ്മൾ ഖിദ്മത്തും ചെയ്യും, അവർക്ക് സേവനങ്ങളും ചെയ്യും, അവർക്ക് ദീനിന്റെ പരിശ്രമവും പഠിപ്പിച്ചു. और हर जाने वाली हमारी जमात नकद जमात जरूर बनावे. നമ്മൾ പുറപ്പെടുന്ന എല്ലാ ജമാഅത്തുകളും ശ്രദ്ധ വെക്കേണ്ടത് ശ്രദ്ധ ഊന്നേണ്ടത് ആ നാടുകളിൽ നിന്നും നക്കതായി റൊക്കമായി ജമാഅത്തുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെടുവിക്കണം. 3 दिन की जमात कम से कम 3 दिन की नकद जमात वहां से निकाले. 3 ദിവസത്തെ ഒരു ജമാഅത്ത് ഒരു നാട്ടിൽ പോയാൽ അവരെ മുമ്പിൽ ഉണ്ടാകേണ്ട ടാർഗറ്റ് ഏറ്റവും മിനിമം ഒരു 3 ദിവസത്തെ ജമാഅത്ത് റൊക്കമായി ആ നാട്ടിൽ നിന്നും പുറപ്പെടുവിക്കണം. इसलिए जाने वाली जमातों को अच्छी तरीके से बात समझावे. അതുകൊണ്ട് പുറപ്പെടുന്ന ജമാഅത്തുകൾക്ക് പുറപ്പെടുന്നതിന് മുമ്പ് റവാനഗി പുറപ്പെട്ടാൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞു കൊടുക്കണം. हाँ, घंटा 1.5 घंटा जैसे 4 महीने की जमात को 1.5 घंटा 2 घंटा बात करते हैं, ऐसे 3 दिन की जमात को भी अच्छी तरीके से बात समझा. അങ്ങനെ പുറപ്പെടുന്ന ജമാഅത്തുകൾക്ക് 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പരിശ്രമത്തിന്റെ രീതിയെക്കുറിച്ച് വിശദീകരിച്ച് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏതുപോലെ 40 ദിവസ ജമാഅത്ത് 4 മാസ ജമാഅത്തുകൾ പുറപ്പെടുമ്പോൾ റവാനിക്ക് പറയുന്നത് പോലെ 3 ദിവസ ജമാഅത്തിനോടും പ്രവർത്തിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു മനസ്സിലാക്കി ജമാഅത്തുകൾ അയക്കണം. इनफिरादी इज्तिमाई सारे अमाल बतावे. അവർ സ്വന്തമായി ചെയ്യേണ്ട അമലുകൾ, കൂട്ടം ചേർന്ന് ചെയ്യുന്ന ഇജ്തിമായി അമലുകൾ ഇതെല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കണം. और इसी तरह वापसी पर अच्छी तरीके से कारगुजारी सुनकर उनको वापसी की बात समझावे. അങ്ങനെ ആ ജമാഅത്തുകൾ പോയി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ജമാഅത്തിന്റെ പരിപൂർണമായ കാർഗുസാരി കേൾക്കുകയും നാട്ടിൽ ചെന്നാൽ ദീനിന്റെ പരിശ്രമം ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വാപ്പസി करेंगे इंशाल्लाह इस तरह से. ഇങ്ങനെ ചെയ്യോ ഇൻഷാല്ലാ. और फिर दुआ मांगेंगे अल्लाह से. എന്നിട്ട് നിങ്ങൾ ദുആയും ചെയ്യണം. थका देने वाली हम मेहनत करेंगे. നമ്മളെ ക്ഷീണിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പരിശ്രമിക്കും. राहत आराम के साथ तबलीग का काम नहीं होता. നമ്മൾ വളരെ സമാധാനത്തോടുകൂടി വളരെ കംഫർട്ടബിൾ ആയിട്ട് തബ്ലീഗിന്റെ പരിശ്രമം ചെയ്യാൻ സാധിക്കില്ല. राहत आराम के साथ दुनिया के काम भी नहीं होते हैं. നമ്മൾ വലിയ റാഹത്തോടുകൂടി വലിയ കംഫർട്ടബിൾ ആയിക്കൊണ്ട് ദുനിയാവിലെ കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കാറില്ല. इसलिए कुर्बानी के साथ काम करेंगे. അതുകൊണ്ട് ത്യാഗത്തോടുകൂടി ദീനിന്റെ പരിശ്രമം ചെയ്യണം. अपने औकात की पाबंदी करेंगे. നമ്മളെ വക്തുകൾ കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ പൂർത്തിയാക്കണം. और अल्लाह से मांगेंगे. അള്ളാഹുവിനോട് പിന്നെ നമ്മൾ ചോദിക്കുകയും तो ചെയ്യും. अल्लाह ताला हमें भी दीन की हकीकत अता फरमाएगा और दुनिया में दीन के जिंदा होने का जरिया बना देगा. ഇങ്ങനെ ത്യാഗത്തോടുകൂടി പരിശ്രമത്തിന് ശേഷം ദുആ ചെയ്താൽ അള്ളാഹു നമ്മൾക്കും ദീനിന്റെ പരിശ്രമത്തിൽ ഉറച്ചു നിൽക്കാനും ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും നമ്മൾ കാരണമായി ലോകത്ത് ദീൻ ഉണ്ടാക്കുന്നതിനും കാരണമാക്കി തീർക്കും. अब आप हजरात जो है आपस में बैठकर मस्जिदवार बैठे. ഇനി നിങ്ങൾക്കൊരു ജോലിയുണ്ട്. നിങ്ങൾ അൽഹംദുലില്ലാ കേട്ടു. നിങ്ങൾ ആദ്യമായിട്ട് ജില്ലക്കാര് ഓരോരുത്തരും ഇൻഷാല്ലാ മാറിയിരിക്കും. अपने रोजाना के 2.5 घंटे कम से कम 2.5 घंटा है. और न जितना ज्यादा 3 घंटे 4 घंटे 5 घंटे 6 घंटे 8 घंटे जितना ज्यादा से ज्यादा फारिग कर सकते हैं वो नियत कर ले. आदमी को अपनी मशगूली का खुद पता है कि मेरे पास रोजाना 6 घंटे फारिग है, कोई है रोजाना 8 घंटे फारिग. बाज़े ऐसे होंगे इसमें जिनको कोई काम ही नहीं है दुनिया का, फारिग ही फारिग है. वो अपने कारोबार से और दीगर चीजों से अल्लाह ने उनको फारिग कर रखा है. तो वो हजरात मजीद तय करें, लेकिन इस तरह तय करें कि उस वक्त में वो जमातें बनाकर लोगों के घर घर जाकर बैठ कर बात करें. तो 2.5 घंटा अपना तय करें. इसी तरह अपना 6 रोजे का हफ्ता तय करें.
और हर जिम्मेदार ये तय करे कि मैं अपने इस हफ्ते पर अपने साथ 3 दिन की जमात बनाऊंगा। इसी तरह सालाना खुरूज में अल्लाह तौफीक दे, हर साल 4 महीने लगावे। जैसे सुबह बहुत सारे साथियों ने नीयत की है, बहुत से साथी वो होंगे जो वहाँ मजलिस में नहीं थे, इस वक्त हैं, तो अपने सालाना 4 महीने के खुरूज का कोई महीना तय कर ले कि इस महीने में मैं 4 महीने लगाऊंगा और हर साल अपने साथ जमात बनाऊंगा, या कम अज कम अपना साल का चिल्ला तय करें। तो इन चीज़ों को अपना सालाना वक्त और अपना माहाना और अपना रोज़ाना का वक्त तय कर लें। बाकी गश्तों के दिन आपस के मशवरे से तय होते हैं, मशवरे का वक्त तय होता है, मस्जिद की तालीम तय है। अपने घर में अगर तालीम का वक्त तय है, अल्हम्दुलिल्लाह नहीं है, तो घर जाकर अपने घर वालों से मशवरा करके अपने घर की तालीम का वक्त वहाँ तय कर लें। तो अभी इस वक्त हल्के बना ये बात आप बता देंगे। ഇപ്പൊ സഹോദരന്മാരെ, ഇപ്പൊ നമ്മൾക്ക് ചെയ്യേണ്ട ഒരു ജോലിയുണ്ട്. നമ്മൾ ഇൻഷാ അല്ലാ കുറെ കേട്ടു, ഇനി നമ്മൾ തീരുമാനിക്കേണ്ട സമയമാണ്. അല്ല, ആരും എണീക്കല്ല ഇൻഷാ അല്ലാ. ഇപ്പൊ നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ജോലി നമ്മുടെ മുമ്പിലുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മൾ വിശദീകരിച്ച് കേട്ടു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി നിയത്ത് വെച്ചു. ഇനി നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മളെ നാടുകളിൽ തിരിച്ചു പോയി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനത്തെക്കുറിച്ച് നമ്മളൊരു തീരുമാനം എടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ജില്ലക്കാരെ വിളിക്കും. ആ ജില്ലക്കാർ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെ നാടുകളിലെ ഹൽക്കകളായിട്ട് മാറിയിരിക്കും. പറ്റുമെങ്കിൽ പള്ളിക്കാരനുണ്ടെങ്കിൽ അവർ ചേർന്നിരുന്ന് നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും. നമ്മൾക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കേണ്ടതുണ്ട്. ദിവസേനയുള്ള പ്രവർത്തനം, ദിവസേന നമ്മുടെ 2.5 മണിക്കൂർ സമയം നമ്മൾ എപ്പോഴാണ് കൊടുക്കാൻ നമ്മൾ തയ്യാറായത്? പലരും കൊടുക്കുന്നുണ്ടാവും, അവരുടെ സമയം എഴുതാം. ചിലർ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, അവരാലോചിച്ച് നമ്മുടെ കൂട്ടുകാരോട് ആലോചിച്ച് പകലോ വൈകുന്നേരോ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 2.5 മണിക്കൂർ കൊടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത് എപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ തയ്യാറുള്ളത്? ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ആലോചിക്കണം. ഇതേപോലെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന 3 ദിവസത്തെ ജമാഅത്ത്, അത് ഏത് ആഴ്ചയിലാണ് നമുക്ക് പോകാൻ സാധിക്കുക? 1-ാമത്തെ ആഴ്ച വെള്ളി ശനി ഞായർ, 2-ാമത്തെ ആഴ്ച, 3-ാമത്തെ ആഴ്ച, 4-ാമത്തെ ആഴ്ച. ഇതിൽ ഏത് ആഴ്ചയാണ് നമ്മൾക്ക് കംഫർട്ടബിൾ ആയി നമ്മൾക്കൊരു 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തുകൊണ്ട് ദീനിയായ കാര്യങ്ങൾ പഠിക്കാനും നാടുകളിൽ പോയി പരിശ്രമിക്കാനും സാധിക്കുക? അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ആലോചിക്കിൻ, നിയത്ത് വെക്കിൻ, ആഗ്രഹിക്കിൻ. ഇതുപോലെ ഒരു വർഷത്തിലുള്ള നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പുറപ്പെടൽ 40 ദിവസത്തേക്ക്, 4 മാസത്തേക്ക്. ഇന്ന് മാഷാ അല്ലാഹ് രാവിലെ നടന്ന മജ്മ പന്തലിലും അതുപോലെ ഇന്നലെ എല്ലാം എത്രയോ ആൾക്കാർ മാഷാ അല്ലാഹ് പോകുന്നതായിട്ട് നമ്മൾ കണ്ടു, പുറപ്പെടാൻ പേര് കൊടുക്കുന്നതായിട്ട് കണ്ടു. 4 മാസക്കാരുടെ ജോഡിയിൽ എത്രയോ ആൾക്കാർ 4 മാസത്തേക്ക് വിദേശത്തേക്ക് എല്ലാം പേരുകൾ നൽകി. ഇതുപോലെ നമ്മളും ഈ കൊല്ലത്തെ നമ്മുടെ 4 മാസത്തേക്ക് അല്ലെങ്കിൽ 40 ദിവസത്തേക്ക് എപ്പോഴാണ് നമുക്ക് യാത്രയാകാൻ സാധിക്കുക? ഈ കാര്യത്തെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് ഓരോരുത്തർ പേരുകൾ കൊടുക്കും. പിന്നെ ബാക്കി അമലുകളുണ്ട്. ഉദാഹരണത്തിന് നാട്ടിൽ ഗസ്റ്റുകളുണ്ട്, ആ ദിവസത്തിൽ നമ്മൾ ചേർന്നാൽ മതി. പള്ളിയിൽ നടക്കുന്ന താലീം അതിൽ നമ്മൾ കൂടിയാൽ മതി. നമ്മുടെ വീട്ടിൽ നടക്കുന്ന താലീം ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ലിഫ്റ്റായിട്ട് പങ്കെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളത് തുടങ്ങിയാൽ മതി. ഈ 3 കാര്യങ്ങൾ, ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ, ആഴ്ചയിൽ ചെയ്യുന്ന കാര്യങ്ങൾ, മാസത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, വർഷത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ഇത് ആലോചിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ഇപ്പം ജില്ലകളായിട്ട് മാറിയിരിക്കണം. ഈ സമയത്ത് നമ്മൾ ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഈ സമയത്ത് പുറത്തിറങ്ങി പോകുന്നത് ഒരു വലിയ മണ്ടത്തരാണ്. ഈ സമയത്ത് പോകുന്നത് വലിയൊരു നഷ്ടമാണ്. ശൈത്താൻ പറയും, ഒന്ന് പുറത്തിറങ്ങിയേക്കാം, യു ഗയാ യു ആയ, പോവാം അങ്ങനെ തിരിച്ചു വരാം. ജോ ഗയാ വോ ഗയാ, പോയാൽ പിന്നെ പോയി, പിന്നെ അവൻ ഒരിക്കലും വരൂല. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ഒന്ന് ചായ കുടിച്ചിട്ട് വരാം, ഒന്ന് ഒതുടുത്തിട്ട് വരാം. ഇല്ല, ഈ പണിയെല്ലാം ചെയ്ത് സ്വസ്ഥമായി ഇരുന്ന് നമ്മളെ കൂട്ടുകാരെല്ലാം പരിചയപ്പെട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ മനസ്സിലാക്കി എല്ലാവരും ഇരുന്ന് സ്വസ്ഥമായിട്ടൊരു ജോലി പൂർത്തിയാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ വെക്കുന്ന ഈ നിയത്തുകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിനെ തന്നെ മാറ്റിമറിക്കും, നമ്മുടെ നാടിനെ മാറ്റിമറിക്കും, നമ്മുടെ നാടുകൾക്ക്, ലോകത്തിന് തന്നെ ഹിദായത്തിന് കാരണക്കാരാവും. ഇങ്ങനെ ഇരുന്ന് മജ്ലിസിൽ ഇരുന്ന് എടുത്ത തീരുമാനങ്ങൾ എടുത്ത ആൾക്കാരാണ് ഇതെല്ലാം കെട്ടിപ്പൊക്കി ഉണ്ടാക്കിയത്. ഈ നാട്ടിൽ കാണുന്ന എല്ലാ ദീനിയായ നേട്ടങ്ങൾ ഉണ്ടാക്കിയത് ഇതുപോലത്തെ മജ്ലിസുകളിൽ നമ്മളെപ്പോലത്തെ ആൾക്കാരെടുത്ത നല്ല നല്ല തീരുമാനങ്ങളാണ്. ये वीडियो अच्छा है तो लाइक करो, शेयर करो, अल्लाह का भी जिक्र करो.